ഒരു മിസൈൽ അയക്കുമ്പോൾ എത്ര ലക്ഷം രൂപ വേണം? അത്യാധുനികമായ ഒരായുധ പ്രയോഗം നടത്തുമ്പോൾ എത്ര കോടിക്കണക്കിന് രൂപയുടെ ചിലവ്, അനുബന്ധ ചിലവുകളാണ്. അതുകൊണ്ടാണ് ചിലപ്പോൾ ഈ ഹമാസ് അടിക്കുമ്പോഴും ഇസ്രയേൽ പ്രതിരോധിക്കാതിരിക്കുന്നതിൻ്റെ കാരണം. നമ്മൾ ചില വാർത്തകളിൽ കണ്ടിട്ടുണ്ട്, ഇസ്രയേലിൻ്റെ പ്രധാനപ്പെട്ട കെട്ടിടങ്ങൾ ഈ ഹമാസ് തകർത്തു, അല്ലെങ്കിൽ ഇങ്ങനെയുള്ള ഹിസ്ബുള്ള തകർത്തു. അപ്പോൾ ഈ കെട്ടിടം തകർത്തിട്ട് ആൾ നഷ്ടമില്ല, കാരണം ഈ തകർക്കും എന്നിവർക്കറിയാം. ഇവരിവിടുന്ന ആളുകളെ മാറ്റും. വിശേഷിച്ച് മൊസാദിൻ്റെ ഓഫീസിന് നേരെ ആക്രമണം വരും എന്നവർക്കറിയാം. പക്ഷെ നമ്മൾ ആ കാണുന്ന ബോർഡും ഒന്നുമല്ല മൊസാദിൻ്റെ ഓഫീസ്, ആ സ്ഥലമേ അല്ല. അത് എവിടെ നിന്ന് ഓപ്പറേറ്റ് ചെയ്യുന്നത് നമുക്കാർക്കും അറിയില്ല. അപ്പോൾ 8 or 10 നിലയുള്ളൊരു ബിൽഡിങ് തകരുന്നതാണോ ഒരു അയൺ ഡോം തകരുന്നതാണോ ചിലവ് കൂടുതൽ നോക്കിയാൽ അയൺ ഡോം തകരുന്നതാണ്. അയൺ ഡോം വെച്ച് പ്രതിരോധിച്ചാൽ ഉണ്ടാകുന്ന ചിലവിൻ്റെ വളരെ ചെറിയൊരു ചിലവാണ് ഒരു കെട്ടിടം തകർന്നാൽ. അപ്പോൾ ഈ കെട്ടിടം പോട്ടെ, ഇങ്ങനെയൊക്കെ കുറേ തന്ത്രം അവർക്കുണ്ട്. തന്നെയല്ല, ലോകമനസാക്ഷിക്കുമ്പോൾ ഞങ്ങളും തകർന്നു, ഞങ്ങൾക്കും ഇതേ പ്രശ്നമുണ്ട്, വെറുതെ അല്ല അടിക്കുന്നത്. ആയുധശക്തി കൊണ്ടും മേധാശക്തി കൊണ്ടുമൊന്നും ഇസ്രയേലിനെ ചെറുക്കാൻ പാകത്തിനുള്ള ഒരു ശേഷി ഈ പാലസ്തീനികൾക്കില്ല. ഈ സ്വർഗത്തിലെന്തിനാണ് പോകുന്നത്? അത് ഇസ്ലാമിക സ്വർഗമൊക്കെ രസകരമാണ്. നമ്മുടെ മുജാഹിദ് ബാലുശ്ശേരി ഒരു ചർച്ചയിൽ പറഞ്ഞ്, നിങ്ങളോടുള്ള വിരോധം കൊണ്ടല്ല, നമ്മുടെ സ്വർഗം പോവും അതിനകത്ത് ചേർന്നില്ലെങ്കിൽ. അപ്പോൾ സ്വർഗത്തിൽ എന്തൊക്കെ കിട്ടിയെന്നറിയണ്ടേ? 72 ഹൂറിമാർ, ഒരു പുരുഷന് 72 ഭാര്യമാർ, മദ്യം നിറച്ച അരുവികൾ, മദ്യം നിറച്ച ചഷകങ്ങൾ, യുവകോമളന്മാരായ കൊച്ചു കുഞ്ഞുങ്ങൾ ഈ കോപ്പയിൽ മദ്യമെടുത്ത് നമുക്കിങ്ങനെ വിളമ്പിക്കൊണ്ട് തരും. ഈ പ്രസംഗമൊക്കെ കേട്ടായി പിള്ളേർ പൊട്ടിത്തെറിക്കാനൊക്കെ പോകുന്നത്. അങ്ങനെ കിട്ടുകയാണെങ്കിൽ പോയേക്കാം. പക്ഷെ ഞാനിത് കുറേ ഡീറ്റെയിലായിട്ട് പഠിച്ചിട്ട് പുള്ളിയോട് പറഞ്ഞൊരു കാര്യമുണ്ട്. ഇതിലൊരു സുന്ദരിയുടെ വലിപ്പമെന്ന് പറഞ്ഞാൽ 90 മീറ്ററാണ്. ഞാൻ പറഞ്ഞു, എൻ്റെ പൊന്നേശ, എനിക്ക് ഇവളോടൊന്ന് സംസാരിക്കണേ തന്നെ ഓട്ടോറിക്ഷ പിടിച്ച് കറങ്ങണമല്ലോ. ആ 72 പേര്. ഇന്നലെ അതാ ഞാൻ പറഞ്ഞേ, ഇവിടെ ഒരു കല്യാണം കഴിച്ചിട്ട് നമ്മുടെ ജീവിതം എങ്ങനെയാണെന്ന് നമുക്കറിയാം. എന്നാലാ 72 പേര്. ഞാനൊരു കാര്യം കൂടെ പറഞ്ഞു, എൻ്റെ ആ കോട്ടാ കൂടി നിങ്ങൾ വീതിച്ചെടുത്തോളാൻ പറഞ്ഞു. സ്വർഗത്തിൽ ചെല്ലുമ്പോൾ കുറേ കള്ളും ഇതൊക്കെ നമുക്കുണ്ടല്ലോ, അത് സാറന്മാരെടുത്തോ ഉസ്താദ് എടുത്തു, നമ്മളെ ഇവിടെ അങ്ങ് ജീവിക്കാൻ അനുവദിക്കും. ക്രിസ്തീയ സ്വർഗം ഇങ്ങനൊന്നും അല്ല. അവിടെ വിവാഹത്തിന് കൊടുക്കുന്നുമില്ല, വാങ്ങുന്നുമില്ല. ബൈബിളിൽ പറഞ്ഞൊരു വാക്യമെടുത്ത് ഇവർ ദുർവ്യാഖ്യാനം ചെയ്യാറുണ്ട്. ഈ ഭൂമിയിലും വരാണ്ടിരിക്കുന്ന ലോകത്തിലും ഇവിടെ നഷ്ടപ്പെടുത്തുന്നതൊക്കെ അവിടെ കിട്ടുമെന്ന്, ഇല്ലേ? 10 മടങ്ങ്. അപ്പോൾ ഒരു ഭാര്യയുള്ളതിന് 2 കിട്ടുമെന്നൊക്കെ പറഞ്ഞ് വ്യാഖ്യാനിച്ച് കൊണ്ടുവരാൻ ശ്രമിക്കാറുണ്ട്. ആ അർത്ഥമാണോ? ഉറപ്പായിട്ട് പറയുക, അവർ ദൂതതുല്യരാകുമെന്ന്. ചരിത്രമറിയില്ല ചിലർക്ക്, അതിൻ്റെ കറണ്ട് പൊളിറ്റിക്സും അറിയില്ല. ആക്ച്വലി പാലസ്തീൻ എന്ന് പറയുന്നത് ഒരു രാജ്യമാണോ എന്ന് ചോദിച്ചാൽ അല്ലെന്ന ഉത്തരം. ഒരു രാജ്യത്തിന് വേണ്ടിയുള്ള വാദം മാത്രമാണ് പാലസ്തീൻ. കാര്യം അവരുടെ പ്രതിനിധികളെ ഐക്യരാഷ്ട്രസഭയിൽ അംഗീകരിക്കും. ചില സ്ഥലങ്ങളിൽ അംബാസിഡർ ഓഫീസുണ്ട്, എംബസികളൊക്കെ ഉണ്ട്. പക്ഷേ ആ രാജ്യത്തിൻ്റെ ഏറ്റവും വലിയ പരിമിതി അതിൻ്റെ ജോഗ്രഫിക്കലായ ചില ഇഷ്യൂസുണ്ട്. പാലസ്തീൻ 3 സോണുകളാണ്. സോൺ എ, സോൺ ബി ആൻഡ് സോൺ സി. ഈ സോൺ എയിൽ പാലസ്തീൻ എന്ന് പറയുമെങ്കിലും പാലസ്തീനികളുമുണ്ട്, ജൂതന്മാരുമുണ്ട്. ജൂതൻ്റെ അംഗസംഖ്യ കുറവാണ്. അവിടേക്ക് മറ്റു ജൂതന്മാർക്ക് പ്രവേശനമില്ല. ആ സോണിൻ്റെ പ്രത്യേകത കൺട്രോൾഡ് ബൈ ദ സ്റ്റേറ്റ് ഓഫ് ഇസ്രയേൽ. അതർ ഇസ്രയേലി സിറ്റിസൻസിന് അവിടേക്ക് പ്രവേശനമില്ല. ഇനി സോൺ ബി ഉണ്ട്. ആ സോൺ ബിയുടെ പ്രത്യേകത മുമ്പേ പറഞ്ഞതിൻ്റെ ഓപ്പോസിറ്റാണ്. അവിടെ ഇസ്രയേലിൽ കൂടുതലും ഈ പാലസ്തീനികൾ കുറവാണ്.
പക്ഷെ പാലസ്തീൻ്റെ ഭാഗമെന്ന് പറയാം. അവിടെ അതർ പാലസ്തീനികൾക്ക് പ്രവേശനമില്ല. ഇനി സോൺ സി ഉണ്ട്. പാലസ്തീനികളും അതുപോലെ ജൂതന്മാരും ഒരുപോലുണ്ട്. അവിടേക്ക് മറ്റു പാലസ്തീനികൾക്കും വരാം, ജൂതന്മാർക്കും വരാം. കൺട്രോൾഡ് ബൈ ദ മിലിറ്ററി ഓഫ് ഇസ്രയേൽ. ഇസ്രയേലിൻ്റെ മിലിറ്ററിയാണ് ഈ സ്ഥലം കൺട്രോൾ ചെയ്യുന്നത്. ഇതുവരെയും ഒരു തലസ്ഥാന നഗരി പാലസ്തീനികൾക്കില്ല. എന്നെങ്കിലും ഒരിക്കൽ രാജ്യം കിട്ടിയാൽ അന്ന് തലസ്ഥാനമാക്കാൻ ഇട്ടിരുന്ന സ്ഥലമാണ് ജെറിക്കോ എന്ന് പറയുന്നത്. ജെറിക്കോ ഏതാണ്ട് പൂർണ്ണമായി അവരുടെ നിയന്ത്രണത്തിലാണ്. അടുത്തൊരു കാര്യം, ഈ രാജ്യത്തിന് സ്വന്തമായി വെള്ളമില്ല, വൈദ്യുതിയില്ല. വെള്ളം കിട്ടുന്നത് ഇന്നലെ പറഞ്ഞ ഗലീലിയ കടലിൽ നിന്നും, വൈദ്യുതി നൽകുന്നത് ഇസ്രയേലുമാണ്. അതുകൊണ്ടാണ് നമ്മൾ ഈ യാസർ അരാഫാത്തിൻ്റെ വാർത്തയൊക്കെ കേൾക്കുമ്പോൾ പണ്ട് പെട്ടെന്ന് ഇസ്രയേൽ പൈപ്പ് അങ്ങ് അടച്ചു. എന്നുവെച്ചാൽ ഇദ്ദേഹത്തിൻ്റെ വീട്ടിലേക്കുള്ള പൈപ്പ് അടച്ചു എന്ന് മാത്രമല്ല അതിൻ്റെ അർത്ഥം. വാട്ടർ സപ്ലൈ കംപ്ലീറ്റ് നിർത്തി. ഇലക്ട്രിസിറ്റി ഇല്ല, ഈ നിലയിലെത്തിക്കും. ഇനി അടുത്തത്, പോലീസുകാർക്ക് ശമ്പളം നൽകുന്നത് ഐക്യരാഷ്ട്രസഭയാണ്. അതിനുള്ള ശേഷിയും ആ രാജ്യത്തിനില്ല. ഒരു ദരിദ്ര അവസ്ഥ. കാരണം ഒരു രാജ്യമെന്ന നിലയിൽ അത് പൂർണ്ണമായില്ലല്ലോ. ഈ പരാധീനതകൾ നമ്മൾ കേൾക്കാറുണ്ട്. പല കുട്ടികൾ മരിക്കുന്നു, സ്ത്രീകളെ കൊല്ലുന്നു, ഇത് നിരന്തരം കേൾക്കുന്നതാണ്. പക്ഷെ ഇവരുടെ മുമ്പിൽ വെച്ചിരുന്ന ഉപാധി എന്ന് പറയുന്നത്, നിങ്ങൾക്കൊരു രാജ്യം യോർദാൻ്റെ അക്കരെ തരാം. അതാണ് ഇന്ന് യോർദാൻ എന്നറിയപ്പെടുന്ന രാജ്യം. ഇന്നലെ പറഞ്ഞു, അതവർക്ക് വേണ്ട. രണ്ടാമത്, അതിസമ്പന്നരായ അറബി രാജ്യങ്ങൾ വൻതോതിൽ ഇവർക്ക് പണം കൊടുത്ത് മിലിഷ്യ ഗ്രൂപ്പുകളെ ശക്തിപ്പെടുത്തുന്നുണ്ട്. മിലിഷ്യ ഗ്രൂപ്പ് എന്ന് പറഞ്ഞാൽ ഈ നമ്മുടെ മാവോയിസ്റ്റുകൾ എന്നൊക്കെ പറഞ്ഞ പോലെ അതിലൊക്കെ വലുതാണ് ആയുധം. അവിടെ നമുക്കറിയാം, ഒരു മിസൈൽ അയക്കുമ്പോൾ എത്ര ലക്ഷം രൂപ വേണം. അത്യാധുനികമായ ഒരായുധ പ്രയോഗം നടത്തുമ്പോൾ എത്ര കോടിക്കണക്കിന് രൂപയുടെ ചിലവ്, അനുബന്ധ ചിലവുകളാണ്. അതുകൊണ്ടാണ് ചിലപ്പോൾ ഈ ഹമാസ് അടിക്കുമ്പോഴും ഇസ്രയേൽ പ്രതിരോധിക്കാതിരിക്കുന്നതിൻ്റെ കാരണം. നമ്മൾ ചില വാർത്തകളിൽ കണ്ടിട്ടുണ്ട്, ഇസ്രയേലിൻ്റെ പ്രധാനപ്പെട്ട കെട്ടിടങ്ങൾ ഈ ഹമാസ് തകർത്തു, അല്ലെങ്കിൽ ഇങ്ങനെയുള്ള ഹിസ്ബുള്ള തകർത്തു. അപ്പോൾ ഈ കെട്ടിടം തകർത്തിട്ട് ആൾ നഷ്ടമില്ല. കാരണം ഈ തകർക്കും എന്നിവർക്കറിയാം. ഇവരിവിടുന്ന് ആളുകളെ മാറ്റും. വിശേഷിച്ച് മൊസാദിൻ്റെ ഓഫീസിന് നേരെ ആക്രമണം വരും എന്നവർക്കറിയാം. പക്ഷെ നമ്മൾ ആ കാണുന്ന ബോർഡും ഒന്നുമല്ല മൊസാദിൻ്റെ ഓഫീസ്. ആ സ്ഥലമേ അല്ല. അത് എവിടെ നിന്ന് ഓപ്പറേറ്റ് ചെയ്യുന്നത് നമുക്കാർക്കും അറിയില്ല. അപ്പോൾ 8 or 10 നിലയുള്ളൊരു ബിൽഡിങ് തകരുന്നതാണോ, ഒരു അയൺഡോം തകരുന്നതാണോ ചിലവ് കൂടുതൽ നോക്കിയാൽ അയൺഡോം തകരുന്നതാണ്. അയൺഡോം വെച്ച് പ്രതിരോധിച്ചാൽ ഉണ്ടാകുന്ന ചിലവിൻ്റെ വളരെ ചെറിയൊരു ചിലവാണ് ഒരു കെട്ടിടം തകർന്നാൽ. അപ്പോൾ ഈ കെട്ടിടം പോട്ടെ, ഇങ്ങനെയൊക്കെ കുറേ തന്ത്രം അവർക്കുണ്ട്. തന്നെയല്ല, ലോകമനസാക്ഷിക്കുമ്പോൾ ഞങ്ങളും തകർന്നു, ഞങ്ങൾക്കും എന്തേ പ്രശ്നമുണ്ട്, വെറുതെ അല്ല അടിക്കുന്നത്. ആയുധശക്തി കൊണ്ടും മേധാശക്തി കൊണ്ടും ഒന്നും ഇസ്രയേലിനെ ചെറുക്കാൻ പാകത്തിനുള്ള ഒരു ശേഷി ഈ പാലസ്തീനികൾക്കില്ല. മറ്റൊന്ന്, ഈ യുദ്ധങ്ങളിലെല്ലാം സാധാരണഗതിയിൽ ഇറങ്ങിത്തിരിക്കുന്ന രാജ്യങ്ങൾക്ക് വൻ നഷ്ടം വരും. നമുക്ക് ഒരു രാജ്യത്തിനും യുദ്ധം ഇഷ്ടമില്ല. യുദ്ധം ഇഷ്ടമില്ലാത്തതിൻ്റെ കാര്യം, നമ്മളിപ്പോൾ പാകിസ്ഥാനോടൊന്ന് ഏറ്റുമുട്ടിപ്പോയാൽ വൻ സാമ്പത്തിക തകർച്ച നമുക്കുണ്ടാവും. നമ്മുടെ സൈനികർ പലരും നഷ്ടപ്പെടും. അവർക്ക് അതിൻ്റെ 10 മടങ്ങ് ആഘാതം വരും. വലിയ വിലപിടിപ്പുള്ള ആയുധങ്ങൾ അവിടെ കൊണ്ട് വിന്യസിക്കണം. അപ്പോൾ നമ്മൾ ഉദ്ദേശിക്കുന്ന പോലെ നല്ലൊരു യുദ്ധം, വലിയ നഷ്ടമാണ്. അങ്ങനെ യുദ്ധങ്ങളിൽ പങ്കെടുത്ത് നശിച്ചതാണ് ബ്രിട്ടൻ. യുദ്ധം പിന്നെയും ചില കെടുതികളുണ്ടാക്കും. യുദ്ധം അരാജകത്വത്തിലേക്ക് കൊണ്ടുപോകും. എന്ന് വെച്ചാൽ നമുക്കറിയാം, ഈ യുദ്ധത്തിൽ ഏറ്റവും അധികം നാശം വരുന്നത് പുരുഷന്മാർക്കാണ്. കാരണം യുദ്ധഭൂമിയിൽ കൂടുതലും പുരുഷന്മാരാണുള്ളത്. ഇങ്ങനെ മരിച്ചു പോകുന്ന
പുരുഷന്മാരുടെ എണ്ണം കുറയുന്നതിനനുസരിച്ച് സ്ത്രീകളുടെ എണ്ണവും തമ്മിലുള്ള ആ പ്രപ്പോർഷൻ കറക്റ്റാക്കാതെ വരും. അപ്പോൾ അവിടെ അരാജകത്വം വർദ്ധിക്കും. അങ്ങനെയുള്ള ഒത്തിരി തിന്മകൾ പെരുകും. ഇതെല്ലാം നിലനിൽക്കെ യുദ്ധം ആരും ആഗ്രഹിക്കുന്നില്ല. പക്ഷെ യുദ്ധത്തിൽ ലാഭം കൊയ്യുന്ന ചില ആളുകളുണ്ട്. അത് ആയുധ വിപണി നടത്തുന്ന ആളുകളാണ്. കേവലം ആയുധത്തിൻ്റെ വിൽപ്പന മാത്രമല്ലത്, ആയുധത്തിൻ്റെ പ്രതിരോധ വിൽപ്പന അവിടെ ഉണ്ടാവും, പ്രതിരോധ സംവിധാനങ്ങൾ. ഇനി മറ്റൊന്ന്, നമ്മുടെ രാജ്യത്തിൻ്റെ അതിർത്തിയിൽ ആയുധങ്ങൾ സജ്ജീകരിച്ച് വെച്ചിരിക്കുകയെന്ന് വിചാരിക്കുക, പാകിസ്ഥാനെ ചെറുക്കാൻ. യുദ്ധമെല്ലാം സാധ്യതയെല്ലാം ഒഴിഞ്ഞു, അല്ലെ യുദ്ധമേ തീർന്നു, ഒത്തീർപ്പിലെത്തി. പിന്നെ ഈ ആയുധം ഇവിടുന്ന് എടുത്ത് മാറ്റണം. അത് അടുത്ത കരാറാണ്. ഈ കുഴിച്ചിട്ടിരിക്കുന്നതും മീതെ വിന്യസിച്ചൊക്കെ മാറ്റണം. അത് അടുത്ത കൊട്ടേഷനാണ്, മറ്റൊരു കമ്പനിയാണ്. ഇവർ വലിയ പണം കൊയ്യും. ഇങ്ങനെ ഈ പണം കൊയ്യുമ്പോൾ അത് ആയുധം നിർമ്മിക്കുന്ന രാജ്യങ്ങളെ സംബന്ധിച്ചിടത്തോളം ലാഭമാണ്. ഉദാഹരണം അമേരിക്ക, അപ്പോൾ ഇസ്രയേൽ ആയുധ നിർമ്മിതാക്കളാണ്. ഇന്ത്യയും ആയുധം നിർമ്മിച്ച് തുടങ്ങിയെന്നല്ല, വലിയ ഇന്ത്യ ശക്തമായ സാന്നിധ്യം അറിയിച്ചു. അപ്പോൾ നമ്മളടുത്ത വേറൊന്ന് യുദ്ധവുമായി ബന്ധപ്പെട്ട എക്കണോമിക്സാണ്. അത് ഇപ്പോൾ നമുക്കറിയാം, നമ്മുടെ രാജ്യത്ത് ഇന്ത്യ ഇസ്രയേലിനെയാണ് മാനസികമായി പിന്തുണച്ചത്. എന്തിനാണ് ഇന്ത്യ ഇസ്രയേലിനെ പിന്തുണച്ചത്? ഉക്രൈനിൽ ഈ സംഭവ വികാസങ്ങൾ നടക്കുമ്പോൾ ഇന്ത്യ സ്വീകരിച്ച നയതന്ത്രജ്ഞത നമ്മൾ കണ്ടു. അപ്പോൾ ആ ഘട്ടത്തിൽ ഇന്ത്യയുടെ നിലപാടുകളോട് കലഹിച്ചുകൊണ്ട് നമുക്ക് ഓയിൽ കിട്ടാതായി. ഓയിൽ കിട്ടാതായപ്പോൾ ഇന്ത്യക്ക് വിഷമമൊന്നും വന്നില്ല, നമുക്ക് പ്രത്യേകിച്ചൊരു ദുഃഖവും വന്നില്ല. വരാഞ്ഞതിൻ്റെ കാരണം നമ്മൾ പോയിട്ട് റഷ്യയിൽ നിന്ന് അസംസ്കൃത എണ്ണ അത് കൊണ്ടുവന്നു. ഈ അസംസ്കൃത എണ്ണ കപ്പലിൽ കയറ്റി ഇവിടെ കൊണ്ടുവന്ന് റിഫൈൻ ചെയ്ത് യൂറോപ്യൻ രാജ്യങ്ങളിലേക്ക് തിരിച്ചെത്തിക്കുമ്പോൾ റഷ്യയിൽ നിന്ന് നേരെ പോകുന്നതിനേക്കാൾ അവർക്ക് ലാഭം ഇവിടുന്ന് വാങ്ങുന്ന. കാരണം ഇവിടെ ലേബർ ചാർജ് കുറവാണ്, ലോകത്ത് തന്നെ കുറച്ച് പൈസയാണ്, ചെറിയ പൈസക്കാണ് അധ്വാനിക്കുന്നത്. അപ്പോൾ നമ്മളിവിടെ വന്ന് ഇവിടുത്തെ തൊഴിലാളികളുടെ ഇവിടെ ചിലവ് കുറവാണ്. ഇന്ത്യ എന്തുകൊണ്ടാണ് ഇസ്രയേലിനെ പിന്തുണയ്ക്കുന്നത് അറിയണ്ടേ? അതിനകത്ത് രാഷ്ട്രീയം മാത്രമല്ല, ഒരു എക്കണോമിയുടെ കൂടെ താല്പര്യമുണ്ട്. കാരണം ഇസ്രയേലിൽ നിന്ന് ഏറ്റവും ശക്തമായ ഒരു പോർട്ട്, അലിഫ് പോർട്ട് എന്നാണ് പറയുക. അലിഫ് അല്ലെ ആൽഫ അല്ലെങ്കിൽ ആലേഫ്, ഈ പോർട്ടുണ്ട്. അത് വലിയൊരു വ്യാവസായിക സാധ്യതയാണ്. അപ്പോൾ ഈ പോർട്ടിൻ്റെ ഉടമസ്ഥാവകാശം അല്ലെങ്കിൽ കോൺട്രാക്റ്റ് ആർക്കാണെന്ന് അറിഞ്ഞാൽ നമ്മൾ അത്ഭുതപ്പെടും. അത് സാക്ഷാൽ നമ്മുടെ ഗൗതം അദാനിക്കാണ്. ഗൗതം അദാനിക്കാണ്. ഞാനിത് വീഡിയോയിൽ പറയുന്ന കാര്യമാണല്ലോ, ഓൺലൈനിൽ പോകേണ്ട കാര്യമാണല്ലോ, എനിക്ക് നല്ല ഉത്തരവാദിത്തമുണ്ട് പറയുന്നത്. ഗൗതം അദാനിയുടെ വക ഒരു പോർട്ട് നമ്മുടെ കൊച്ചിയിലുള്ള പോലെ കേരളത്തിലുള്ള പോലെ എവിടെയുണ്ട്? ഇസ്രയേലിലുണ്ട്. അപ്പം മനസ്സിലായി ഇന്ത്യ എന്തിനാണ് ഇസ്രയേലിനെ സപ്പോർട്ട് ചെയ്യുന്നത് അറിയണ്ടേ? നമുക്ക് ഈ കടൽ മാർഗം ഇത്ര ഉൽപ്പന്നങ്ങൾ നേരെ അവിടെ എത്തിച്ച് അദാനിക്ക് അംബാനിക്കാണ് എണ്ണ ഈ സംവിധാനമെല്ലാം ഉണ്ട്. യൂറോപ്യൻ മേഖലയിലേക്കുള്ള എണ്ണയുടെ കച്ചവടത്തിൽ റഷ്യ അസംസ്കൃത വസ്തു നമുക്ക് തരുന്നു, നാടിനെ എണ്ണയാക്കുന്നു, മറ്റ് ഉൽപ്പന്നങ്ങളുണ്ട്. ഇതെല്ലാം ഈ ലൈനിൽ എത്തിക്കാൻ പറ്റും. വേറെ ഒത്തിരി കാര്യങ്ങളുണ്ട്. ചുരുക്കി പറഞ്ഞാൽ എസെക്കിയേൽ 38 പറയുന്ന പ്രവചനങ്ങളൊരു നിറവേറലിലേക്ക് പോവാണ്. അവിടെ വീണ്ടും വരാൻ പോകുന്ന റഷ്യ ഇസ്രായേൽ യുദ്ധത്തെക്കുറിച്ചുള്ള പ്രവചനമുണ്ട്. ഈ യുദ്ധം വാസ്തവത്തിൽ നടക്കരുത് എന്ന് പറയുന്ന ചില ആളുകളുടെ ഉള്ളിൽ നടക്കണമെന്ന് ആഗ്രഹമുണ്ട്. കാരണം ആയുധ വിപണി അത് നിലനിൽക്കണം, ഇതിനു വേണ്ടിയാണ്. അപ്പോൾ ഇൻ്റർനാഷണൽ പൊളിറ്റിക്സിൽ ഇത്തരം ചില ഇടപെടലുകൾ നമ്മുടെ എക്കണോമിയുമായി ബന്ധപ്പെട്ടുണ്ട്. അതുകൊണ്ടുകൂടിയാണ് ഇന്ത്യ സഹായിക്കുന്നത്. തെറ്റൊന്നും പറയാൻ പറ്റില്ല. അതിപ്പോൾ മോഡി വന്നപ്പോൾ എടുത്ത നയമൊന്നും മാത്രമല്ല പറയാൻ പറ്റില്ല. കാരണം മോദി പുതുതായി ഒരു നയവും കൊണ്ടുവന്നിട്ടില്ല. ഇന്ത്യക്ക് അഭിവൃദ്ധി ഉണ്ടായത് തന്നെ എല്ലാവരും അംഗീകരിക്കില്ലെങ്കിലും 90കളിൽ നമ്മുടെ നരസിംഹറാവു പ്രധാനമന്ത്രിയാവുകയും മൻമോഹൻ സിംഗ് അന്ന് റിസർവ് ബാങ്കിൻ്റെ
ഗവർണറാകുകയൊക്കെ ചെയ്തൊരു കാലം. അവിടെ നിന്നാണ് ഇന്ത്യ ഡെവലപ്പ് ചെയ്യുന്നത്. കാരണം ഉദാരവൽക്കരണത്തോടെ, ആഗോളവൽക്കരണത്തോടെ ഇന്ത്യയുടെ സമ്പദ്സ്ഥിതി പാടെ മാറി. അതുവരെ സർക്കാർ മേഖലയ്ക്ക് ഊന്നൽ കൊടുത്തുകൊണ്ടാണ് ഇന്ദിരാഗാന്ധി അടക്കമുള്ള ആളുകൾ ദേശസാൽക്കരണം, എന്നിട്ട് സർക്കാരാകണം സകലത്തിൻ്റെ ഉടമസ്ഥത. കേൾക്കാനൊക്കെ കൊള്ളാമെങ്കിലും ഇത് ആത്യന്തികമായി വലിയ ഗുണവും ചെയ്യില്ല. സർക്കാരിനെ ഏൽപ്പിച്ചാൽ കെടുകാര്യസ്ഥതയാണ് മിച്ചം. ചെലവ് കൂടുതലാണ്. അതൊന്ന് മനസ്സിലാക്കി തരാൻ ഞാൻ ഒരു ഉദാഹരണം പറയാം. കേരളത്തിൽ പണ്ടൊരു സാമ്പത്തിക ഞെരുക്കമുണ്ടായി. കേരളത്തിൽ നമ്മളൊക്കെ എനിക്കിതിന് മുമ്പാണ്, മാർത്താണ്ഡവർമ്മയുടെയൊക്കെ കാലത്താണ് ഈ സാമ്പത്തിക ഞെരുക്കം വരാൻ കാരണം. ഈ അറബികളും ജൂതന്മാരും ഒക്കെ ഉൾപ്പെടുന്ന കച്ചവട സംഘങ്ങളാണ് അന്ന് വിദേശ ഉൽപ്പന്നം കടൽ വഴി ഇവിടെ കൊണ്ടുതരുന്നത്. പകരം ഇവർ കൊണ്ടുവന്ന ഇഞ്ചി, കുരുമുളക് ഇതൊക്കെയാണ്. സത്യത്തിൽ ഇഞ്ചിയും കുരുമുളകും ഒരു സിസ്റ്റമാറ്റിക് കൃഷി പോലും നമുക്ക് ചെയ്യാൻ അറിയില്ല. കൃഷിയുണ്ട്, പക്ഷെ കാട്ടിലുണ്ടാകുന്നതായിരുന്നു ഇതൊക്കെ. ഇതാ കൊടുക്കുന്നത്. അപ്പോൾ അടുത്ത ഘട്ടം കഴിഞ്ഞു. ഇവരെല്ലാം പോയിട്ട് ഈസ്റ്റ് ഇന്ത്യ കമ്പനി വരിക. ഈസ്റ്റ് ഇന്ത്യ കമ്പനി വന്നിട്ട് ഈ മലബാറിനെ നേരെ ഭരിച്ചു. കൊച്ചി, തിരുവിതാംകൂർ രാജ്യങ്ങളെ ഇൻഡയറക്റ്റായിട്ടും ഭരിച്ചു. അപ്പോൾ അവരൊരു ഫോർമുല വെച്ചു. നിങ്ങൾ വർഷം തോറും ഒരു കപ്പം, അപ്പോൾ ഈ കപ്പം തരണം. ഈ കപ്പം കൊടുക്കണമെങ്കിൽ അന്ന് ഭൂമിയില്ല, ആർക്കും ഭൂമിയില്ല. പിന്നെ ആർക്കാ ഭൂമിയുള്ള? ഭൂമിയുള്ള ആർക്കാണെന്നറിയാം? 3 തരം ഭൂമിയേ കേരളത്തിലുള്ളൂ. 3 തരം ഭൂമി. ഒന്ന്, ക്ഷേത്രങ്ങൾക്ക് കീഴിലുള്ള ഭൂമി. ആ ക്ഷേത്രങ്ങൾക്ക് കീഴിലുള്ള ഭൂമിയുടെ പേരാണ് ദേവസ്വം. ദേവൻ്റെയാണ്. ദേവൻ്റെയാണ്. ഇന്നും നമുക്ക് ശബരിമല അയ്യപ്പൻ്റെ പേര് ഭൂമി രജിസ്റ്റർ ചെയ്യാം. അയ്യപ്പനപ്പുറത്തൊന്നും ഒപ്പിടണമെന്നൊന്നുമില്ല. അയ്യപ്പൻ്റെ ഭൂമിയായിട്ട് രജിസ്റ്റർ ചെയ്യാം. ഇതാണ് ദേവസ്വം. രണ്ടാമത്തെ ഒരു ഭൂമിയുണ്ട്, അവിടെ പൂജ ചെയ്യുന്നവരുടെ അധികാരം. അർത്ഥാൽ ബ്രാഹ്മണൻ സമൂഹത്തിൻ്റെ ഭൂമി. അതിനെ ബ്രഹ്മസ്വം എന്ന് പറയും. അപ്പോൾ ദേവസ്വമുണ്ട്, ബ്രഹ്മസ്വമുണ്ട്. ഈ 2 കൂട്ടർക്ക് ഭൂമി. അവശേഷിക്കുന്ന ഭൂമി രാജാവിൻ്റെ കൺട്രോളിലാണ്. പൊതുഭൂമിയാണ്, എല്ലാവരുടെയും കൂടെ എന്ന് പറയുമെങ്കിലും ആരുടെയല്ല. ഇപ്പം എല്ലാവരുടെയും കൂടെ റോഡെന്ന് പറയും നമുക്കവിടെ നമ്മുടെ ഇഷ്ടത്തിന് ചെയ്യാൻ പറ്റുമോ? ഇല്ല. പൊതുവാണെന്ന് പറഞ്ഞ് വീട്ടിലിരിക്കാനേ പറ്റുമോ? അതാ കോമൺവെൽത്തിൻ്റെ പ്രശ്നം. പൊതുവാണ്. അപ്പോൾ ഈ അടിച്ചേൽപ്പിച്ച നികുതി കൊടുത്തു മുടിഞ്ഞു. സത്യത്തിൽ വേലുത്തമ്പി പോലും ഇവിടെ അടുത്തല്ലേ കലഹിക്കാൻ കാരണം എന്താ? ഒരു ഘട്ടത്തിൽ വേലുത്തമ്പിയോട് 8 ലക്ഷം മേടിച്ചു. അന്നാന്ന് ഓർത്തോണം. എല്ലാം കൂടെ 10-20 ലക്ഷം കൊടുത്ത് മുടിഞ്ഞു. വേലുത്തമ്പി ലാശം മടുത്തു. അല്ലാതെ ബ്രിട്ടീഷുകാരോടുള്ള വെറുപ്പല്ല. അദ്ദേഹം നമുക്ക് ജനാധിപത്യം തരാനും വേണ്ടിയല്ലേ ഈ വിളംബരമൊക്കെ ഉണ്ടാക്കിയത്. ചുരുക്കത്തിൽ ബ്രിട്ടീഷുകാർ വലിയ കപ്പം കൊടുത്തപ്പോഴേക്ക് 3 തരം ഭൂമിയായി കിടന്ന ഈ സ്ഥലം ഉണ്ടല്ലോ, ദേവസ്വം, ബ്രഹ്മസ്വം, രാജാവിൻ്റെ. ഈ 3 തരം ഭൂമി ആ രൂപത്തിൽ കിടക്കവേ ഒരു പ്രശ്നമുണ്ടായി. ഈ ബ്രഹ്മസ്വം എന്ന് പറയുന്ന അത് പൂജാരിമാരുടെ നേരെ, ദേവസ്വം ദേവൻ്റെ നേരെ. പക്ഷെ ഈ ദേവന് ഭൂമി ഉണ്ടെങ്കിൽ ഒരു പ്രശ്നമുണ്ട്. ഈ ദേവൻ മൈനറായിട്ടാണ് രേഖ കിടക്കുന്നത്. ദേവനൊരു കുഞ്ഞാണ്, കാരണം പ്രായമാവില്ല. അപ്പം ദേവനൊരു രക്ഷകർത്താവുണ്ട്. ആരാന്നറിയണ്ടേ? ജില്ലാ കളക്ടറായിരിക്കും. ഇവിടെ കുഞ്ഞിനൊരു രക്ഷകർത്താവുണ്ട് എന്ന് പറഞ്ഞത് ദേവനൊരു രക്ഷകർത്താവ്, കാരണം പ്രായം കൂടില്ല. അപ്പം ദേവൻ്റെ രക്ഷകർത്താവാണ് ബ്രാഹ്മണൻ. പിടിയോ? അപ്പോൾ ഈ ഭൂമിയും രക്ഷകർത്താവ് കൈകാര്യം ചെയ്യുന്നത്. ചുരുക്കത്തിൽ ഭൂമി മൊത്തം ഇവരുടെ കയ്യിലാണ്. അങ്ങനെ ഇരിക്കെ ഇവിടേക്ക് കേണൽ മൺറോ വരികയാണ്. ഈ മൺറോ വന്നിട്ട്, മൺറോ ദുരിതക്കരയല്ല, അടുത്ത് കിടക്കുന്ന സ്ഥലമാണ്. കേരളത്തിലെ ക്ഷേത്രത്തിൻ്റെ ഭൂമി മുഴുവൻ പിടിച്ചു, മൊത്തം പിടിച്ചു. അപ്പോൾ ഭൂമിയില്ല. അദ്ദേഹം പോവഴി പറഞ്ഞൊരു കാര്യം ചെയ്യും, സർക്കാർ വക ഭൂമി പാട്ടം കൊടുക്കാൻ പോകും.
സ്വകാര്യ വ്യക്തികൾക്ക്. അന്ന് മുതൽ നമുക്കും ഭൂമിയായി. പാട്ടത്തിൽ എഴുതിയെടുത്താണ്. പിന്നെ സമരം ചെയ്ത് 65 നിയമം ഉണ്ടായി. ആ പാട്ട ഭൂമി പതിച്ചു കിട്ടി. അങ്ങനെയാണ് സാധാരണ മനുഷ്യനും ഭൂമി ഉണ്ടായത്. മനസ്സിലായോ? അപ്പോൾ ഇതിൻ്റെ ഇടയ്ക്ക് വീണ്ടും സാമ്പത്തിക ഞെരുക്കം വരുമ്പോൾ ഒരു പണി, മാധവറാവു എന്ന് പറയുന്ന ഒരു ഓഫീസറെ ഇവിടെ കൊണ്ടുവന്നു. അദ്ദേഹം നമ്മുടെ ട്രിവാൻഡ്രത്തിരിപ്പുണ്ട്. ആ സ്റ്റാച്ചു കക്ഷി ചെയ്ത പണി, അതുവരെ 3 ഉൽപ്പന്നം വിൽക്കാനും കൊടുക്കാനുമൊക്കെ ഉള്ള അവകാശം രാജാവിനേ ഉള്ളൂ. 3 പ്രധാനപ്പെട്ട 4 ഉൽപ്പന്നം കേട്ടാൽ നിങ്ങൾ അത്ഭുതപ്പെടും. കള്ള്, കഞ്ചാവ്, കറുപ്പ്. കള്ളും കഞ്ചാവും കറുപ്പും പിന്നെ ഒരു സാധനം കൊടുക്കണ്ട, പുകയില. ലോക്കൽ വിൽക്കാൻ പറ്റിയതാ. ഇതങ്ങ് പ്രൈവറ്റാക്കി ആർക്കും കച്ചവടം ചെയ്യാം. പിന്നെ നമ്മുടെ സാമ്പത്തിക അങ്ങ് കുതിച്ച് കയറിയില്ലേ. കേരളം രക്ഷപ്പെട്ട എങ്ങനെയാ? മാധവറാവുവിൻ്റെ കാലത്ത് ആർക്കും ഇത് കൃഷി ചെയ്യാമെന്നായി. ഇതൊക്കെ രക്ഷപ്പെട്ടു. അപ്പോഴിങ്ങനെ നിഷിദ്ധമായ ഉൽപ്പന്നങ്ങൾ വഴിയാണ് പല രാജ്യങ്ങളും സമ്പന്നമാകുന്നത്. പിടികിട്ടിയോ? നിഷിദ്ധമായ ഉൽപ്പന്നങ്ങൾ വഴി പലരും ഇങ്ങനെ സമ്പന്നമാകും. യുദ്ധങ്ങൾക്ക് ഇത്തരം ചില മനഃശാസ്ത്രങ്ങളുണ്ട്, നികുതിക്ക് ഇത്തരം ചില ലക്ഷ്യങ്ങളുണ്ട്. ഈ രൂപത്തിൽ ഇടപെട്ടുകളയും. അപ്പോൾ കറണ്ട് പൊളിറ്റിക്കൽ സിനാരിയോ, ഇന്നത്തെ നമ്മുടെ ഒരു രാഷ്ട്രീയ സ്ഥിതി ലോകത്തിൻ്റെ പറഞ്ഞു, ഇസ്രായേൽ എന്നറിയപ്പെടുന്ന രാജ്യത്തിൻ്റെ വരുമാന മാർഗങ്ങളിൽ പ്രധാനം അവരുടെ കൃഷി, കയറ്റി അയക്കാൻ പറ്റുന്നത്, ടെക്നോളജി വളർന്നു, യുദ്ധ ആയുധങ്ങളും യുദ്ധ പ്രതിരോധ സംവിധാനങ്ങളും വളർന്നു. ഒരു ചെറിയ രാജ്യം. ഈ രാജ്യത്തിന് തൊട്ടടുത്തല്ല ശത്രുക്കളാണ്. 16 അറബ് രാജ്യങ്ങൾ ചുറ്റും വളഞ്ഞു കിടക്കുക. നേരെ അവരെ സഹായിക്കുന്ന രാജ്യങ്ങളോട് അമേരിക്ക ഉണ്ട്. ബാക്കി രാജ്യങ്ങളൊക്കെ എതിരാണ്. പക്ഷെ ഒരു കാര്യം, തകർന്നടിഞ്ഞ ശൂന്യതയിൽ നിന്ന് ഇവരെങ്ങനെയാണ് വീണ്ടും ഒരു ചരിത്രം രൂപപ്പെടുത്തി വളർന്നത്? കർത്താവ് പറയാണ്, റോമാലേഖനത്തിൽ പറയാണ്, അവരുടെ ഭ്രംശം ലോകത്തിൻ്റെ നിരപ്പിന് ഹേതുവായി എങ്കിൽ അവരുടെ ഏകീകരണം, അവരുടെ തിരിച്ചുവരവ് മരിച്ചവരുടെ പുനരുദ്ധാനത്തിനല്ലാതെ എന്താകും? അപ്പോൾ സെക്കൻഡ് കമ്മിങ്ങുമായി ബന്ധപ്പെട്ട് അവർ റീഗാദർ ചെയ്യണം, യുണൈറ്റ് ചെയ്യപ്പെടണം എന്നുള്ള ആ തത്വം വചനാടിസ്ഥാനത്തിൽ സബലീകരിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു കാലത്ത് നമ്മൾ വരിക. വ്യക്തത തോന്നോ? മനസ്സിലാകുന്നുണ്ടോ? അപ്പോൾ ഇത്തരം ഉൽപ്പന്നങ്ങൾ നമ്മൾ കരിഞ്ചന്ത എന്നൊക്കെ പറഞ്ഞത് ഇപ്പോൾ അതൊക്കെ ലിബറലാക്കി വിട്ടു. ആയുധ വിൽപ്പന വീണ്ടും ശക്തമാക്കുക. ലോകത്തിലെ ഏറ്റവും വലിയ ആയുധ നിർമ്മിതാക്കളാണ് ഇസ്രായേൽ. ലോകത്തിലെ ഏറ്റവും വലിയ ആയുധം വാങ്ങുന്ന രാജ്യം ഏതാണെന്ന് പറഞ്ഞാൽ ഞങ്ങൾ അത്ഭുതപ്പെടും. നമ്മൾ ഇന്ത്യയാണ്. അപ്പോൾ അത് ഇന്ത്യ പോലെ ഒരു രാജ്യത്തിൻ്റെ സ്ഥിതി അതാ, വാങ്ങാതിരിക്കാൻ വയ്യ. നമ്മൾ നമുക്ക് ചുറ്റും 1-2 ശത്രുക്കൾ കിടക്കുകയാണ്, പ്രബലരായ ശത്രുക്കൾ കിടക്കുകയാണ്. പക്ഷേ ആ ശത്രുക്കളെ ഇന്ത്യ പരിഗണിക്കുന്നതൊക്കെ മാന്യമായ രീതിയിലാണ്. മറ്റ് രാജ്യങ്ങളെപ്പോലെ ഒന്നുമല്ല, യുദ്ധക്കൊതിയൊന്നുമുള്ള രാജ്യമല്ലത്. നമ്മൾ സ്വീകരിച്ചു പോരുന്ന പോളിസി, അത് ഇന്ദിരാജിയാണെങ്കിലും രാജീവ് ഗാന്ധി ആണെങ്കിലും ഇപ്പോൾ വരുന്ന മോഡി ആണെങ്കിലും രാജ്യത്തിൻ്റെ അത്തരം പോളിസികൾ സൂക്ഷിക്കുന്നുണ്ട്. ചുമ്മാ കയറി അടിക്കത്തൊന്നുമില്ല. അതിന് ശേഷിയില്ലാഞ്ഞിട്ടല്ല, അത് ഉണ്ടാക്കുന്ന ദുരിതത്തെപ്പറ്റിയുള്ള ബോധ്യം നമ്മുടെ ഭരണകൂടത്തിനുണ്ട്. ആ പോളിസി ഒന്നും മാറ്റാൻ പറ്റില്ല പെട്ടെന്ന്. നമ്മുടെ വിദേശ നയമൊക്കെ അങ്ങനെയാണ്. നല്ല പ്രഗത്ഭമതികളാണ് വരുന്നത്. ഇപ്പോൾ ഇരിക്കുന്ന ശ്രീ ജയശങ്കർ പോലും നല്ലൊരു വിദേശകാര്യമന്ത്രിയാണ്. ആർക്കും ആ കാര്യത്തിൽ തർക്കമൊന്നുമില്ല. ഞാൻ പൊളിറ്റിക്സ് എന്തുമായിക്കൊള്ളട്ടെ. പറഞ്ഞു വന്നത്, ഇവരുടെ ഈ തിരിച്ചു വരവ് കർത്താവിൻ്റെ പുനരാഗമനത്തിൻ്റെ വഴിയാണ്. ഇനി വേറൊരു കാര്യം കൂടെ, വിശുദ്ധ ബൈബിളിലെ ഒരു ഹിഡൻ മിസ്റ്ററി, അതാണ് ഈ എതിർ ക്രിസ്തു എന്ന് പറയുന്നത്. എതിർ ക്രിസ്തുമായി ബന്ധപ്പെട്ടുള്ള ഒരു സാമ്പത്തിക ലോകത്തെക്കുറിച്ചും ബൈബിൾ പറയുന്നുണ്ട്. എതിർ ക്രിസ്തു എന്ന് പറയുന്നവൻ വരുന്നത് 2-3 പ്രവണതകളെ മുതലെടുത്തുകൊണ്ടാണ്. ഒന്ന്, ലോകത്തിന് സമാധാനം ഉണ്ടാക്കുക, ട്രംപ് പറയുന്ന പോലെ. രണ്ടാമത്, ലോകത്തിൻ്റെ സമ്പദ്സ്ഥിതി അതിനെ മെച്ചപ്പെടുത്തിക്കൊണ്ട് ഒരു വെൽനസ് റവല്യൂഷൻ ലോകത്തുണ്ടാക്കുക, ഒരു സംതൃപ്തിയുടെ ഒരു ലോകം ഉണ്ടാക്കുക. അപ്പോൾ സമാധാനം വേണം, സംതൃപ്തി വേണം,
അല്ലെങ്കിൽ ഇൻ്റർനാഷണൽ പൊളിറ്റിക്സിൽ തർക്കപ്രശ്നങ്ങളെ ഒക്കെ പരിഹരിച്ചു പോകണം. അപ്പോൾ നമ്മൾ വല്ലതും പ്രതീക്ഷ പോലെ കലാപകലുഷിതമായൊരു കാലമല്ല ഇനി വരാൻ പോകുന്നത്. ഒരു നല്ല കാലമെന്ന് ലോകം പറയുന്നൊരു കാലം. ആ കാലത്തിൻ്റെ പ്രത്യേകതകളിലൊന്ന് ഈ നിരീശ്വരനെ അല്ലെങ്കിൽ ഈ എതിർ ക്രിസ്തുവിനെ പഠിക്കണം. അയാളുടെ സവിശേഷതകളിലൊന്ന് ദൈവമെന്നോ പൂജാ വിഷയമെന്നോ പേർ പറയുന്ന ഏതിനും എതിരെ തന്നെത്താൻ ഉയർത്തുന്ന എതിരാളി. അപ്പോൾ അവനൊരു എത്തിസ്റ്റാണെന്ന്. പക്ഷെ മതങ്ങളുമൊക്കെ ആയിട്ട് അവന് നല്ല കണക്ഷനുണ്ട്. ഇപ്പോൾ നമ്മുടെ ഈ എറണാകുളത്ത് കൊച്ചിൻ കലൂർ ഇൻ്റർനാഷണൽ സ്റ്റേഡിയത്തിൽ, രാജീവ് ഗാന്ധി ഇൻഡോർ സ്റ്റേഡിയത്തിൽ തസ്ലീമ നസ്രീൻ വന്നിരിക്കുകയാണ്. അവിടെ ആയിരക്കണക്കിന് ആളുകളിൽ നിന്ന് തടിച്ചുകൂടി ഗ്ലോബൽ എസൻസ് എന്ന് പറയുന്ന യുക്തിവാദി സംഘടന പ്രവർത്തിക്കുക. പക്ഷെ അവരുടെ പ്രവർത്തനം എന്ന് പറഞ്ഞാൽ എന്താണെന്നറിയണ്ടേ? അത് BJPയുടെ അല്ലെങ്കിൽ സംഘപരിവാരങ്ങളുടെ ഒരു വിങ്ങായിട്ട് അവർ പ്രവർത്തിക്കുന്നത്. പറയുമ്പോൾ നിരീശ്വരന്മാരാണ്. പക്ഷേ ഇസ്ലാം മതത്തെയോ ക്രിസ്ത്യാനിറ്റിയോ വിമർശിക്കുമ്പോൾ അതിരൂക്ഷമായി വിമർശിക്കും. ഇവരെ വിമർശിച്ചു എന്ന് വരുത്തി തീർത്താൽ ഒരു മയിൽപ്പീലി തല്ല്, മയിൽപ്പീലി കൊണ്ട് കൊട്ടുന്ന പോലൊരു കൊട്ട, അത്രയും പറഞ്ഞു വിടും. എന്തിനാണെന്നറിയണ്ടേ? ഈ നിരീശ്വരത്വത്തിൻ്റെ അല്ലെങ്കിൽ മതത്തിൻ്റെ മറവിൽ നിരീശ്വരത്വം കൂടി വളരുക അതിവേഗം. അത് ജനങ്ങളിൽ ഉപരിപ്ലവമായ ഒരു ബോധം വരുത്തിക്കൊണ്ടിരിക്കുകയാണ്. മതവിമർശനത്തെ ആധികാരികമായി പോലും എടുക്കുന്നില്ല. ആധികാരികമല്ലാതെ ഇത്തരം വിഷയങ്ങളെ സമീപിക്കുക. ശാസ്ത്രം എന്ന പേരിൽ സയൻറ്റിസം പഠിപ്പിക്കുകയാണ്. അശാസ്ത്രീയത. ശാസ്ത്രം എന്നാണ് പറയുന്നത്. ശാസ്ത്രമായിട്ട് അവർക്കൊരു ബന്ധമില്ല. സയൻറ്റിഫിക് ടെമ്പർ എന്നൊക്കെ പറയും. അപ്പം ഇങ്ങനെയുള്ള ഈ പ്രവണതകളെല്ലാം സംഭവിക്കുന്നത് ലോകം ഒരേകാധിപതിയുടെ ഇഷ്ടത്തിലേക്ക് പോകുന്നു എന്നുള്ള ബൈബിൾ പ്രവചനത്തിൻ്റെ സൂചനയിലേക്കാണ്. ഒരാളുടെ കൺട്രോളിൽ. അപ്പോൾ നമുക്കൊരു സംശയം, ഒരാളുടെ കൺട്രോളിൽ എങ്ങനെ ലോകം പോകുന്നത്? അത് നടക്കുമോ? അതേ നടക്കും. അതിൻ്റെ കാരണം പറയാം. ലോകം മൊത്തം ഒരു ഭരണാധികാരി വരുമെന്നൊന്നും അല്ല ഇതിൻ്റെ അർത്ഥം. ഇന്ത്യയായിട്ട് കാണും, പാകിസ്ഥാനായിട്ട് കാണും. മറ്റൊരു കാര്യം കൂടി, ആർക്കും അടുത്തൊരു രാജ്യം ആക്രമിച്ച് കീഴടക്കാനൊന്നും ഇഷ്ടമില്ല. ഇന്ത്യക്ക് പാകിസ്ഥാനെ തിരിച്ചു പിടിച്ച് നമ്മുടെ ഭൂപടത്തിൽ ചേർക്കാനൊന്നും ഇതൊക്കെ ബാധ്യതയാണ്. ഇത് വലിയ പാടാണ്. അവരെയൊന്നും ഭയങ്കര പ്രയാസമാണ്. അത് കൊണ്ടുനടക്കാൻ പറ്റില്ല. അപ്പോൾ അങ്ങനെയുള്ളൊരു മോഹം പോലും ആർക്കുമില്ല. പക്ഷെ ഒരു വിഷയം, അതിർത്തികൾക്കിടയിലെ ഈ തർക്കമൊക്കെ മാറി ബിസിനസ് സുഗമമാക്കണം. അങ്ങനെ വരുമ്പോൾ എങ്ങനെ ഏകാധിപതിയുടെ വരവിൻ്റെ ഒരു സ്ഥിതി നികൾക്കണ്ടേ? ഇന്ത്യയിലെ ഏറ്റവും ചെറിയൊരു സമൂഹമാണ്. ഒരു സമൂഹം എന്ന നിലയിൽ വളരെ ഒരു മൈക്രോ മൈനോറിറ്റി ഒരു ജാതി ഇവിടെയുണ്ട്. ബനിയ എന്നാണ് പറയുക. ബനിയ നമ്മുടെ മഹാത്മാഗാന്ധിയുടെയൊക്കെ ജാതിയാണ്. അവർ ഈ വൈശ്യർ എന്ന് പറയുന്ന ആ കുലത്തിൽപ്പെടും. ചാതുർവർണ്ണത്തിൽ നമ്മൾ ബ്രാഹ്മൺ, ക്ഷത്രിയൻ, വൈശ്യൻ. ഈ ബനിയ വിഭാഗക്കാരുടെ അംഗസംഖ്യ ഏതാണ്ട് ഒരു 2% കഷ്ടി. പക്ഷേ അവരാണ് ഇന്ത്യയിലെ ആദ്യത്തെ 100 സമ്പന്നരെ എടുത്താൽ അതിൽ 70 പേരും ബനിയയാണ്. ലോക സമ്പദ് വ്യവസ്ഥയിലും ബനിയ ഗ്രൂപ്പുകാരുണ്ട്. അവർ ചിലരുടെ പേര് കേട്ടാൽ നിങ്ങൾ അത്ഭുതപ്പെടും. അല്ലെ കമ്പനിയുടെ പേര് മുമ്പേ പറഞ്ഞ ഗൗതം അദാനി, ധീരുഭായ് അംബാനിയുടെ 2 മക്കൾ അല്ലെങ്കിൽ ധീരുഭായ് അംബാനി, ആദിത്യ ബിർള, ലക്ഷ്മി മിത്തൽ, ഇതെല്ലാം ഈ ഗ്രൂപ്പാണ്. ഇനിയൊരു കാര്യം, ഇപ്പോൾ ബീഹാറിൽ തിരഞ്ഞെടുപ്പ് നടക്കുകയാണ്. ഈ തിരഞ്ഞെടുപ്പിൽ ഓരോ രാഷ്ട്രീയ പാർട്ടിയുണ്ട്. ഈ രാഷ്ട്രീയ പാർട്ടികളുടെ പിന്നിൽ ഇത്തരം ഒരു കമ്പനിയാണ് പണം ഇറക്കുന്നത്. രാജ്യസഭയിലേക്ക് അംഗങ്ങൾ പോകുമ്പോൾ ഈ രാജ്യസഭയിലേക്ക് ആര് പോകണമെന്ന കാര്യം തീരുമാനിക്കുന്നത് ഇത്തരം കമ്പനികളാണ്. വളമാണെങ്കിലും വളക്കമ്പനികളൊക്കെ ഉണ്ടല്ലോ, ഇതുപോലുള്ള വലിയ കമ്പനികൾ, പെട്രോൾ ഉൽപ്പന്നങ്ങൾ, മൊബൈൽ, അവരാണ് ഇവർക്ക് വേണ്ട പണം കൊടുക്കുന്നത്. ഇവർക്ക് എന്തിനായി പണം കൊടുക്കുന്ന അറിയണ്ടേ? നാളെ ഒരു നിയമം പാസ്സായാൽ ഇവരുടെ ബിസിനസ്സിനെ ബാധിക്കരുത്. അതുകൊണ്ട് ഒരു പാർട്ടിയോട് അവർക്ക് ഇണക്കോ ഇല്ല, പ്രത്യേകിച്ച് പിണക്കമില്ല. പണം പമ്പ് ചെയ്ത് കൊടുക്കും. അവരുടെ ഇഷ്ടം സാധിക്കലാണ് പാർലമെൻറ്റിൽ ഇരിക്കുന്ന ആളുകളുടെ ജോലി. അതിന് വിപരീതം ഒരു നിയമം വരില്ല. എക്സാമ്പിൾ, ഈ പെട്രോളിയം ഉൽപ്പന്നങ്ങൾക്ക് എത്രയോ ഇരട്ടി വില നമ്മൾ ഈ കൊടുക്കുന്നത്. നമ്മൾ തന്നെ ലങ്കയ്ക്ക് പെട്രോൾ കൊടുക്കുന്നുണ്ട്.
ഇതിലും വില കുറവാണ്. അടുത്തടുത്ത രാജ്യങ്ങൾ കൊടുക്കുന്നുണ്ട്. അതായത് ഇന്ത്യൻ പൗരൻ ഇന്ത്യയിൽ നിന്ന് പെട്രോൾ അടിക്കുന്നതിനേക്കാൾ താണ വിലക്ക് 60-70 രൂപയ്ക്ക്, 70 ഇല്ല, ആ വിലക്കാണ് നമ്മൾ ലങ്കയ്ക്കൊക്കെ കൊടുക്കുന്നത്. 50-60 ഉള്ളൂ ലങ്കയ്ക്കും അടുത്തടുത്ത രാജ്യങ്ങൾക്ക്. അതിന് എന്തിനാണ് കൊടുക്കുന്നത്? നമ്മുടെ സ്നേഹം കൊണ്ടൊന്നും അല്ല. നമ്മളിത് കൊടുത്തിട്ടിരുന്നില്ലെങ്കിൽ, ഈ സൗജന്യമൊക്കെ കൊടുത്തിട്ടിരുന്നില്ലെങ്കിൽ ചൈന അവിടെ വന്ന് ലാൻഡ് ചെയ്യും. അത് നമുക്ക് ശല്യമാകും. അതുകൊണ്ട് തൽക്കാലം അവിടെ കിടക്കട്ടെ. അതതിൻ്റെ പൊളിറ്റിക്സ്. അല്ല നമുക്ക് ഇവരോടുള്ള സ്നേഹമോ ഇന്ത്യക്കാരുടെ വെറുപ്പുകൊണ്ടും അല്ല. അപ്പോൾ ഈ കമ്പനികളിൽ ഇത്രയും ചെറിയൊരു ഉൽപ്പന്നത്തിന് അകാരണമായ വില വാങ്ങിക്കൊണ്ട് ആരുടെ ഇഷ്ടമാണ് ഭരണകൂടം ചെയ്യുന്ന അറിയണ്ടേ? അതിപ്പോൾ രാഷ്ട്രീയം അല്ലത്. ഏത് രാഷ്ട്രീയം വന്നാലും അതേ സാധിക്കൂ. അല്ലെ, നമ്മളിതിനകത്ത് പഠിച്ചാൽ, ഈ പൊളിറ്റിക്സിനെ പഠിച്ചാൽ ഇതിൻ്റെ സൂക്ഷ്മാംശങ്ങളിൽ ഒരു വ്യത്യാസവും രാഷ്ട്രീയ പാർട്ടികൾക്കില്ല. LDF, UDF, BJP എന്ന് പറഞ്ഞാൽ അവരെ പൊളിറ്റിക്സ് ഒന്നാണ്. അതിൻ്റെ കോറെന്ന് പറഞ്ഞാൽ ഇതിനെ മാറ്റിക്കൊണ്ടൊരു കളി നടക്കില്ല. ഇതുപോലെ ലോകസമ്പന്നരുണ്ട്. ഈ ലോകസമ്പന്നരിൽ ഇന്ത്യക്കാരുണ്ട്. അപ്പോൾ ഇങ്ങനെ വരുമ്പോൾ ലോകമെങ്ങനെ ചലിക്കണമെന്നുള്ള ആ ചിന്തയുടെ, അല്ലെങ്കിൽ ഇത്തരം കാര്യങ്ങൾ എങ്ങനെ ലോകം പോകണമെന്ന് നിശ്ചയിക്കുന്ന, വില നിശ്ചയിക്കുന്ന, അല്ലെങ്കിൽ ഉൽപ്പന്നങ്ങളുടെ വില നിശ്ചയിക്കുന്ന, ക്രയവിക്രയ രീതി നിർണ്ണയിക്കുന്ന, ഈ സ്ഥിതികളെ മുഴുവൻ കൺട്രോൾ ചെയ്യുന്ന വേറൊരു സിസ്റ്റത്തിന് വിധേയമായിട്ടേ ഇതിന് പ്രവർത്തിക്കാൻ പറ്റുമോ? ആ ഏകാധിപതിയാണ് നമ്മൾ വിളിക്കുന്നത് എതിർക്രിസ്തു. ഇയാൾ പറയുന്നതെല്ലാം സമാധാനം, ഇയാൾ പറയുന്നതെല്ലാം നന്മ, വെൽനസ്. പക്ഷെ ലക്ഷ്യം എന്താ? ലക്ഷ്യം അകൃത്യവും അധർമ്മവും പാപവും ഇതിൻ്റെ മറവിൽ ജനകീയവൽക്കരിക്കുക, തിന്മ ജനങ്ങളിലേക്ക് എത്തിക്കുക. ഇപ്പോൾ കലാലയങ്ങളുടെയൊക്കെ മുമ്പിൽ ചില സംഘടനകളുടെ ബോർഡ്, ഞങ്ങളെ എത്തിക്സ് പഠിപ്പിക്കാൻ ആരും ഇങ്ങോട്ട് വരണ്ട എഴുതിയിരിക്കുക. കുട്ടികൾ പോലും ഈ മയക്കുമരുന്ന് ഉപയോഗങ്ങളും സിന്തറ്റിക് ഡ്രഗ്സുകളുടെ ഉപയോഗങ്ങളും ഒക്കെ ജനകീയമായിരിക്കുക. പണ്ടൊക്കെ നമ്മൾ ഇതിൻ്റെ പേരേ കേട്ടിട്ടുള്ളൂ. ഇത് ദൂരെ എങ്ങാണ്ടുള്ള സംഭവമെന്ന് കേട്ട ആ കാര്യങ്ങളിൽ MDMA എന്നൊക്കെ പറയുന്നത് ദൂരത്തെവിടെയൊന്ന് കേട്ട സംഗതി തൊട്ടടുത്ത സ്ഥലത്ത് 8-10 മീറ്ററിനുള്ളിൽ അച്ചീവ് ചെയ്യത്തക്ക വിധം സ്ഥിതിഗതികൾ മാറിയതെങ്ങനെ? ഈ ലോകം മുഴുവൻ ഒന്നാക്കി മാറ്റിക്കൊണ്ട് ഇപ്പോൾ നടന്നു വരുന്ന ആഗോള വില്ലേജ് എന്നുള്ള സങ്കല്പത്തിൻ്റെ ഒരു പ്രത്യക്ഷ റിസൾട്ടാണ് ഈ കാണുന്നത്. അങ്ങനെ വന്ന് എല്ലാ ധാർമ്മിക നിയമങ്ങളും അപ്രസക്തമാകും. ഞാൻ ആദ്യത്തെ ദിവസം പറഞ്ഞ ഇനി നമ്മൾ നേരിടുന്ന ഏറ്റവും വലിയ പ്രശ്നമാണ് ഈ ഹോമോസെക്സ്വൽസിനെ ചർച്ചിൽ അക്കമഡേറ്റ് ചെയ്യാമോ ഇല്ലയോ. കാരണം ഇത് പെരുകും. നിയന്ത്രിക്കാനാവാത്ത വിധത്തിൽ ലെസ്ബിയൻസും ഇവരുടെ എണ്ണം പെരുകി വരുന്നു. ഈ പ്രവണത ഇത് പാശ്ചാത്യ രാജ്യങ്ങളിലായി. കൗൺസിലിംഗ് വരെ അങ്ങനെ ആയിക്കഴിഞ്ഞു. ഒരു കുട്ടി ജനിച്ചാൽ അവനെ കലാലയത്തിൽ കൊണ്ട് ചേർത്താൽ ഈ കുട്ടിയോട് ക്ലാസ്സിൽ അധ്യാപകർ പറഞ്ഞെടുക്കും, നീ ആണുമല്ല പെണ്ണുമല്ല, യു ഹാവ് ടു ചൂസ് യുവർ ജെൻഡർ. നീ ഒരു ജെൻഡറിലും പെട്ട ആളല്ല, നിനക്ക് ആണാകാം പെണ്ണാകാം. ഇപ്പോൾ ഒന്നും നിനക്ക് പ്രായമാകുമ്പോൾ തീരുമാനിച്ചാൽ മതി. മനസ്സിലായില്ലേ? ജെൻസ് എന്നും ലേഡീസ് എന്നൊക്കെ ഇനി ടോയ്ലറ്റിൽ എഴുതാൻ പാടില്ല. കാരണം അവർ ചൂസ് ചെയ്യണം അവരുടെ ജെൻഡർ ഏതാണ്. കോമൺ ആയി കഴിഞ്ഞതല്ല. ഇനി ഞാൻ ഇങ്ങനൊരു സ്ഥലത്ത് ചെല്ലുമ്പോൾ ഇത്തരം ആളുകൾ കൂടുന്ന ഒരു ചർച്ചയാണ് നമ്മൾ ഉച്ച കഴിഞ്ഞ് വാടകയ്ക്കെടുത്ത് നമ്മുടെ ചർച്ച നടക്കുന്നത്. അപ്പോൾ എഴുതി വെച്ചിട്ടുണ്ട്, ജെൻഡർ ഡിസ്ക്രിമിനേഷൻ പാടില്ല. കണ്ടാലത് നല്ല കാര്യം. ജെൻഡർ ഡിസ്ക്രിമിനേഷൻ പാടില്ല എന്ന് എഴുതിയാൽ നല്ല കാര്യമല്ലേ? പക്ഷെ ഉദ്ദേശിക്കുന്ന കാര്യം എന്താ? ഡു നോട്ട് ക്രിട്ടിസൈസ് ഹോമോസെക്സ്വൽസ്, ലെസ്ബിയൻസിനെ ക്രിട്ടിസൈസ് ചെയ്യരുത്. അപ്പോൾ ഇവിടെ എല്ലാം പേടി, എതിരെ പറഞ്ഞു പോയാൽ കേസൊക്കെ വരും. ഇപ്പോൾ എന്നോട് അവിടുത്തെ ആൾക്കാർ പറഞ്ഞു, പാസ്റ്ററേ ഇങ്ങനെയൊക്കെയാണ് ഇവിടുത്തെ കാര്യം അറിയാമല്ലേ, ഇവരവിടെ നിൽക്കും, നമ്മളെന്താ പറയുന്ന ഗസ്റ്റ് അവരവിടെ നിൽക്കുന്നു എന്ന് അറിഞ്ഞുകൊണ്ട് തന്നെ എനിക്കറിയാവുന്ന ഇംഗ്ലീഷിൽ ഞാൻ ഇതിനൊക്കെ എതിരെ പറഞ്ഞു കഴിഞ്ഞപ്പോൾ ഇവർക്കെല്ലാം ആകെ ഞാനിവരോട് പറഞ്ഞൊരു കാര്യം, ഇവർക്കിങ്ങനെ ജീവിക്കാനുള്ള അവകാശം പോലെയാണ് എനിക്കല്ലാതെ ജീവിക്കാനുള്ള അവകാശം. എനിക്കത് പ്രൊട്ടക്റ്റ് ചെയ്യണ്ടേ? നിങ്ങൾക്ക് വേണമെന്ന് ചോദിച്ചു. പ്രൊട്ടക്റ്റ് ചെയ്യണം. ഒരു പുരുഷന് മറ്റൊരു പുരുഷനെ വിവാഹം കഴിച്ച് ജീവിക്കാനുള്ള അവൻ്റെ സ്വാതന്ത്ര്യത്തെ അല്ല ഞാൻ ക്വസ്റ്റ്യൻ ചെയ്യുന്നത്. അങ്ങനെ അല്ലാതെ ജീവിക്കാനുള്ള എൻ്റെ സ്വാതന്ത്ര്യം എനിക്ക് വ്യതിരിക്തമായി സൂക്ഷിക്കാൻ അവകാശം എനിക്കുണ്ട്. മിക്സ് ചെയ്യാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല, അതേ ഉള്ളൂ. യോജിപ്പുണ്ടോ? പുരുഷന് പുരുഷനെ വിവാഹം കഴിക്കുക, അത് അവൻ്റെ കാര്യം.
പെണ്ണിനെ വിവാഹം കഴിച്ചോട്ടെ, അവരൊരുമിച്ച് ജീവിക്കട്ടെ. പക്ഷെ അതുകൂടാതെയും അത് എന്നിലേക്ക് പകരാതെയും എൻ്റെ കമ്മ്യൂണിറ്റിയിൽ രൂപപ്പെടാതെ ഇരിക്കാനുള്ള എക്സോർട്ടേഷൻ കൊടുക്കാനും അവരെ അങ്ങനെ നിർത്താനുമുള്ള എൻ്റെ അവകാശം എനിക്ക് വലുതാ. നിങ്ങൾ അതിനുവേണ്ടിയും പൊരുതണം. വേണ്ടേ? അവരെ തല്ലാനും കൊല്ലാനും ഒന്നും നമ്മളില്ല. അവർക്കെതിരെയല്ല നമ്മൾ. അവരവരുടെ വഴി, ആ വഴി ചൂസ് ചെയ്യുക. ഇന്നിപ്പോൾ അവർക്കൊക്കെ വേണ്ട എന്താ? ഈ ചർച്ചിനുള്ളിൽ വരണം. ഈ ചർച്ചിനുള്ളിൽ വന്നിട്ട് പൗലോസ് എഴുതി ഇത്തരം ലേഖനങ്ങളുടെ ഭാഗങ്ങൾ എടുത്തിട്ട് ഇതൊക്കെ കാലഹരണപ്പെട്ടു, അവരെ ചേർത്ത് നിർത്തണം, കൺസേൺ കാണിക്കണം, ഇങ്ങനെയുള്ള വാദങ്ങൾ പെരുക. അവർ സംഘം ചേരുക. കഴിഞ്ഞിടയ്ക്ക് കൊട്ടാരക്കര വലിയ അടി കിടക്കുന്നതാണ്. അത് കണ്ടാൽ വളരെ, കാരണം ഇവർ സ്ത്രീകളുടെ രൂപമാണ്, ഉള്ളിലൊരു പുരുഷനാണ്. അപ്പോൾ അടിക്കാൻ നല്ല ശേഷിയാണ്, ആക്രമിക്കാൻ നല്ല ശേഷിയാണ്. അങ്ങനെ പോലീസുകാരെ തല്ലുന്നത്, തിരിച്ചടിക്കുകയാണ്. അപ്പോൾ അവരുടെ പക്ഷത്തെ ആളുകൾ അങ്ങ് ഏകപക്ഷീയമായി ചേരുക. അപ്പോൾ ഇത് ഇതൊക്കെ ഞാൻ അമേരിക്ക വ്യവസ്ഥയിലകത്തു. അവരൊന്നും ഇതിനെതിരെ പറയാൻ പറ്റില്ല. പക്ഷെ അവിടെയും പോരാടേണ്ടത് നമ്മുടെ സ്വാതന്ത്ര്യം വലുതാ. ഇത് ചർച്ചിനകത്തേക്ക് കൊണ്ടുവരികയും ചർച്ചുകൾ ഇത്തരം കല്യാണം വാഴ്ത്തണം. എൽസിയിലേക്ക് വന്നു, ബിഷപ്പുമാർ പലത് ചെയ്തു കൊടുത്തു. നമ്മൾ കണ്ടതാണ്. ഒരു മാർപ്പാപ്പ പറയുക, അവർ സ്വർഗരതിക്കാരെ നമ്മൾ ഇത്രയും നാൾ അകത്തി നിർത്തിയത് പാപമായിപ്പോയി, തെറ്റായിപ്പോയി. പോപ്പ് പിന്നെയും മേയ കുൾപ്പ എന്ന് ഒത്തിരി നേരം പറയാറുണ്ട്. എൻ്റെ പിഴ, എൻ്റെ വലിയ പിഴ. ആരുടെ പിഴയാണെന്നൊന്നും നമുക്കറിയത്തില്ല. പക്ഷേ ഇത്തരം വിഷയങ്ങൾ ചർച്ചിനുള്ളിലേക്ക് നുടഞ്ഞു കിടക്കുകയാണ്, ചർച്ചിനെ മലീമസപ്പെടുത്തുകയാണ്. അപ്പം തെറ്റിനെ ഇതിനകത്തേക്ക്, സമൂഹത്തിൻ്റെ ഇടയിലേക്ക് തെറ്റിനെ വിന്യസിപ്പിക്കലാണ് ക്രിസ്തുവിൻ്റെ ശ്രമം. അപ്പം ഈ മൂല്യരാഹിത്യം 1-ാം നൂറ്റാണ്ട് മുതൽ കണ്ടുകൊണ്ട് പറയുകയാണ്, അവൻ നിങ്ങളുടെ ഇടയിൽ ഇപ്പോഴുണ്ടെന്ന്. ക്രിസ്തുക്കൾ എഴുന്നേറ്റിരിക്കുന്നു, നിങ്ങൾ അറിയുന്നില്ലയോ പ്രിയമുള്ളവരെ എന്നെല്ലാം പഠിപ്പിച്ച അപ്പോസ്തലന്മാർ പറഞ്ഞ കാലത്ത് നിന്ന് 2000 ആണ്ട് പിന്നിടുമ്പോൾ അതിൻ്റെ ശക്തി ഏറെ വർദ്ധിച്ചിരിക്കുന്നു. പാവത്തെക്കുറിച്ച്, തിന്മയെക്കുറിച്ചുള്ള കോൺസെപ്റ്റ് തന്നെ മാറിയിരിക്കുന്നു. അതിൻ്റെ രീതികളെല്ലാം മാറിയിരിക്കുന്നു. എല്ലാ തലത്തിലും അത് പിടിമുറുക്കുന്നു. ആശങ്കാകുലമായ അത്തരമൊരു പശ്ചാത്തലത്തിലേക്ക് ലോകം പോകുമ്പോൾ അറിയാതെ മറ്റൊരു ഒരുക്കം ഇവിടെ നടക്കുന്നുണ്ട്. അത് ദൈവസഭയുടെ ഒരുക്കമാണ്. എന്തിനു വേണ്ടി? ടു റിസീവ് ജീസസ് ക്രൈസ്റ്റ് അവർ ലോർഡ് ആൻഡ് സേവിയർ. നമ്മുടെ കർത്താവിനെ എതിരേൽക്കാൻ നമ്മൾ ഒരുങ്ങാണ്. അപ്പോൾ സഭ ഒരുങ്ങുന്നു ക്രിസ്തുവിനെ എതിരേൽക്കാൻ, ഇസ്രായേൽ ഒരുങ്ങുന്നു മശിഹയെ എതിരേൽക്കാൻ, മഹദിയാം ബാബിലോൺ ഒരുങ്ങുന്നു ക്രിസ്തുവിനെ എതിരേൽക്കാൻ. ഈ തയ്യാറെടുപ്പുകൾക്ക് നടുവിൽ നമുക്ക് എംഫസൈസ് ചെയ്യേണ്ടത് സഭയുടെ പ്രത്യാശ എന്നുള്ളതാണ്. സ്തോത്രം. സഭയുടെ പ്രത്യാശയെപ്പറ്റി നമുക്ക് ചിന്തിക്കാൻ അനവധി കാര്യമുണ്ട്. ഇന്നലെ ചോദിച്ചു നിർത്തിയ ചില ഭാഗങ്ങളിലൂടെ ഞാനെന്ന് വരിക. നമ്മൾ കാത്തിരിക്കുന്നതിനാ കർത്താവിൻ്റെ വരവ്. ഈ കർത്താവിൻ്റെ വരവിൽ സഭയെടുക്കപ്പെട്ടു. ഇന്നലെ കാർത്തദാസനാണെന്ന് പറഞ്ഞ 7 കൊല്ലവും അതിന് ശേഷമുള്ള കാര്യം നമുക്കൊന്ന് ചർച്ച ചെയ്യണം. അപ്പോൾ അതിലേക്കൊന്ന് പോകാം. ശ്രദ്ധയോടിരിക്കണം. നമുക്കൊരു തിരുവചന ഭാഗം, പരിചയമുള്ള ഒരു തിരുവചന ഭാഗം ഒന്ന് വായിക്കാം. യെശയ്യാ പ്രവചനം 14-ാം അധ്യായം അതിൻ്റെ 9 മുതൽ ഒന്ന് വായിച്ചോളൂ. ആ വായിച്ചോ. ആ ആ ആ ആ ആ മതി, നമുക്കറിയാവുന്ന ഭാഗമാണ്. അപ്പം ഇതെന്ന് സംഭവിച്ച ഇന്നലെ ചില കുഞ്ഞുങ്ങളൊക്കെ ചോദിച്ചു, ആദിമഭൂമിയെ പറ്റിയൊക്കെ പഠിച്ച കാര്യങ്ങൾ ചോദിച്ചു. ഇതെന്നായി സംഭവിച്ചത്? ഫോളൻ ഏഞ്ചൽ ഇൻസിഡൻറ്റ്.
ലൂസിഫറിൻ്റെ പതനം എന്നാ സംഭവിച്ചേ? പറഞ്ഞോ, ഇത് ക്ലാസ് കൂടാണ്, പറയാം. ഏഡമിക് ഭൂമിയുണ്ടാകുന്നതിന് മുമ്പല്ലേ വീണു. അപ്പോൾ ലൂസിഫറിനെ വെട്ടി താഴെ ഇട്ടു. അപ്പോൾ ലൂസിഫറിനെ വെട്ടി താഴെ ഇട്ടെങ്കിൽ നമ്മൾ ഇപ്പോഴിതാരോടാ പൊരുതുന്നത്? നമുക്കൊരു പോരാട്ടം ഉണ്ടല്ലോ. നമ്മളിങ്ങനെ പ്രാർത്ഥിച്ചിട്ട് വിട്ടുപോകാൻ കൽപ്പിക്കുന്നൊക്കെ പറയില്ല. ആരോടാണ്? ആ ഗ്രൂപ്പാണ്. അതിലാരോടാണ്? ക്യാപ്റ്റനിട്ട് വെട്ടുകിട്ടി ആ ഗണത്തെ മുഴുവൻ കളഞ്ഞു എന്നാണല്ലോ. പിന്നെ ഇതാരെയാ ശാസിച്ച്? നമുക്ക് പോരാട്ടമുണ്ട്. സ്വർലോകങ്ങളിലെ ദുഷ്ടാത്മസേനയുണ്ട്, വാഴ്ചകളും അധികാരങ്ങളും ഉണ്ട്. ക്യാപ്റ്റൻ ദൈവം വെട്ടേറ്റ് വീഴുകയും ചെയ്തു. വേറെടുത്ത് പറയാണ്, പാപം ചെയ്ത ദൂതന്മാരെ അന്ധകാരത്തിൻ്റെ കീഴിൽ എന്നേക്കുമുള്ള ചങ്ങലയിൽ സൂക്ഷിച്ചിരിക്കുക, പൂട്ടിയിട്ടേക്കുക. ആ രണ്ടും ഒരു കൂട്ടരാണോ? ആണോ? ലൂസിഫർ തന്നെയാണോ? ആണെങ്കിൽ ഈ ചങ്ങലയിലിട്ട് പൂട്ടി, അഗാധ കൂപത്തിലിട്ട് പൂട്ടിയെങ്കിൽ പിന്നാരെയാ ശാസിക്കുന്നത്? അവൻ അവിടെ കിടക്കില്ലേ? അവൻ പറയില്ലേ, ഞാനിങ്ങനെ പൂട്ടിക്കിടക്കാം, നിങ്ങൾ വിട്ടാലത് ഞാൻ പോകുകയില്ല എന്ന് പറയില്ലേ? പ്രശ്നം മനസ്സിലായോ? ഇല്ല. ഈ വെട്ടുകിട്ടി താഴെ വീണവനെ നമ്മൾക്കെങ്ങനെ ശാസിക്കാൻ പറ്റുന്ന ചോദ്യമല്ല. അവൻ എന്ത് ആക്ടിവിറ്റി ഇപ്പോൾ പറ്റും? ശരിയാണോ? ഇത് ശരിയാണോ? ഒരുത്തരെ വെട്ടിയിട്ടേക്കാണ്. വെട്ടി നിലത്ത് വീണവൻ എങ്ങനെ സ്വർലോകങ്ങളിലെ ദുഷ്ടാത്മസേനയെ നയിക്കും? അരുണോദയപുത്രനായ ശുക്ര, നീ വെട്ടറ്റ് നിലത്ത് വീണതെങ്ങനെ? ജാതികളെ താഴ്ത്തിക്കളഞ്ഞവനെ, ഈ വാക്യം താഴോട്ട് കിടക്കുകയാണ്. ഞാനിതിൻ്റെ നിങ്ങൾക്കുണ്ടായൊരു സംശയം, ഇപ്പോൾ ഒരു സംശയം ഉണ്ടായിട്ടുണ്ടല്ലേ? ഇവനെ വെട്ടിയിട്ടു. അപ്പം എങ്ങനെയാണെങ്കിൽ ഇന്ന് ഭൂമിയിൽ ഇവനെ കൊണ്ട് ശല്യമുണ്ടാകുമോ? വെട്ടുകിട്ടി വീണവനെ കൊണ്ട് ശല്യം ഉണ്ടാകുമോ? ഉണ്ടാകാനൊരു സാധ്യതയില്ല. ഒറ്റവാക്കിൽ പറയാം, ഈ പ്രോവസി സംഭവിച്ചിട്ടില്ല, സംഭവിക്കാനിരിക്കുന്നതാണ്. പക്ഷേ ഇത് ആദ്യം കേൾക്കായിരിക്കും. അതുകൊണ്ട് ഇത് കേട്ട് കഴിഞ്ഞ് ഒരു വിയോജിപ്പ് പറയാനുള്ളൂ. കേട്ടിട്ട് എന്തേലും വിയോജിപ്പുണ്ടെങ്കിൽ പറയുകയും വേണം, ചോദിക്കുകയും വേണം. ഈ പ്രൊവസി ഇതുവരെ ഫുൾഫില്ലാകാത്ത, നടക്കാനുള്ള ഒരു പ്രവചനമാണ്. അപ്പോൾ പിന്നെ എന്താ സംഭവിച്ചത്? ദൈവസന്നിധിയിൽ ആരാധന നടത്തിക്കൊണ്ടിരുന്ന ലൂസിഫർ എന്ന ഈ ശക്തിക്ക് എന്ത് സംഭവിച്ചു എന്ന് എസെക്കിയേൽ 28 നമ്മൾ വായിക്കുന്നുണ്ട്. അവിടെ ഒന്ന് വായിച്ചട്ടെ. 28:12, 11. ആ ആ ആ ആ ആ ആ ആ ആ ആ ഇതുകൂടെ ഒരു കാര്യം കൂടെ തിരുത്തിക്കണം. ദൂതൻ 12 വിധ രത്നങ്ങൾ കൊണ്ട് രൂപപ്പെട്ടു എന്നൊരു വാദമുണ്ട്. ഇതിൻ്റെ പാതിയെ പറഞ്ഞിട്ടുള്ളൂ, മുതലായ സകലതും ഇനിയും കിടക്കുന്നുണ്ട് ബാക്കി. അപ്പോൾ രത്നങ്ങൾ നിന്നെ മൂടിയിരുന്നു. പിന്നെ ആ ആ ഇതിലൊരു പരിഭാഷ മിസ്റ്റേക്ക് ഉണ്ട്. നിങ്ങൾ ഇംഗ്ലീഷ് വായിച്ചാൽ മനസ്സിലാകും. Thy pipes and harps are made out of gold and silver. സ്വർണം കൊണ്ടായിരുന്നു. നിന്നെ തീർത്ത നാളിൽ നിന്നിലുള്ള കുഴലുകളുടെയും നാദസ്വരങ്ങളുടെയും പണി, thy harps and pipes are made out of gold. സ്വർണം കൊണ്ടുള്ളതായിരുന്നു. മറയ്ക്കുന്ന കെരൂബേ, ദൈവം നിന്നെ ദേവപർവ്വതത്തിലിരുത്തിയിരുന്നു.
നിന്റെ സാഹസത്തിൻ്റെ പെരുപ്പ നിമിത്തം അന്തരംഗം ഗർവം കൊണ്ട് വികസിച്ചു. ഒറ്റ വാക്കി പറഞ്ഞാൽ, ഇത്രയും സൗന്ദര്യവാനായ ബുദ്ധിമാനായ അതിനം പറയുകയാണ്, നീ മാതൃകാമുദ്രയാകുന്നു, ജ്ഞാനസമ്പൂർണനാകുന്നു. ഈ പതനം വരുന്നതിൻ്റെ തൊട്ട് മുമ്പ് വരെ നീ നടപ്പിൽ നിഷ്കളങ്കനായിരുന്നു. അപ്പോൾ നിഷ്കളങ്കതയും സൗന്ദര്യവുമെല്ലാം ഒത്തുകൂടിയവനിൽ ഒരു പൈശാചിക ചിന്ത സ്വയം ഉരുത്തിരിഞ്ഞു. ആ ചിന്ത എന്താ? ഞാൻ അത് യെശയ്യാ പൂരിപ്പിക്കുന്ന സ്വർഗത്തിൽ കയറും, അത്യുന്നതനോട് സമനാകും. എൻ്റെ സിംഹാസനം അത്യുന്നതിൻ്റെ സിംഹാസനത്തിന് മീതെ വെക്കും. സമനാകാൻ ആഗ്രഹിച്ചു, മീതയും ചെല്ലാൻ ആഗ്രഹിച്ചു. ദൈവം നിന്നെ അഗ്നിമയ പർവ്വതങ്ങൾ രഥങ്ങളുടെ മധ്യേ നിന്നും മുടിച്ചു കളഞ്ഞു. ഈ നിഗളിച്ചവന് കിട്ടിയത് ദൈവത്തിൻ്റെ സാന്നിധ്യവാസമുള്ള ഇടത്ത് നിന്ന് അവനെ മുടിച്ചു. അവൻ്റെ ആ പതനം താഴേക്കാണ്. പക്ഷെ പ്രശ്നം, 3 തരം സ്വർഗങ്ങളെക്കുറിച്ച് വചനം പറയുന്നു. 1-ാം സ്വർഗം, 2-ാം സ്വർഗം, 3-ാം സ്വർഗം. അതിൽ ദൂതഗണങ്ങൾ പാർക്കുന്ന 2-ാം സ്വർഗം വരെ പിശാചുക്കൾക്ക് ചെല്ലാം, ഭൂമിയിലും പ്രവർത്തിക്കാം. അങ്ങനെ ഒരു ദിവസം ദൈവപുത്രന്മാർ യഹോവയുടെ സന്നിധിയിൽ നിൽപ്പാൻ ചെന്നു. സാത്താനും ചെന്നു. എവിടെ വരെയാ? ദൂതഗണങ്ങൾ നിൽക്കുന്ന ഇടം വരെ, അവിടെ വരെ ചെല്ലാം. ഭൂമി മൊത്തം അവൻ്റെ അധീനതയിൽ. ഇപ്പം ഈ ഒരു സർക്കിളിൽ ഭൂമിയിൽ സ്വർലോകങ്ങളിൽ ഒക്കെ വ്യവഹരിക്കുകയാണ്. അവന് ചെല്ലാൻ പറ്റാത്ത ഇടം ദൈവത്തിൻ്റെ സിംഹാസനം. ഇന്നലെ ചോദിച്ച പോലെ ആ പ്രദേശം ഒഴികെ ബാക്കി എല്ലായിടെങ്കിലും അവിടെ ഇരുന്ന് ദൈവത്തിന് ഇവനോടും ഇവന് ദൈവത്തോടും സംസാരിക്കാം. ഇവനെ ഭ്രഷ്ടനാക്കി വിട്ടു. ചുരുക്കി പറഞ്ഞാൽ സ്ഥാനഭ്രംശമാണ് ഇപ്പോൾ സംഭവിച്ചത്, വെട്ടല്ല. ഇപ്പം വെട്ടില്ലേ? വെട്ടുണ്ട്, വെട്ട് ബാക്കി വെച്ചിരിക്കുക, വരാനിരിക്കുക. അതുകൊണ്ടാണ് ലൂസിഫർ ഉള്ളത്. അവൻ ഇപ്പോഴും പ്രവർത്തിക്കുന്നു. തൽക്കാലം അത്ര അവിടെ നിൽക്കട്ടെ, നമുക്കിതിൻ്റെ ബാക്കിയിലൂടെ ഒന്ന് പോകാം. അപ്പോൾ നിങ്ങളുടെ സംശയം മാറുന്നില്ലെങ്കിൽ നമുക്ക് പരിഹാരം ഉണ്ടാക്കാം. ഇനി ഈ പറഞ്ഞ പോലെ അല്ലെങ്കിൽ, നിങ്ങൾ ഇതുവരെ ധരിച്ചു വെച്ചതുപോലാണെങ്കിൽ ചില ചോദ്യത്തിന് ഉത്തരം നിങ്ങൾ തരേണ്ടി വരും. കാരണം ഇവിടെ എഴുതിയിരിക്കുകയാണ്, ജാതികളെ താഴ്ത്തിക്കളഞ്ഞവനെ, നീ ഞങ്ങൾക്ക് തുല്യനായോ? ഇവൻ ഏത് ജാതിയാ താഴ്ത്തി? അവൻ ഏത് ജാതിയാണെന്നുള്ളത്? ഞങ്ങൾക്ക് തുല്യനാണോ എന്ന് ചോദിക്കുമ്പോൾ ഇവന് മുന്നമേ ആരാ വീണല്ലോ, അവർക്ക് തുല്യനായോ എന്നല്ലേ പറയുന്നേ. പിടികിട്ടിയോ? പണ്ടേ വെട്ടിയിട്ടു എന്നുള്ളത് ചേരൂല എന്ന് ഞാൻ പറഞ്ഞതിൻ്റെ തെളിവുകളെടുക്കാം, വായിക്കാം. നമുക്ക് 17-ാം വാക്യം മുതൽ 16-ാം വാക്യം മുതൽ, അല്ല 14-16, യെശയ്യാ 14-16. ആ ആ ആ കണ്ടോ, ഭൂമിയെ നടുക്കയും രാജ്യങ്ങളെ കുലുക്കയും ആ ആ ആ കണ്ടോ, ഇവൻ്റെ പണി പറയാം. അവൻ ഭൂതലത്തിലെ പട്ടണങ്ങളെ ഇടിച്ചു, തൻ്റെ ബദ്ധന്മാരെ അടിച്ചുവിടാതിരിക്കുകയൊക്കെ ചെയ്തു. അപ്പോൾ ഇവൻ ഫോളൻ ഏഞ്ചൽസ് അന്നിതൊക്കെ സംഭവിക്കുമ്പോൾ ഭൂമിയിലൂടെ പട്ടണം. അവനെ കാണുന്നവർ ആരാ? ഇവനല്ലയോ എന്ന് ചോദിക്കും. തീർന്നില്ല. പിന്നെ ആ ആ ആ ആ ആ മതി. ഇനി 10-ാം വാക്യം വായിച്ചാൽ അതിൻ്റെ അവരൊക്കെ നിന്നോട് ചോദിക്കും അന്ന് വെട്ടേറ്റ് വീഴുമ്പോഴേ, നീ ഞങ്ങളെപ്പോലെ ബലഹീനനായോ, ഞങ്ങൾക്ക് തുല്യനായോ? അപ്പം ഇവന് മുമ്പ് ഇതുപോലെ പതനം വന്ന വെട്ടേറ്റ് വീണ ആരോ ഉണ്ടെന്ന് പറയേണ്ടി വരും. അതിന് ബൈബിളിൽ സൂചന ഇല്ല. അപ്പോൾ ബൈബിൾ വ്യാഖ്യാനിക്കുമ്പോൾ
തൊട്ടു മുമ്പിലും പുറകിലുമുള്ള വാക്യങ്ങൾ എടുക്കാതെ ഇടയ്ക്കൊന്ന് എടുത്തുകൊണ്ട് പോയാൽ ഇത്തരം സാധനങ്ങൾ ഇങ്ങനെ എഡ്ജ് ചെയ്ത് നിൽക്കുമ്പോൾ നമ്മൾ പോലും ആദ്യമായിരിക്കും ശ്രദ്ധിക്കുന്നത്. ഇപ്പം സംശയം വന്നോ? സംശയം ഉണ്ടായോ? കുറഞ്ഞ വർഷം സംശയമായി. ഉപദേശം എന്തൊക്കെയാണ് പറയുന്നത്? വെട്ടി വീണില്ല. വെട്ടിൽ വീണില്ല എന്ന് പറയാൻ കാരണം ഈ സംഗതികളെ ബാക്കി വാക്യം ഇങ്ങനെ നിൽക്കുക, മുഴച്ച് നിൽക്കുക. ഈ ചോദ്യങ്ങളെ ഭൂപാലന്മാരായ പ്രേതന്മാർ എഴുന്നേറ്റ് ചോദിക്കുകയാണ്, നീ ഞങ്ങളെപ്പോലെ ബലഹീനനായോ, ഞങ്ങൾക്ക് തുല്യനായോ? ഭൂമിയും അതിലെ പട്ടണങ്ങളെ ഇടിച്ചവനെ, തൻ്റെ ഭക്തന്മാരെ അഴിച്ചുവിടാതിരുന്നവനെ, ഏത് ഭൂമിയിലെ ഏത് പട്ടണം, ഏത് രാജാക്കന്മാർ? ഇത്രയും പതനം സംഭവിച്ച ഒരു ജനതയ്ക്കല്ലേ ചോദിക്കാൻ പറ്റൂ, നീ ഞങ്ങൾക്ക് തുല്യനായോ? ഈ ഞങ്ങളാര്? അപ്പോൾ ഒരു മാർമിക സത്യത്തിൻ്റെ ചുരുളാണ് നമ്മളൊന്ന് അഴിക്കാൻ പോകുന്നത്. ശ്രദ്ധിച്ചിരിക്കണം. കുട്ടികൾ ഇന്നില്ലാഞ്ഞ നന്നായി, കാരണം അവർക്ക് വേണ്ടി പറയുന്നതാണ് ഈ ശാസ്ത്രവും ചരിത്രവും ഒക്കെ. ഇത് ഇച്ചിരി സ്പിരിച്വലായ കാര്യമാണ്, ശ്രദ്ധിച്ചിരിക്കണം. എന്താ പറയുന്നു? സന്തോഷമാണ്. അമ്മച്ചിമാരൊക്കെ ഒരു പ്രയാസം, ഇത്രയും നാൾ ഞങ്ങൾ വ്യർത്ഥമായിട്ട് ശാസിച്ചല്ലോ, ഇനി കാര്യം പറഞ്ഞിട്ട് ശാസിക്കാനുള്ള വഴിയാണ് പറയുന്നത്. ഇത് മൊത്തം കേൾക്കാതെ പാതി കേട്ടാൽ ഇങ്ങനെ ഒന്ന് എന്തൊക്കെയോ പുതുതായിട്ട് പറഞ്ഞിട്ട് പോയി. ഒരു കാര്യം ഞാൻ ഗ്യാരണ്ടി തരാം, ഈ പറയുന്ന കാര്യം ശരിക്ക് ഗ്രഹിച്ചാൽ അനായാസന ഇത് മനസ്സിലാക്കാൻ പറ്റുമെന്ന് മാത്രമല്ല, ഈ എഡ്ജ് ചെയ്ത് നിൽക്കുന്ന ചോദ്യങ്ങൾക്കെല്ലാം ഒരു ഉത്തരം കൂടെ കൃത്യം കിട്ടും. അത് പരിഹരിച്ചിട്ടേ പോകുള്ളൂ, അതിന് നേരമുണ്ട്. തീരെ ഇനി ഇത്രയും വിഷയം, ആ സംശയം അവിടെ കിടക്കട്ടെ, വേറൊരു വഴിക്ക് കയറി വന്ന് പരിഹരിക്കുക. അപ്പോൾ സംശയമായി പറഞ്ഞ കാര്യം ഒന്ന്, വെട്ടറ്റ് നിലത്ത് വീണു എന്ന് പറയുന്ന സംഭവം ഇതുവരെ നടന്നിട്ടില്ല, നടക്കാനുള്ളതാണ് എൻ്റെ വാദം. ഒന്ന് നടന്നിട്ടില്ലെന്ന് പറയാൻ കാരണം, യെശയ്യാവിലും എസക്കേലും പറയുന്ന സംഭവങ്ങളുടെ ഇതര കാര്യങ്ങൾ നടന്നു എന്ന് വാദിക്കുമ്പോൾ ഇതിനോട് യോജിക്കാതെ വരും. എക്സാമ്പിൾ, അന്ന് ഭൂമി സകല തൻ്റെ പ്രേതന്മാരെ ഉണർത്തിക്കൊണ്ട് ചോദിക്കും, മരിച്ചുപോയവർ വന്നിട്ട് ചോദിക്കുമെന്ന്, നീ ഞങ്ങൾക്ക് തുല്യനായോ? നീ ഞങ്ങളെപ്പോലെ ബലഹീനനായോ? അവ വിലാപം കഴിച്ചുകൊണ്ട് ചോദിക്കും, ഭൂമിയും അതിലെ പട്ടണങ്ങളും ഇടിച്ചവനെ. അന്ന് വെട്ടേറ്റ് വീണെങ്കിൽ എവിടെ ഭൂമി, എവിടെ പട്ടണം? ഏത് പട്ടണത്തെ ആരിടിച്ചു? ജാതികളെ താഴ്ത്തിക്കളഞ്ഞവനെ, ഏത് ജാതിയെ ലൂസിഫർ താഴ്ത്തി? നമുക്കവനെക്കുറിച്ചുള്ള ആകെയുള്ള തെറ്റ്, ഞാൻ സ്വർഗത്തിൽ കയറും, അത്യുന്നതൻ്റെ സിംഹാസനത്തിനൊപ്പം അതിന് മീതെ വെക്കും. ഇതൊഴിച്ച് അവൻ പട്ടണത്തെ ഇടിച്ചതായിട്ടൊന്നുമില്ല, അവന് പട്ടണമില്ല. ആദിമഭൂമിയിൽ ഉൽപ്പത്തി 1 മുമ്പ് സംഭവിക്കേണ്ട കാര്യമാണ്. അപ്പോൾ ഇവിടെ ഒന്നും അങ്ങനെയെങ്കിൽ അന്ന് മനുഷ്യരുണ്ടെന്നും പട്ടണമുണ്ടെന്നൊക്കെ പറയേണ്ടി വരും, പരിഹരിക്കാൻ പറ്റില്ല. അപ്പോൾ ഇനി നമുക്ക് മറ്റൊരു വഴിക്ക് അങ്ങോട്ട് വരാം. ദൈവത്തിൽ പിതാവ്, പുത്രൻ, പരിശുദ്ധാത്മാവ് എന്ന ത്രിയേകത്വം ഉള്ളതുപോലെ സാത്താൻ എന്ന് പറയുന്ന ഒരു ശക്തിയെപ്പറ്റി പഠിക്കണം. ഈ സാത്താൻ എന്ന പദം നമുക്കൊന്ന് പഠിച്ചു വരാം. അതിന് പിശാചെന്നാണല്ലോ നമ്മൾ കോമൺ ആയിട്ട് പറയുന്നത്. സാത്താൻ എബ്രായ പദമാണ്, മലയാളമല്ല. മലയാളത്തിൽ നിന്ന് അങ്ങനെ ഇങ്ങനെ വന്ന വേഷം മാറാതെ സാത്താൻ. എബ്രായ ഭാഷയിലും പറയുന്നത് സാത്താൻ എന്ന് തന്നെയാണ്, ഇംഗ്ലീഷിൽ സേറ്റൻ. നമ്മളിവനെ വിളിക്കുന്ന പേര് പിശാച്. പിശാച് എന്ന പദം ബൈബിളിൽ ആദ്യം എവിടെ പറയാമോ? പുസ്തകം പറഞ്ഞാൽ മതി. ആദ്യം വെളിപ്പാടിലാണ്. അത് ഭയങ്കര വായനയായിപ്പോയല്ലോ. ആ വെളിപ്പാടിൽ എന്ന് പറഞ്ഞ ആളാ പുള്ളിക്കാരി വെളിപ്പാടിൽ നിന്നായിരിക്കും വായിച്ചു തുടങ്ങി. അതുകൊണ്ടോ? കറക്റ്റ്, മത്തായി. പഴയ നിയമത്തിൽ എവിടെയും പിശാച് എന്നൊരു പദം ഇല്ല. ബൈബിളിൽ ആദ്യം കിടന്ന് മത്തായിയുടെ സുവിശേഷം 4:1 വായിക്കേണ്ട. അനന്തരം പിശാചിനാൽ പരീക്ഷിക്കേണ്ടതിന് യേശുവിനെ ആത്മാവ് മരുഭൂമിയിലേക്ക് നടത്തി. ഗ്രീക്കിൽ അവൻ്റെ പേര് ഡയോബോലസ്. ഡയോബോലസ് അർത്ഥം അപവാദി എന്നാണ്. അപവാദി. ഈ സാത്താൻ എന്ന പദം ബൈബിളിൽ ഇവിടെ ആദി ഏത് പുസ്തകത്തിലാണ് പറഞ്ഞു? ഉൽപ്പത്തിയിൽ സാത്താൻ എന്ന് കാണിച്ചാൽ 14 ഉറുപ്പിക ഇപ്പം തരാം.
അത് കാണിക്കാൻ പറ്റില്ല, എനിക്കൊരു 1000 ഉറുപ്പിക ഇങ്ങോട്ട് തരണം, എങ്കിലേ ഈ മത്സരത്തിൽ പങ്കെടുക്കാം. ആദ്യം കാണുമോ? അപ്പോൾ അത് വിട്ടേക്ക്, അത് നമ്മുടെ കുഴപ്പമില്ല. എബ്രായ ബൈബിളിൽ ആദ്യം ഈ പദം കാണുന്നത് കൃത്യമായിട്ട് മലയാളത്തിലും ഇംഗ്ലീഷിലും എഴുതിയിട്ടില്ല. അതുകൊണ്ട് ഞാൻ അവിടെ നിന്ന് പറയാം. ഈ റെഫറൻസ് ഓർത്തിരിക്കണം. സംഖ്യ പുസ്തകം 22-22, സംഖ്യ നമ്പേഴ്സ് 22-22. എന്താ പറയണ്ടേ? യഹോവയുടെ ദൂതൻ ബിലയാമിൻ്റെ മുമ്പാകെ പ്രതിയോഗിയായി നിന്നു. ഓർക്കുന്നുണ്ടോ മറ്റേ ഈ കഴുത സംസാരിച്ച സംഭവം? കഴുതയുടെ പുറത്ത് ബിലയാം പോവാണ്. അങ്ങോട്ട് പോകുമ്പോൾ ദൂതൻ നിന്നു. ഞാൻ ഈ ഭാഗം വായിക്കുമ്പോൾ ഓർക്കുന്നത്, ഞങ്ങളിവിടെ ഒരു പാസ്റ്റർ വന്നു, പാസ്റ്റിംബറാണ്, ഇങ്ങനെ അടിച്ച് തീർത്തൊരു പയ്യനാണ്, നല്ല സൂപ്പർ പ്രസംഗം കേട്ടോ. പ്രസംഗം ചെയ്തിട്ട് വന്നിട്ട് പറയാ, ദൈവമക്കളെ, ഈ ദൂതനെ കാണുകയും ബിലയാമിൻ്റെ കഴുത ഡിസ്ക് ബ്രേക്ക് ഇട്ട് പോലെ അവിടെ നിന്നു. കഴുതയാ ഡിസ്ക് ബ്രേക്ക് ഇട്ട്. പക്ഷെ 4 കാലിലും പിടി വന്നു, ഇങ്ങനെ ഒറ്റ നിപ്പ്. അപ്പോൾ ഈ കഴുത സംസാരിച്ചു. എന്താ സംസാരിച്ചേ? നീ ഉമ്മ എന്നെ തല്ലരുത്, ഞാൻ നിൻ്റെ കഴുതയല്ലേ, കണ്ടോ, ക്ഷമിക്കണം. ആര് സഖാക്കളുണ്ടെങ്കിലും ക്ഷമിക്കണം. കമ്മ്യൂണിസം തുടങ്ങുന്ന ഇവിടുന്നാണ്. എസ്എഫ്ഐയിലൊക്കെ ആണെങ്കിൽ മോൻ ക്ഷമിക്കുകയല്ല, രക്ഷയില്ല. കഴുതയാണ് ആദ്യമായിട്ട് യജമാനോട് പ്രതികരിച്ചത്. എന്നാ ഇത് ശരിയല്ല, ഞാൻ നിൻ്റെ കഴുതയാ. തൊഴിലാളിയുടെ ആദ്യത്തെ കലഹമാണ് ഈ കാണുന്നത്. എവിടാ നിൻ്റെ യജമാനായിട്ട് ഞാൻ നിന്നെ ഇത്രയും നാൾ കൊണ്ടു നടന്നു, ഇന്ന് വരെ നിന്നോട് ഞാൻ കലഹിച്ചിട്ടില്ല. ഇപ്പോൾ എനിക്ക് പറ്റാത്തതിൻ്റെ കാര്യം എന്താ? ദേ ദൂതൻ. പിന്നെ കഴുത മിണ്ടിയിട്ടുമില്ല. മിണ്ടിയിട്ടുണ്ടോ? എന്താ കഴുത മിണ്ടാഞ്ഞെന്നറിയോ? ഈ കഴുത പിന്നെയും മിണ്ടിയിരുന്നെങ്കിൽ നമ്മൾ പ്രോഗ്രാമിന് വിളിച്ചേനെ പുള്ളിയെ. വചനം കറക്റ്റാന്ന് പറഞ്ഞ് പോസ്റ്റൊക്കെ അടിച്ച് വിളിച്ചേനെ. അതാ നമ്മുടെ ഒരു സ്വഭാവം. പോട്ടെ. അപ്പോൾ ഈ കഴുത അവിടെ പറയുക, യഹോവയുടെ ദൂതൻ മലയാളത്തിൽ കിടക്കുന്ന പ്രതിയോഗിയായി നിന്നു. ശരിയല്ലേ? അങ്ങനല്ലേ? 22-22 അങ്ങനല്ലേ? പ്രതിയോഗിയായി ദൂതൻ നിന്നു. ഈ പ്രതിയോഗിക്ക് എബ്രായ ഭാഷ കിടക്കുന്ന പേരാ സാത്താൻ. സാത്താനായി ദൂതൻ നിന്നു. അപ്പോൾ ഒരു കാര്യം മനസ്സിലായി. ഈ സാത്താൻ എന്നത് ഒരർത്ഥം ധ്വനിപ്പിക്കുന്നു, തടസ്സം നിൽക്കുന്ന ആൾ, പ്രതിയോഗി. നല്ലർത്ഥമാണെങ്കിലും ഇത് ദൂതനെ പറ്റിയാണ് പറയുന്നതെങ്കിലും പിൽക്കാലത്ത് ഇത് ഒരുത്തൻ്റെ സ്ഥിരം പണി, നന്മയ്ക്ക് തടസ്സം നിൽക്കുന്ന ആൾ എന്ന നിലയിൽ നമ്മളിവന് പതിച്ചു കൊടുത്ത പേരാണ് സാത്താൻ. ഈ ബ്ലേഡ് എന്നൊക്കെ പറഞ്ഞു, ബ്ലേഡിന് നല്ല അർത്ഥമുണ്ടെങ്കിലും കൊള്ളപ്പലിശക്കാരൻ ആ പേരിട്ട പോലെ പ്രതിയോഗി എന്നുള്ള പേര് പിന്നെ ആരുടെ തലയിൽ വീണു? സാത്താൻ. ഉൽപ്പത്തിയിൽ പാമ്പെന്നേ ഉള്ളൂ, സർപ്പം. അപ്പോൾ ഉൽപ്പത്തിയിൽ പാമ്പെന്ന് കണ്ടു, പുതിയ നിയമത്തിൽ സാത്താൻ പിശാചെന്ന് കണ്ടു, ഓൾഡ് ടെസ്റ്റമെൻറ്റിൽ സാത്താൻ എന്ന് കണ്ടു. നിങ്ങൾക്ക് ആർക്കും തെറ്റിയില്ല, നിങ്ങൾ ആ മത്സരത്തിൽ പങ്കെടുക്കണ്ടായിരുന്നു. കാരണം നിങ്ങൾ പറഞ്ഞെല്ലാം ഉത്തരവുണ്ട്. എന്താ വിഷയം എന്ന് ചോദിച്ചാൽ, വെളിപ്പാട് മുമ്പേ പറഞ്ഞു, അല്ല അത് പൂർത്തീകരിക്കുന്നു. പിശാചും സാത്താനുമായ പഴയ പാമ്പ് വന്നല്ലോ, പര്യായമാണ്. നിങ്ങളെല്ലാം പറഞ്ഞത് ശരിയാണ്, പക്ഷെ വ്യക്തത വന്നില്ലെന്നേ ഉള്ളൂ. സാത്താനും പിശാചുമായ പഴയ പാമ്പ്. ഓക്കെ. അപ്പോൾ ഇത് പഴയ നിയമം മുഴുവൻ പരതിയാൽ ഈ ദുരാത്മാക്കളെ, ഭൂതങ്ങളെ പുറത്താക്കിയ ഒരു ശുശ്രൂഷ ചെയ്ത ഒരു പാസ്റ്ററെയും നമ്മൾ കാണുന്നില്ല. അതിനൊരു അപവാദം നമ്മുടെ ദാവീദാണ്. കിന്നരം വായിക്കുമ്പോൾ ദുരാത്മാവ് മാറി നിന്നു, വിട്ടു നിന്നു, വീണ്ടും തിരിച്ചു വരും. അല്ലാതെ കാസ്റ്റ് ദ ഡെവിൾ എന്നൊരു മിനിസ്ട്രി, ഡെവിളിനെ കാസ്റ്റ് ഔട്ട് ചെയ്യുന്ന ആ പണി നടന്നില്ല. പക്ഷെ പുതിയ നിയമം തുടങ്ങുന്ന കാലത്തെ പറയുകയാണ്, ഗുരു, ഭൂതങ്ങൾ ഞങ്ങൾക്ക് കീഴടങ്ങുന്നു പറയുന്നില്ലേ? കർത്താവ് സന്തോഷത്തോടല്ല മറുപടി പറയുന്നത്. കർത്താവ് പറഞ്ഞു, ഹേയ് അതിലൊന്നും കാര്യമില്ല, ഇതിൽ സന്തോഷിക്കുകയും ചെയ്യല്ലേ, പിന്നെന്താ, നിങ്ങളുടെ പേര് സ്വർഗത്തിൽ എഴുതി സന്തോഷിക്കാം. എൻ്റെ അടുത്തും ഭൂതം കീഴടങ്ങണ്ടെന്നല്ല, സ്വർഗത്തിൽ പേരെഴുതി, പേര് നമ്മുടെ. മറ്റൊന്ന്, ഈ ഭൂതങ്ങൾ കീഴടങ്ങിയതിൽ
ഇത്ര ആഹ്ലാദിക്കാനില്ല എന്ന് പറയാൻ കാരണമുണ്ട്. ഭൂതം നാച്ചുറലായി പുതിയ നിയമത്തിൽ കീഴടങ്ങിപ്പോകും. അത് ഭൂതത്തെ ഇറക്കുന്നവൻ്റെ ശ്രേഷ്ഠതയല്ല. പിന്നെന്താ കാര്യം അറിയണ്ടേ? പിശാചിന്റെ പ്രവൃത്തികളെ അഴിപ്പാൻ മനുഷ്യപുത്രൻ പ്രത്യക്ഷനായി. അതുകൊണ്ട് അവന് പോകാതിരിക്കാൻ വയ്യ. സന്തോഷമുണ്ടോ? മനസ്സിലായോ? നമ്മൾ ശാസിച്ച ഭൂതം പോകാൻ കാരണം എന്താ? നമ്മുടെ കഴിവല്ലെന്ന്. പിന്നെ ചിലരതിങ്ങനെ എക്സലേറ്റ് ചെയ്തിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും ശാസിച്ച കഥയൊക്കെ അല്ലേ. വികാസന്മാരുണ്ടെ ക്ഷമിക്കണം. സൗരന്മാരെ 3 തരം ആളുകളെ ഞാൻ ഇടപെട്ടെടുത്തോളം സഹിക്കാൻ ഭയങ്കര പാടാണ്. കൊച്ചു പിള്ളേരൊക്കെ ന്യൂജൻ ഭാഷയെ പറയല്ലേ, ഭയങ്കര തള്ളാണ്. ഒന്ന് മിലിറ്ററി ജോലി കഴിഞ്ഞ് റിട്ടയറായി വന്ന അച്ഛന് ക്ഷമിക്കണം ഇവിടെ ഉണ്ടെങ്കിൽ. 2 അഭ്യാസം പഠിച്ച ആളുകളെ തല്ലു കൊടുത്തു, അടി കൊടുത്തു, കരാട്ടെ പഠിച്ചു എന്നൊക്കെ പറയുന്ന കക്ഷികളെ ഇവരുടെ അടുത്ത് 10 മിനിറ്റ് നിന്ന് നോക്കണം. 3ാമത്തെ ആളുകൾ ഭൂതത്തെ പുറത്താക്കുന്ന വാസന്മാർ. പിള്ളേരെ ഭാഷയെ പറഞ്ഞ അന്യായ തള്ള മക്കളെ എന്തൊക്കെ പറഞ്ഞിട്ടുണ്ട്. നമ്മളൊക്കെ ബാല്യത്തിൽ ഇങ്ങനെ കടയുടെ തിണ്ണയ്ക്ക് പത്രമൊക്കെ വായിച്ചിരിക്കില്ലേ. എന്നാലും ഈ മിലിറ്ററിയിലെ അച്ഛന്മാർ വന്നിട്ട് പറയുന്നേ, മഹർ റെജിമെൻ്റ് ഇളകി ഇങ്ങോട്ട് വരിക. അപ്പം ഞാനും ഒരു ഗുൽബാർ സിംഗും ഒപ്പം നിൽക്കുക. ദാ വരുന്നു ചൈനയിൽ നിന്നൊരു മിസൈൽ, തടയാനൊരു രക്ഷയില്ല. ഞാനാണെ പല്ലും തേച്ചുകൊണ്ട് നിൽക്കുക. പെട്ടെന്ന് അവർ തോർത്തുകൊണ്ട് കിടന്നു. ഞാനതേ കയറി ഇഞ്ഞ് പിടിച്ചു, കെട്ടി. നമ്മുടെ ചെറുപ്രായത്തിൽ ഓർക്കും ഇതൊക്കെ നേരാണ്. അന്നിങ്ങനെ പേടിച്ച് കേട്ടിരിക്കുക. മിസൈൽ കൊണ്ടാണ് ഞങ്ങൾ രാവിലെ എണ്ണിക്കുമ്പോഴേ കാപ്പി തിളപ്പിക്കുന്നത് അച്ഛൻ പറഞ്ഞു. അതാകുമ്പോൾ പെട്ടെന്ന് തിളച്ച് കിട്ടും. ഇങ്ങനെയുള്ള കഥകൾ. അടുത്തത് സഹിക്കാൻ പോയത്തൊരു കേസാണ് ഈ അഭ്യാസം പഠിച്ചത്. എൻ്റെ ശരീരം എനിക്കൊരിക്കലും സ്ട്രോക്കൊക്കെ വന്നിട്ട് തിരുമാനൊരു സൗരം വന്നു. അങ്ങനെ അഭ്യാസിയാണ്. ചവിട്ടി തിരുമുക. ദേഹത്തെല്ലാം എണ്ണ തേച്ച് പുള്ളി ഇങ്ങനൊരു കയറി തൂങ്ങിക്കിടന്ന് ചവിട്ടി. അവിടെല്ലാം ഈ കഥകൾ പറഞ്ഞുകൊണ്ടിരിക്കും. എനിക്ക് മൂളാൻ പോലുള്ള ശേഷിയില്ല. അപ്പോൾ പറഞ്ഞു അവസാനം എന്നോട് പറയുക, പാസ്റ്റർമാരൊരല്പം അഭ്യാസം പഠിക്കുന്നത് നല്ലതാണ്. അതിന് ബൈബിളിൽ ഉണ്ടെന്ന്. ഇവൻ ഇതെവിടാന്നൊന്നും അറിയത്തില്ല. ഇങ്ങനെ എന്തോ സംഭവം അറിയാം. എന്നോട് ചോദിച്ചു അങ്ങനെ ഉണ്ടോ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു അങ്ങനെ എനിക്ക് പിടിയില്ല, എന്താ സംഭവം എന്ന് ചോദിച്ചു. വെറുതെ ചോദിക്കുന്ന. ഒരു സംഭവം എന്നോട് ചോദിച്ചു, ഉദ്ദേശി ഈ തെറുപ്പുവാളിലുള്ള വെട്ട് വന്നാൽ തടയാൻ അറിയുമെന്ന്. ഞാൻ പറഞ്ഞില്ല. പറഞ്ഞുതരാം. തെറുപ്പുവാളെന്ന് പറഞ്ഞാൽ ഇങ്ങനെ എറിയുമ്പോൾ ഇങ്ങനെ അല്ലേ, നമ്മൾ ഈ പടത്തിലൊക്കെ കണ്ടിട്ടുണ്ട്, ഈ പഴയ അമരചിത്ര കഥയിലുമൊക്കെ വലിച്ച്. ഞാൻ പറഞ്ഞറിയത്തില്ല. ഓലമടൽ കൊണ്ട് വിലങ്ങണമെന്ന്. അതിലിങ്ങനെ ഞാൻ പറഞ്ഞു നല്ലൊരു ഐഡിയ. നീ എവിടെയെങ്കിലും എന്നെ തെറുപ്പുവാളിന് വെട്ടാൻ വന്നാ നീ അവിടെ നിൽക്കേ, ഞാൻ ഓലമടൽ വെട്ടിക്കൊണ്ട് വരട്ടെ എന്ന് പറയുന്നു. ഇങ്ങനെയുള്ള കഥകൾ. പാസുമാരായ നമ്മളെന്തോ ചെയ്യുന്നേ? ആ വീട്ടിൽ ഒരു സഹോദരി ഉണ്ടായിരുന്നു. 10-16 വർഷമായി പൈശാചിക ബന്ധനത്തിലായിരുന്നു. 21 ദിവസത്തെ പ്രാർത്ഥന. കേരളത്തിലെ കെടികെട്ടിയ പല പാസുമാരിവിടെ വന്നു. വിടുതലൊന്നും ഉണ്ടായില്ല. 21ാം ദിവസം ഈ ഏഴയും പൂഴിയും ചാരവും കൃമിയുമായ ഈ സാധുവായ ഞാൻ അവിടെ ചെന്നു. ഇതൊന്നും എൻ്റെ പുകഴ്ചയ്ക്ക് വേണ്ടി പറഞ്ഞല്ല. പിന്നെ ദൈവത്തിനൊരു മഹത്വം. നിങ്ങൾ ഇങ്ങനൊന്നും കേട്ടിട്ടില്ലേ? ഇനിയും കേൾക്കും. നമ്മൾ പെന്തിക്കോസുകാരാ. മനസ്സിലാവുന്നോ? ചുരുക്കി പറഞ്ഞാൽ ഈ ഭൂതങ്ങളെ പഴയ നിയമത്തിൽ ആരും വിട്ടിട്ടില്ല, പുതിയ നിയമത്തിൽ വിടാൻ കാരണം എന്താ? പിശാചിൻ്റെ പ്രവൃത്തികളെ അഴിപ്പാൻ മനുഷ്യപുത്രൻ പ്രത്യക്ഷനായിരുന്നു. നമ്മളെന്താ പറയുന്നറിയണ്ടേ? ഈ അപ്പുറത്തിരിക്കുന്ന ആളിൻ്റെ ബലത്തിലാ ദുഷ്ടൻ ഭയപ്പെട്ടു പോകുന്നത്. എന്നെ കൊണ്ടൊരു സഹോദരൻ അങ്ങനെ വരിക, വണ്ടിയെ വരിക. അപ്പോൾ ഞാൻ വണ്ടി ഓടിക്കുക. എൻ്റെ കൂടെ ഒരു ദൈവാസനുണ്ട്. നിങ്ങൾക്കറിയാം, ഈ വടക്കേണ്ടിയുടെ പലയിടങ്ങളിൽ സൈക്കിളിൽ യാത്ര ചെയ്തൊരു പാവം ദൈവാസനം. അദ്ദേഹത്തെ കുറ്റി ഗുഡ് ന്യൂസിൽ വെക്കണം. സാധുവായൊരു മനുഷ്യൻ. അപ്പോൾ ഇതേ എൻ്റെ സൈഡിൽ ഇരിക്കുകയാണ്. അപ്പോൾ ഫോൺ വിളിച്ചു. ഞാൻ വണ്ടി സൈഡിലെത്തിക്കി ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കും. ഒരു കുടിയൻ വന്ന് ഭയങ്കര ബഹളം.
തല്ലിയേ പറ്റുള്ളൂ. ഞാൻ ഈ ഗ്ലാസ് അങ്ങോട്ട് താഴ്ത്തിയിട്ട് ഇവരോട് ചോദിച്ചിട്ടാ ഈ ഇരിക്കുന്ന ആളാരാ നിനക്കറിയാവടാന്ന് ചോദിച്ചു. പുള്ളി ആകപ്പാടെ നോക്കിയിട്ട് എൻ്റെ പൊന്നു സാറേ ഉപദ്രവിക്കരുത് ഒറ്റ പോക്ക്. ഇത് കഴിഞ്ഞ് ദൈവാസനോട് ചോദിച്ചു ഞാൻ ആരാണെന്നാ പറഞ്ഞതെന്ന്. ഞാൻ ആരാണെന്നാ അവനോട് പറഞ്ഞേന്ന്. ഞാൻ പറഞ്ഞു എനിക്കൊരു പിടിയില്ല, ഇതാരാ, ഞാനൊരു ദൈവാസനം നടത്തില്ല കാണിച്ച്, അവൻ എങ്ങനെ മനസ്സിലായത് എനിക്കൊരു പിടിയില്ല. ഇപ്പുറത്തിരിക്കുന്ന ആളിൻ്റെ ബലത്തിലാണ് നമ്മളീ നിൽക്കുന്നതെന്ന്. പിശാചിനെ കാണാൻ പറയട്ടോ ഇതാണ്ട് ഇവിടെ നിൽപ്പുണ്ടെന്ന്. മനുഷ്യപുത്രം പ്രത്യക്ഷനായി നിൽക്കുക, എൻ്റെ കൈ കിട്ടിയാൽ തീർക്കും. അന്നേരം ആ ഭൂതങ്ങൾ വിറയ്ക്കുന്നെന്ന്. കാരണം യേശു സാന്നിധ്യം. ഹല്ലേലൂയ. പിശാചിൻ്റെ പ്രവൃത്തികളെ അഴിപ്പാൻ മനുഷ്യപുത്രൻ പ്രത്യക്ഷനായി. അതങ്ങ് പോവും. മനസ്സിലായില്ലേ? എന്നിരുന്നാലും ഈ പിശാച് ഭൂതം എന്നൊക്കെ പറഞ്ഞെങ്കിലും നമുക്കതിൻ്റെ ആ ഫുൾ സെൻസ് പിടി കിട്ടുന്നില്ല. കാരണം ഇതൊരു മർമ്മോ. ഞാൻ ഇന്നലെ ആരോടെ പറഞ്ഞു, ഈ അന്തരീക്ഷത്തിൽ, ഈ കവലയിൽ, ഈ ദേശത്തെല്ലാം പൈശാചിക ശക്തികൾ ഉണ്ട് ഇല്ലേ? നമ്മളെന്നാ കാണാത്ത? മനുഷ്യരെ കാണിക്കാതെ വെച്ചിരിക്കുന്നത് എന്തിനാ? അത് കണ്ടാൽ നമ്മൾ ഭയക്കും. അപൂർവമായി കണ്ടവരുണ്ട് പിശാചിൻ്റെ സാന്നിധ്യമൊക്കെ. നിരീശ്വരന്മാരും കണ്ടിട്ടുണ്ട്. അവർ പറയാത്ത പിശാചിൻ്റെ അനുഭവങ്ങളില്ലേ? പിശാച് വന്നതും കണ്ടതും ഒക്കെ അനുഭവങ്ങളില്ലേ? ഉണ്ടെന്ന്. പിന്നെ ദൈവം മറച്ചു വെച്ചു എന്നിട്ട് പറഞ്ഞ് സാത്താൻ്റെ ആഴങ്ങളെ ആരായരുതെന്ന്. പക്ഷെ മനുഷ്യൻ എന്ത് ചെയ്തു? സൈക്യാട്രിയുടെ, സൈക്കോളജിയുടെ, അല്ലെ പാരാസൈക്കോളജിയുടെ ഒക്കെ ചില തലം വഴിയോ, സൈക്കോളജിയോ സൈക്യാട്രിയൊന്നും തെറ്റല്ല, പാരാസൈക്കോളജിയിലൊക്കെ ചില തലം വഴിയോ, സിക്സ്ത് സെൻസ് ഓർഗൻസിൻ്റെ ചില സവിശേഷമായ ഉപയോഗം വഴിയോ, അല്ലെങ്കിൽ മന്ത്രവാദം വഴിയോ ഈ ശക്തികളുമായി ഇങ്ങനെ കൺഫ്രണ്ട് ചെയ്ത് ആ ശക്തികളെ ജീവിതത്തിലേക്ക് കൊണ്ടുവരും. പിന്നെ ഈ ചാലകം മാറാൻ പാടാ, അതിങ്ങ് വരും. ആരായരുതെന്ന് അതേപ്പറ്റി മനസ്സിലായോ? ദൈവം മറച്ചു വെച്ചതാണ്. തുറന്നു നോക്കാൻ ശ്രമിക്കരുതെന്ന്, ഭയപ്പെടുത്തുന്ന സാധനമാണെന്ന്. അവനെ അങ്ങോട്ട് നോക്കണ്ട, അവനെ അങ്ങ് വിടാൻ. എന്താ വിടാൻ കാരണം? ഞാനിവിടെ നിൽപ്പുണ്ടെന്ന് പറഞ്ഞിട്ട് പോടാന്ന് അവനോട് പറഞ്ഞ് അങ്ങ് പൊക്കോളൂ. ആ ബലത്തിലാണ് നമ്മൾ നിൽക്കുന്നത് കേട്ടോ. ഹല്ലേലൂയ. അവൻ അപകടകാരിയാ, കയറി തുടരുത്, പൊക്കോ. ഇതിനാണ് നിർത്തിയിരിക്കുന്നത്. അല്ല, ഇവനെപ്പറ്റി അധികം അറിയാൻ ശ്രമിക്കരുതെന്ന്. പക്ഷെ ബൈബിളുള്ളത് അറിയാൻ വേണം, അതിനെ പുറത്തോട്ട് ശ്രമിക്കരുത്. വേദങ്ങളുടെല്ലാം അഥർവ വേദം എന്നൊക്കെ പറഞ്ഞത് ഇത്ര ഈവിൾ സ്പിരിറ്റുമായി മനുഷ്യനെ ബന്ധപ്പെടാനുള്ള മന്ത്രങ്ങളാണ്. അത് ഛന്ദസ്സും ഒക്കെ കൃത്യം ഉപയോഗിച്ചുകൊണ്ട് അളന്ന് തൂക്കിക്കുറിച്ച് വാക്കുകൾ പറഞ്ഞ് മന്ത്രം ചൊല്ലി ഇവയെ പ്രീതിപ്പെടുത്തി നടത്തുന്ന ഇടപാടുകളാണ് അഥർവവേദം. അത് 3 വേദങ്ങളാണ് പ്രധാനം. അത് 3 നല്ലതും ഇത് മോശമാണെന്നാണ് അവരുടെ വെപ്പ്. അപ്പോൾ ഏതായാലും ഈ സാത്താന്യ ശക്തികളെപ്പറ്റി പക്ഷേ ഒരു സമ്പൂർണ്ണ നമുക്ക് വേണ്ടത്രയും വെളിപ്പാട് ബൈബിളിലുണ്ട്. അത് കൃത്യം കിടക്കുന്നൊരു സ്ഥലം വെളിപ്പാട് 13 12ഉം 13ഉം ചേർത്ത് പറയണം. 13 എന്താണെന്നറിയണ്ടേ? സ്വർഗത്തിൽ ഒരു മഹാസർപ്പം. സ്വർഗത്തിൽ അടയാളം കാണായി എന്ന് പറഞ്ഞാൽ 12ാം അധ്യായം തുടങ്ങുന്നത് അല്ലേ? മഹാസർപ്പം. കടലിൽ നിന്നൊരു മൃഗം 13ാം അധ്യായം. അവൻ 7 തലയും 10 കൊമ്പും കൊമ്പുകളിൽ 10 രാജമുടിയുമുള്ള തീനിറമുള്ളൊരു മഹാസർപ്പം. ഇപ്പുറത്ത് ഇനി അടുത്തത് കരയിൽ നിന്നൊരു മൃഗം. 13ന്റെ 12 അങ്ങനെ. അപ്പോൾ കടലിൽ നിന്നൊരു മൃഗം, സ്വർഗത്തിലൊരു, ആകാശത്തൊരു പാമ്പ്, പിന്നെ കടലിൽ നിന്നും കരയിൽ നിന്നും ഓരോ മൃഗങ്ങൾ. കുഞ്ഞാടിനുള്ള കൊമ്പുള്ള മൃഗം, പിന്നെ അപ്പുറത്ത് സിംഹത്തിൻ്റെ ഉടല്, സിംഹത്തിൻ്റെ തല, പുള്ളിപ്പുലിയുടെ ഉടല്, കരടിയുടെ കാല് ഒക്കെ ഉള്ളൊരു മൃഗം 13ന്റെ തുടക്കത്തിൽ. അതിന് മീതെ ഒരു സ്ത്രീ ഇരിക്കുന്നതായിട്ട് 17ാം അധ്യായം. അപ്പോൾ ചേർത്താ പഠിക്കണ്ടേ. ഇതാരാന്നറിയണ്ടേ? മുകളിൽ കണ്ട സാത്താനും പിശാചുമായ പഴയ പാമ്പ്. കടലിൽ നിന്ന് കയറിയത്
എതിർക്രിസ്തു എന്ന് വിളിക്കുന്ന ഇനി വരാനിരിക്കുന്ന കാലത്തിൻ്റെ ഭരണാധികാരി. മുമ്പ് ഞാൻ പറഞ്ഞു വെച്ചാണ്. കരയിൽ നിന്ന് വന്നതോ ഇവൻ അധികാരം കൊടുത്ത് ഇവനെക്കുറിച്ച് പറയാൻ വന്ന ഇടനിലക്കാരൻ അല്ലെങ്കിൽ ഏജൻസി. ഒറ്റവാക്കി പറഞ്ഞാൽ ദൈവപിതാവിനെ അനുകരിച്ച് അവനോട് സമനാകാൻ ശ്രമിച്ച ലൂസിഫർ, മുകളിൽ യേശുവിനെ ഇമിറ്റേറ്റ് ചെയ്യാൻ വന്ന എതിർക്രിസ്തു രണ്ടാമൻ, കള്ളപ്രവാചകൻ പരിശുദ്ധാത്മാവിനെ അനുകരിക്കുന്നു. അവൻ വ്യാജ പ്രവചനങ്ങൾ നടത്തി ജനത്തെ മറിക്കുന്നു. ഇതാണ് സാത്താനിലെ ത്രിമാന ഘടകങ്ങൾ. ശവയെടുക്കപ്പെടുമ്പോൾ ഇതിൽ ലൂസിഫർ എന്നവനെ പിടിച്ച് അഗാധകൂപത്തിലിട്ട് പൂട്ടും 1000 കൊല്ലം. പിന്നെ ആരൊക്കെ ഉണ്ട്? ആ 3 പേരിൽ മൃഗവും കള്ളപ്രവാചകനും, അല്ലെ, എതിർക്രിസ്തുവും ഈ വ്യാജാത്മാവും. എതിർക്രിസ്തുവിനെയും വ്യാജാത്മാവിനെയും, ഇതൊരു ഗണമാണ് കേട്ടോ, കുറേ പേരുണ്ട്, എതിർക്രിസ്തുക്കൾ എന്നൊക്കെ പറയും. ഇവരെ പിടിച്ച് ഗന്ധക തീപ്പൊയ്യിലേക്ക് തള്ളും, ഫേക്ക് ലേക്ക് ഓഫ് ഫയർ തള്ളും. അവരെ ഓപ്പൺ ചെയ്യുന്നത് ഒരു വലിയ ഗണമുണ്ട് അതിനകത്ത്. അവന്മാർ തുടങ്ങി. ഇതങ്ങോട്ട് കഴിയുകയും ഇവരെ അവിടെ കിടുകയും നമുക്ക് വേണ്ടി ഒരു നൂതന ലോകം തുറക്കും. അതിൻ്റെ പേരാ മില്ലേനിയം അല്ലെങ്കിൽ സഹസ്രാബ്ദ വാഴ്ച. സഹസ്രാബ്ദ വാഴ്ചയിൽ ഉള്ള സവിശേഷത, ലൂസിഫർ ചെയിനിൽ, തടവിൽ, മൃഗവും കള്ളപ്രവാചകനും പിണിയാളുകളും അടങ്ങുന്ന സൈന്യം ലേക്ക് ഓഫ് ഫയറിൽ, സഭ 1000 ആണ്ട് വാഴ്ചയിൽ ഉടച്ചു വാർക്കപ്പെട്ട ഈ ഭൂമിയിൽ 1000 വർഷം. സഭ മാത്രമല്ലെന്നുള്ളത് രക്ഷിത ഗണങ്ങൾ വേറെയുമുണ്ട്. ഇസ്രായേലൈറ്റ്സ് ഉണ്ട്. യേശുവിനെ മശിഹ എന്ന നിലയിൽ അംഗീകരിച്ച് ഇസ്രായേലൈറ്റ്സ് പീഡിത സമൂഹത്തിലൂടെ രക്ഷാപ്രവൃത്തി പ്രാപിച്ചു വന്നവരുണ്ട്. ആ സമൂഹത്തിൽ നമ്മളുണ്ട്. 1000 കൊല്ലം പിശാചില്ലാത്ത, പിശാചുണ്ട് പ്രവർത്തിക്കാനാവാത്ത എതിർക്രിസ്തു, കള്ളപ്രവാചകൻ, ഇവർ നിത്യദണ്ഡനത്തീപ്പൊയിൽ കിടക്കുന്ന ഒരു ലോകമാണ് ഉയർന്നു വന്ന് അവിടെ ഏദനിൽ മനുഷ്യരാശിക്ക് നഷ്ടപ്പെട്ടു പോയ ഒരു ദിവസം തിരിച്ചു കിട്ടുക. ദൈവത്തിൻ്റെ ഒരു ദിവസം, ദൈവത്തിൻ്റെ ഒരു ദിവസം കാണാൻ ആദമിന് കഴിഞ്ഞില്ല. 1000 സംവത്സരം അല്ല. അത് നിന്റെ ദൃഷ്ടിയിൽ ഇന്നലെ കഴിഞ്ഞു പോയ ഒരു ദിവസം പോലെയും രാത്രി ഒരു യാമം പോലെയും ഇരിക്കുന്നു. അതൊന്ന് കാണിച്ചു തരിക. 1000 കൊല്ലം പാപം ചെയ്യാതിരുന്നെങ്കിൽ നിന്റെ ഒരു യാമം ദണ്ഡിതം. ചെന്നായും കുഞ്ഞാടും ഒരുമിച്ച് മേയും. വൈരാഗ്യമില്ലാത്ത മൃഗജാലങ്ങൾ തമ്മിൽ ഇണക്കമുള്ള ഏതനിക്ക് അറ്റ്മോസ്ഫിയർ തിരിച്ചു വരും. പക്ഷെ ഒന്നുകൂടെ ഉണ്ട്, അവിടെ പ്രജനനമുണ്ട്. തെളിവ് വേണോ? ശിശു ബാലൻ 100 വയസ്സുള്ളവനായി മരിക്കും. മരണമുണ്ട്. ആർക്കാണെന്നറിയണ്ടേ? നമുക്കല്ല, ചർച്ചിനല്ല. ചർച്ചിൻ്റെ ശരീരം ക്രിസ്തുവിനോട് അനുരൂപപ്പെട്ട് നമ്മൾ കാണുന്ന ജെൻഡർ വ്യത്യാസമില്ലാത്ത ഒന്നായി ക്രിസ്തുവേശുവിൽ സ്ത്രീയും പുരുഷനും ഇല്ല. മനസ്സിലായോ? നമ്മെ കണ്ടാൽ മനുഷ്യൻ്റെ പ്രകൃതമാണെങ്കിലും മനുഷ്യനെ പോലെ ഭവിച്ചാലും നമ്മൾ ക്രിസ്തുവിൻ്റെ ശരീരത്തോട് ഐഡൻറ്റിഫൈ ചെയ്ത് നിൽക്കുകയാണ്. ആ ശരീരത്തിൻ്റെ പ്രത്യേകത അറിയാവോ? മനുഷ്യനായി പ്രത്യക്ഷപ്പെടുമ്പോഴൊക്കെ പക്ക മനുഷ്യനാണ്. അല്ലേ? രാത്രി കർത്താവിനെ അറസ്റ്റ് ചെയ്യാൻ വരുമ്പോൾ ക്രിസ്തു ആരാ, കൂടെയുള്ളവരാരാന്ന് എങ്ങനെ അറിയും? യൂദാ ചുംബിക്കുന്ന കാരണം എന്താ? കർത്താവിൻ്റെ ശിരസിന് ചുറ്റും ഇങ്ങനെ പ്രകാശവലയം ഉണ്ടായിരുന്നോ? ആ പ്രകാശവലയം ഉണ്ടായിരുന്ന ഒറ്റ കാരണം കൊണ്ട് അറസ്റ്റ് ചെയ്യാതെ പോയാൽ ഇത്രയും വലിയൊരു മഹത്വാനെ എന്തിനാ അറസ്റ്റ് ചെയ്യുന്നത്? ശരിയല്ലേ? നമ്മളിൽ ഒരുവനായി തീർന്നു. പക്ഷെ ശേഷം മനുഷ്യരുണ്ടെന്ന്. രക്ഷിതഗണങ്ങളായ ഇസ്രായേല്യരും മനസാക്ഷിക്കനുസൃതമായി ന്യായം വിധിക്കപ്പെട്ടവരും ന്യായപ്രമാണമില്ലാത്തവർക്ക് തങ്ങളുടെ മനസാക്ഷി ഒരു ന്യായപ്രമാണമാണ്. സുവിശേഷം കേൾക്കാതെ നശിച്ചു പോയവരും ഇവരെല്ലാം മനുഷ്യ ശരീരത്തിൽ തന്നെ ഉയർത്തെഴുന്നേറ്റ്
പാപം ചെയ്യാത്ത ആദമിൻ്റെ ശരീരത്തിൽ, ഔവയുടെ ശരീരത്തിൽ അവിടെ ഉണ്ടാകും. 100 വയസ്സായിരിക്കും വൃത്തന്. പിന്നെ പറയാം, ദീർഘായുസ് കൊണ്ട് ഞാൻ അവന് തൃപ്തി വരുത്തും. ദൈവത്തിൻ്റെ ഒരു ദിവസം. ഇന്നലെ പറയണതിന് ഉത്തരവുണ്ടോ? കുലമഹിമയില്ലാത്ത, സൗന്ദര്യമില്ലാത്ത, സമ്പത്തില്ലാത്ത ഒരു നിർധന പെൺകുട്ടിയെ കോടാനുകോടിയുടെ ആസ്തിയുള്ളൊരു രാജകുമാരൻ വിവാഹം കഴിച്ചു. ഒക്കെ നല്ലതാണെങ്കിലും അവളുടെ ആ ചെറിയ വീട്ടിൽ അവളോടുകൂടെ ഒരു ദിവസം പാർക്കുക എന്നത് കാന്തൻ്റെ മര്യാദയല്ലേ? അങ്ങനെ കർത്താവ് നമ്മുടെ കൂടെ ഒരു ദിവസം പാർക്കുന്നതാണ് 1000 ആണ്ട് വാഴ്ച. സ്തോത്രം. എന്തിനാ പറഞ്ഞേ? ഇത് കൊണ്ടുവന്നിട്ട് ചോദിക്കും, ഒരിക്കൽ കൂടി വഴിതെറ്റിക്കാനുള്ള ആ ശ്രമം നടത്തി ഒരു വറ്റം രാജാക്കന്മാരെ തൻ്റെ കീഴിൽ അണിനിരത്തിക്കൊണ്ട് ക്രിസ്തുവിനെതിരെ അന്തിമ യുദ്ധത്തിൻ്റെ പടപ്പുറപ്പാട് പിശാചൊരുക്കും. ഈ രംഗം, പക്ഷേ ഇത് വിജയിക്കില്ല. ഈ രംഗം കണ്ടുകൊണ്ട് ആത്മാവിൽ കണ്ട ദാവീദ് 2-ാം സങ്കീർത്തനം എഴുതുന്നത്, ജാതികൾ കലഹിക്കുന്നു, വംശങ്ങൾ വ്യർത്ഥമായത്, നടക്കാത്ത കാര്യങ്ങൾ നിരൂപിക്കുന്നു. അവർ പറയാ, നാം അവൻ്റെ കെട്ടുകളെ പൊട്ടിച്ചെറിയുക, ചങ്ങലകളെ പൊട്ടിക്കുക. കൺട്രോൾ ഓഫ് ജീസസ്, യേശു കൺട്രോൾ ചെയ്യുന്ന ആ കെട്ടുണ്ടല്ലോ, അത് പൊട്ടിച്ചുകള. എന്നിട്ടേ അധിപതികൾ അഭിഷിക്തന് വിരോധമായി സംസാരിക്കുമ്പോൾ സ്വർഗത്തിൽ വസിക്കുന്നവൻ ചിരിക്കുന്നു, കർത്താവ് അവരെ പരിഹസിക്കുന്നു. അപ്പോൾ ദാവീദ് പറയുക, ആകയാൽ ഭൂമിയിലെ രാജാക്കന്മാരെ ബുദ്ധി പഠിപ്പിൻ. പിതാവ് കോപിച്ചിട്ട് നിങ്ങൾ യുദ്ധത്തിനിറങ്ങിയ പെരുവഴിയിൽ വരികയല്ലേ, അവിടെ വെച്ച് തന്നെ നശിക്കാതിരിപ്പാൻ ഓടിച്ചെന്ന് പുത്രനെ ചുംബിച്ച് ക്ഷമ പറയാൻ. പുത്രനെ ചുംബിപ്പിൻ, ഇത് അതിൻ്റെ അർത്ഥം. സങ്കീർത്തനം 2. ഇതിനൊടുവിൽ പിശാചെന്ന് പറയുന്ന, ലൂസിഫർ എന്ന് പറയുന്ന ഈ പഴയ പാമ്പെന്ന് പറയുന്ന കക്ഷിയെ നിഷ്കരുണം വെട്ടി താഴെയിടും. മനസ്സിലായോ? അവർ പരസ്പരം ചോദിക്കും, നീ ഞങ്ങൾക്ക് തുല്യനായോ? ഞങ്ങൾ ഓർത്തു നീയെങ്കിലും രക്ഷപ്പെട്ടു, നീ ഭൂമിയും അതിലെ പട്ടണങ്ങളും ഇടിക്കുന്നു എന്ന് ഞങ്ങൾ അറിഞ്ഞു, ജയിക്കുമെന്ന ഓർത്ത് ഇപ്പോൾ വരെ പ്രതീക്ഷ ഉണ്ടായിരുന്നു. പക്ഷേ സകല പ്രേതന്മാരെയും ഉണർത്തിക്കൊണ്ട് ചോദിക്കും, നീ ബലഹീനനായോ? നീ ഞങ്ങൾക്ക് തുല്യനായോ? അങ്ങനെ അവൻ്റെ പതനം അവിടുന്ന് തുടങ്ങുകയാണ്. യെശയ്യാ ഈ പ്രവചനം പറഞ്ഞ് നടക്കാനിരിക്കുന്നതാണെന്നുള്ളതിൻ്റെ അടുത്ത തെളിവിടെ തരാം. പ്രവാചകന്മാർക്കൊരു സ്വഭാവമുണ്ട്, നടന്നിട്ടില്ലാത്തവ പാസ്റ്റ് ടെൻസിൽ പറയുക. അപ്പോൾ യെശയ്യാ ഇത് പറയുമ്പോൾ നടന്നിട്ടില്ലെന്നുള്ള തെളിവ് തരാം. നമുക്കൊരു മകൻ നൽകപ്പെട്ടു, നമുക്കൊരു ശിശു ജനിച്ചിരിക്കുന്നു, നമുക്കൊരു മകൻ നൽകപ്പെട്ടിരിക്കുന്നു. ഈ 2 സംഭവം നടന്നത് 700 കൊല്ലം കഴിഞ്ഞ അല്ലേ? നമുക്കൊരു മകൻ നൽകപ്പെട്ടിരിക്കുന്നു, നമുക്കൊരു ശിശു ജനിച്ചിരിക്കുന്നു കൊണ്ട് പാസൻസിലാണ് പറഞ്ഞെങ്കിലും ഫുൾഫിൽമെൻറ്റ് 700 years ശേഷമാണ്. ആധിപത്യം അവൻ്റെ തോളിലിരിക്കും. ഇതുപോലെയാണ് അരുണോദയപുത്രനായ ശുക്ര, നീ വെട്ടേറ്റ് നിലത്ത് വീണതെങ്ങനെ? ജാതികളെ താഴ്ത്താൻ ശ്രമിച്ചത് എപ്പോഴാ? ഭൂലോകമെമ്പാടുമുള്ളവരെ തകർക്കാൻ ശ്രമിച്ചുകൊണ്ട്, ദൈവസഭയെ തകർക്കാൻ ശ്രമിച്ചുകൊണ്ട്. ഉന്മൂലനം വരുത്തിയവൻ്റെ അന്തിമ പരാജയം അവർക്ക് മുന്നമേ കടന്നുപോയ മൃഗവും കള്ളപ്രവാചകനും ചോദിച്ചുറപ്പിക്കുന്ന ആ ചോദ്യമാണ് യെശയ്യാവ് ഇവിടെ ആവിഷ്കരിക്കുന്നത്. പ്രയാസം മാറിയോ? സംശയമുണ്ടോ? അപ്പോഴേ ഇതുകൊണ്ടേ ചോദിക്കണം കേട്ടോ, ഇത് ക്ലാസ്സും കൂടാണ്. അപ്പം അന്ന് പരാജിതമായ ശേഷം ആണ് വെള്ളസിംഹാസന ന്യായവിധി. ഈ വെള്ളസിംഹാസന ന്യായവിധി നമുക്കുള്ളതല്ല. മരിച്ചവരിൽ നമുക്ക് ആദ്യം കാണാൻ കഴിയുന്ന ദുഷ്ടൻ കയീനാണ് അല്ലേ? കയീൻ മുതൽ മരിച്ചുപോയ സകല ദുഷ്ടനും ഒരു പുനരുത്ഥാനം വെച്ചു. അവനെ ന്യായവിധിക്കുണ്ടെന്നോ
അവനെയും ലേക്ക് ഓഫ് ഫയറിൽ തള്ളിക്കളഞ്ഞു. അവിടെ രക്ഷയ്ക്ക് സാധ്യതയില്ല. എന്നിട്ട് നമുക്ക് വേണ്ടി ദൈവം ഒരുക്കിയ മറ്റൊരു സ്ഥലം പുതുവാന ഭൂമി. അങ്ങനെയല്ലേ? പുതുവാന ഭൂമിയെക്കുറിച്ചുള്ള പരാമർശം വെളിപ്പാട് 21-ലാണ്. ആ പുതുവാന ഭൂമിയിലേക്ക് മനുഷ്യരാശിയെ കൊണ്ടുവന്നു. അപ്പോൾ ഈ ദർശനം കാണുന്ന യോഹന്നാൻ ഇങ്ങനെ നോക്കുക. ഒരു ഗ്രൂപ്പ് ഫോട്ടോ കണ്ടാൽ നമുക്ക് നമ്മളെ നോക്കാൻ തോന്നുന്ന പോലെ യോഹന്നാൻ ഇങ്ങനെ നോക്കുക, അതിൽ താൻ എവിടെയാണ്. അപ്പോൾ ദൂതൻ പറഞ്ഞു, വരിക, കുഞ്ഞാടിൻ്റെ കാന്തയായ മണവാട്ടിയെ കാണിച്ചു തരാം. നിങ്ങൾ എവിടെയാണെന്ന് കാണിച്ചു തരാം, വാ. അത് പുതുവാന ഭൂമിയിലല്ല. ഭർത്താവിനായി അലങ്കരിച്ച കന്യകയെപ്പോലെ പുതിയ യെരൂശലേം എന്ന മഹാനഗരം ദൈവസന്നിധിയിൽ ഉയരത്തിൽ നിറങ്ങുന്നത് ഞാൻ കണ്ടു. ഇറങ്ങി വരണമെങ്കിൽ ഭൂമിയിലേക്കാണ് വരുന്നത് അല്ലേ? അതിൻ്റെ നീളവും വീതിയൊക്കെ പറയാം. 1200 നാഴിക നീളം, 1200 നാഴിക വീതി, 1200 നാഴിക ഉയരം. ഈ നാഴിക എന്നതിന് ഒരളവാണ്. അതിന് ഗ്രീക്ക് ശബ്ദം സ്റ്റാഡി എന്നാണ്. സ്റ്റാഡി. ഇതിൽ നിന്ന് സ്റ്റേഡിയം എന്ന റോമൻ വേർഡ് ഉണ്ടായിരുന്നു. ഇപ്പോൾ സ്റ്റേഡിയം മലയാളത്തിലല്ല അങ്ങനെ ഉപയോഗിക്കുന്നത്. അത് ലാറ്റിനാണ്, റോമനാണ്. ഒരു സ്റ്റാഡി എന്ന് പറയുന്നത് ഏതാണ്ടൊരു 676 മീറ്റർ വരും. 1/2 കിലോമീറ്ററിൽ കൂടുതലും 1 കിലോമീറ്ററിൽ താഴെ 676, 500 മീറ്റർ 1/2 കിലോമീറ്റർ നമുക്കറിയാം. അപ്പോൾ ഏതാണ്ട് 676, 700 അങ്ങ് പിടിച്ചു. അപ്പോൾ 676, 700ഓളം വരുന്ന മീറ്റർ ദൂരമാണ് ഒരളവ്. ദൂതൻ്റെ അളവിനാൽ എന്ന് വച്ചാൽ മനുഷ്യൻ്റെ അളവിനാൽ ഈ കോലുകൊണ്ട് അളന്നപ്പോൾ 1200 സ്റ്റേഡിയം. ഈ സ്റ്റാദിക്കൊരു പ്രത്യേകതയുണ്ട്. പണ്ട് ഗ്രീസിലെ ഒരു ഓട്ടക്കളത്തിൽ, ഓർക്കുന്നുണ്ടല്ലോ, ഓട്ടക്കളത്തിൽ ഓടുന്നോർ എന്നൊക്കെ നമ്മൾ പാടുമല്ലോ, വചനത്തിലുണ്ട്. കർത്താവായ യേശുക്രിസ്തുവിന് 776 വർഷം മുമ്പ് ഒളിമ്പിക്സ് ഉണ്ടായിരുന്നു. ഒളിമ്പിക്സിലെ വിജയശീലാളിതന് കിട്ടുന്നതാണ് ഒലിവ് മരത്തിൻ്റെ ചില്ലയിൽ മെടഞ്ഞൊരു കിരീടം. ആഘോഷമൊക്കെ കഴിഞ്ഞ് ആശാൻ വീട്ടിൽ ചെല്ലുന്നതിന് മുമ്പ് ഇതങ്ങ് വാടും. ഇത് കണ്ടിട്ട് പൗലോസ് പറയാ, നീ വാടുന്നത് പ്രാപിക്കുമ്പോൾ ഞങ്ങൾ വാടാത്തത്. അതതിൻ്റെ അർത്ഥം. ചില്ലയിൽ മെടഞ്ഞൊന്നല്ല. അപ്പോഴേ ഒരോട്ടക്കാരൻ ഓടിത്തീർക്കേണ്ട പരമാവധി ദൂരമാണ് ഒരു സ്റ്റേഡിയം, ഒരു സ്റ്റാദി. 1/2 കിലോമീറ്റർ. അത്രയും ഇൻറ്റു 1/2 കിലോമീറ്റർ ഉള്ളുണ്ട് 1200. ചുരുക്കത്തിൽ 800 കിലോമീറ്ററെങ്കിലും നീളം. അത്രയും വീതി, അത്രയും ഉയരമുള്ള ഒരു പട്ടണം. ഇതിനെ ഉയരം അത്രയും എന്ന് പറയാൻ കാരണം പട്ടണത്തിന് ഉയരമോ. ഒരു പ്ലാന്റ് സിറ്റി. ഈ പ്ലാന്റ് സിറ്റി എന്നൊക്കെ പറഞ്ഞാൽ നമുക്ക് ഇന്ത്യയിൽ ഒരു പ്ലാന്റ് സിറ്റിയേ ഉള്ളൂ, ചണ്ഡീഗഡാണെന്നാണ് കേൾക്കുന്നത്. ബാക്കിയൊന്നും ഒരു പ്ലാനിങ്ങോടുകൂടി പണിത സിറ്റി ഇല്ല. നമുക്കത് മനസ്സിലാകത്തില്ല. ചിലർക്ക് പിടി കിട്ടും, ദൂരെയൊക്കെ പോയവർക്ക് മനസ്സിലാവും. നമ്മുടെ അവിടെ നിന്ന് നല്ല വിശാലമായ എറണാകുളം ടൗണിൽ അല്ലെ തിരുവനന്തപുരത്ത് ഒരു ലുലു മാള്, അതിനപ്പുറത്ത് നെസ്റ്റോടെ ഒരു മറ്റൊരു മാള്, തൊട്ടപ്പുറത്ത് അലവിക്കാക്കാടെ മീൻകട, അതിൻ്റെ തൊട്ട് താഴെ അങ്ങോട്ട് മാറിയിട്ട് പഴയ ചെരുപ്പ് തിന്നുന്ന ഒരു ചെറിയ കച്ചവടക്കാരൻ. ചോദിച്ചാൽ പറയാം അവനും ജീവിക്കണ്ടേ. പ്ലാനിങ് ഇല്ല. അതിന് ഇതുവഴി ഒരു റോഡ്, അപ്പുറത്തൊരു 10 ഓട്ടോറിക്ഷ, ഇപ്പുറത്തൊരു മുറുക്കാൻകട, അപ്പുറത്തൊരു വലിയ സ്റ്റാർ ഹോട്ടൽ. ഇങ്ങനെയൊക്കെയാണ് നമ്മുടെ ഒരു ലോകം അല്ലേ. തന്നല്ല, ഈ പഴയ കാലത്ത് ആൾക്കാർ വഴിയൊന്നുമില്ല എന്ന് പറയാണ്ട് അതിലേ കയറി പൊക്കോളാൻ പറഞ്ഞ് ആ പോകുന്ന ഒരു വളവില്ലേ, ആ വളവാണ് നമ്മൾ വീതി കൂട്ടി 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 നടുക്കൊരു വെള്ളവരയും വരച്ചിട്ട് ഹൈവേ ആണെന്ന് പറയുന്നത്. അല്ല, റോഡായിട്ട് വെട്ടിയൊന്നും അല്ല. ഇപ്പോൾ പുതിയ റോഡ് വരുന്നുണ്ട് കേട്ടോ, നല്ല റോഡാണ്. ഇടയ്ക്ക് ഇടിഞ്ഞു പോയി എന്ന് പറയുന്നത് നല്ല റോഡാണ്, പുതിയ പണിയുന്നുണ്ട്. ഉള്ള പറയണമല്ലോ. ചുരുക്കത്തിൽ എന്താ പറഞ്ഞു വന്നേ? പ്ലാന്റ് സിറ്റി ഉയരത്തിൽ. ലോകത്തിലെ പ്രധാന പട്ടണങ്ങളെല്ലാം നദീതീരത്താണ്. നാഗരികതകൾ ഇന്നലെ നമ്മൾ പറഞ്ഞു, ഇൻഡസ് വാലിയും വൈഗാ നദീതീരവും ഹൊയാങ്ഹോ നദിയും യാങ്സി നദിയും യൂഫ്രട്ടീസും ടൈരീസിൻ്റെ ഒക്കെ തീരത്ത് വലിയ നഗരങ്ങൾ, സ്വർഗീയ നഗരവും
ഒരു നദിയുടെ തീരത്താണ്, ജീവജലത്തിൻ്റെ നദി. ആ നദിയുടെ അക്കരെ ഇക്കരയും 12 തരം ഫലം മാസത്തിൽ തരുന്ന വൃക്ഷങ്ങൾ. മറ്റൊരു കാര്യം, സൂര്യനും ചന്ദ്രനും ഇല്ലാത്തൊരു ലോകമാണ്, പക്ഷേ മാസമുണ്ട്, 12 മാസമുണ്ടെന്ന്. അപ്പം മാസം സമയം എന്നതിനെ പറ്റിയുള്ള ഒരു സ്വർഗീയ കണക്ക് വേറെയാണ്, ആ കോൺസെപ്റ്റേ വേറെയാണ്. അതിന് വേറൊരു കലണ്ടറാണ്. ഭൂമിയിലെ 325 ദിനം വരുന്ന സോളാർ കലണ്ടറല്ല. അവൻ കാലനിർണയത്തിനായി ചന്ദ്രനെ നിയമിച്ചു. ആ നിയമമൊക്കെ മാറിയിട്ട് നഗരത്തിൽ പ്രകാശിപ്പിക്കാൻ സൂര്യനും ചന്ദ്രനും ആവശ്യമില്ല. അങ്ങനൊരു മഹാനഗരം. മറ്റൊരു കാര്യം, ഞാൻ നോക്കിക്കൊണ്ടിരിക്കെ സമുദ്രത്തെ അവിടെ കണ്ടില്ല, കടലില്ല. കടലില്ല താനും, നദി ഒഴുകുന്നു. അതെവിടെ ഞാൻ ചേരണ്ടേ? കായലും ഇല്ല, കടലും ഒന്നുമില്ല. എങ്ങനെയായിരിക്കും അത്? ആ നദി സദാ ഒഴുകിക്കൊണ്ടിരിക്കുക. ആ ഒഴുകുന്നത് അത് ദൈവിക പൂർണ്ണത പോലെ, ഉത്ഭവം എവിടെയോ അവിടെ തിരികെ ചെന്ന് വീണ്ടും 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 അതിങ്ങനെ ഒഴുകിക്കൊണ്ടിരിക്കും. അങ്ങനെ അനുമാനിക്കാനാവും. ജാതികളുടെ രോഗശാന്തിക്കുതകുന്ന ഇലയെപ്പറ്റി കഴിഞ്ഞ രാത്രി പറഞ്ഞു, ഫലത്തെപ്പറ്റി കഴിഞ്ഞ ദിവസം പറഞ്ഞു. ഇത്രയൊക്കെ എന്തിനാ പറഞ്ഞേ? ഇങ്ങനെയുള്ള ഒരു മനോഹര ലോകം, ഒരാദർശ ലോകം. അവിടെ ആ കുഞ്ഞാടിൻ്റെ കാന്തയായ മണവാട്ടി. ബാക്കി ജനങ്ങൾ എവിടെയാണെന്നറിയണ്ടേ? ഈ ഭൂമിയിൽ വസിക്കുന്നുണ്ട്, പൊതുവാന ഭൂമി. നഗരത്തിൻ്റെ കവാടമടയ്ക്കാറില്ല. നഗരത്തിനുള്ളിൽ സഭയും ക്രിസ്തുവും. ആ നഗരത്തിൽ 12 അപ്പോസ്തലന്മാരുടെ 12 അടിസ്ഥാനം, ഗോത്രപിതാക്കന്മാരുടെ പേര്. ആ മനോഹര രാജ്യമാണ് ദൈവമക്കളുടെ പ്രത്യാശ. ഇതാണ് അബ്രഹാം കണ്ടത്. ദൈവം ശില്പിയായി നിർമ്മിച്ചതും അടിസ്ഥാനമുള്ളതുമായ മഹാനഗരം. അത് ദർശനത്തിൽ കണ്ടതുകൊണ്ടാണ് ഊർപട്ടണത്തിൻ്റെ മനോഹാരിത ഭക്തനെ ബാധിക്കാതിരുന്നത്. ഹല്ലേലൂയ. ഇഹലോകത്തിൻ്റെ ഭംഗിയും അതൊക്കെ നല്ലതാണെങ്കിലും നമുക്ക് നിലനിൽക്കുന്നൊരു നിത്യതയുണ്ട്. അതിനെക്കുറിച്ചുള്ള എരിവാർന്ന ബോധം നമ്മുടെ എല്ലാം ഉള്ളിൽ വീണ്ടും സുവിശേഷം പറയാൻ, പാട്ടുപാടാൻ, ആരാധിക്കാൻ പര്യാപ്തമാക്കി തീർക്കണം. ജനഹൃദയങ്ങളോട് സംവദിക്കുന്ന ആ മനോഹര സന്ദേശം എന്നും പറഞ്ഞുകൊണ്ടിരിക്കണം. കാരണം ആ നഗരത്തിലാണ് നമ്മുടെ പൗരത്വം. ഇഹലോകത്തിലെ ഭൗതിക പൗരത്വം പോലെ നിലനിൽക്കുന്ന നഗരത്തിൽ നമുക്കൊരു പൗരത്വമുണ്ട്. ആ ഉത്തമ ബോധം നമ്മുടെ ചിന്താമണ്ഡലങ്ങളെ കൂടുതൽ കർമ്മനിരതമാക്കണം. ഇവിടെയാണ് നമ്മൾ വസിക്കുന്നത്. പിന്നെ പ്രതിഫലമൊക്കെ തരുന്നുണ്ട്. ഈ പ്രതിഫലം തരുന്ന സംഭവം പറയുമ്പോഴാണ്, ഭൂമിയിൽ നമ്മളെല്ലാം ഈ കിരീടം കിട്ടുന്ന കാര്യമൊക്കെ പറയുമല്ലോ അല്ലേ? കിരീടം, നമുക്ക് പ്രശംസയുടെ കിരീടം, പ്രത്യാശയുടെ അല്ലേ? ഞാനൊരിടത്ത് പ്രസംഗിച്ചപ്പോൾ പറഞ്ഞു, ഇപ്പം എന്നെ സംബന്ധിച്ചിടത്തോളം ഇങ്ങനെ കിരീടം വേണമെന്നൊന്നും ആഗ്രഹമില്ലാത്ത ഒരാളാണ്. പക്ഷേ എന്തൊരു കാര്യമാണ്, കിരീടം മോശമായിട്ടല്ല, നമ്മളതിനിതൊക്കെ ആയിട്ടൊന്നും ചെയ്യാതെ പ്രതീക്ഷിച്ചിരുന്നിട്ട് കാര്യമുണ്ടോ? ഇല്ല, നമ്മളെന്തോ ചെയ്തേക്കുന്നത് കിരീടം കിട്ടാൻ? സഹിഷ്ണുതയെക്കുറിച്ചുള്ള എൻ്റെ വചനം കാത്തോ? ഒന്ന് ആലോചിച്ച് നോക്ക്. പിന്നെ നമ്മൾ ആകെ ആഗ്രഹിക്കുന്ന ഈ നിത്യത കരഗതമാക്കാനല്ലേ? ഇതെല്ലാം പറയുമ്പോഴും ദൈവം ഇതൊക്കെ തരും നമ്മുടെ പ്രവൃത്തി മാത്രമല്ല, ഒരു കാരുണ്യം. അപ്പോൾ നമുക്കെല്ലാം കിട്ടിയേക്കും. അങ്ങനെ വരുമ്പോൾ തീരെ വേണ്ടെന്നല്ല, നിങ്ങൾക്കെല്ലാം ഓരോ കിരീടം കിട്ടുന്ന വഴിക്ക് കിട്ടുകയാണെങ്കിൽ ഒരെണ്ണം പഴയത് വല്ലതും ഉണ്ട്. ഭൂമിയിലൊരു ഇതുപോലെ പറഞ്ഞാൽ ഇതുവഴി ഞാൻ ചെറുതാക്കി കാണിക്കല്ലോ, ഒരു കാര്യം പറയാൻ വേണ്ടിയാണ്. ഈ സ്വർഗത്തിൽ എന്തിനാണ് പോകുന്നത്? അത് ഇസ്ലാമിക സ്വർഗമൊക്കെ രസകരമാണ്. നമ്മുടെ മുജാഹിദ് ബാലുശ്ശേരി ഒരു ചർച്ചയിൽ പറഞ്ഞ്, നിങ്ങളോടുള്ള വിരോധം കൊണ്ടല്ല, നമ്മുടെ സ്വർഗം പോവും, അതിനകത്ത് ചേർന്നില്ലെങ്കിൽ. അപ്പോൾ സ്വർഗത്തിൽ എന്തൊക്കെ കിട്ടിയെന്നറിയണ്ടേ? 72 ഹൂറിമാർ, ഒരു പുരുഷൻ 72 ഭാര്യമാർ, മദ്യം നിറച്ച അരുവികൾ, മദ്യം നിറച്ച ചഷകങ്ങൾ, യുവകോമളന്മാരായ കൊച്ചു കുഞ്ഞുങ്ങൾ ഈ കോപ്പയിൽ മദ്യമെടുത്ത് നമുക്കിങ്ങനെ വിളമ്പിക്കൊണ്ട് തരും. ഈ പ്രസംഗമൊക്കെ കേട്ടാ ഈ പിള്ളേർ പൊട്ടിത്തെറിക്കാനൊക്കെ പോകുന്നത്. അങ്ങനെ കിട്ടുകയാണെങ്കിൽ പോയേക്കാം.
പക്ഷെ ഞാനിത് കുറേ ഡീറ്റെയിൽ ആയിട്ട് പഠിച്ചിട്ട് പുള്ളിയോട് പറഞ്ഞൊരു കാര്യമുണ്ട്. ഇതിലൊരു സുന്ദരിയുടെ വലിപ്പമെന്ന് പറഞ്ഞാൽ 90 മീറ്ററാണ്. ഞാൻ പറഞ്ഞു, എൻ്റെ പൊന്നേശ്ശേ, എനിക്ക് ഇവളോടൊന്ന് സംസാരിക്കണേ തന്നെ ഓട്ടോറിക്ഷ പിടിച്ച് കറങ്ങണമല്ലോ. ആ 72 പേര്. ഇന്നലെ അതാ ഞാൻ പറഞ്ഞേ, ഇവിടെ ഒരു കല്യാണം കഴിച്ചിട്ട് നമ്മുടെ ജീവിതം എങ്ങനെയാണെന്ന് നമുക്കറിയാം. ഇന്നലെ 72 പേര്. ഞാനൊരു കാര്യം കൂടെ പറഞ്ഞു, എൻ്റെ ആ കോട്ടാ കൂടി നിങ്ങൾ വീതിച്ചെടുത്തോളാൻ പറഞ്ഞു. സ്വർഗത്തിൽ ചെല്ലുമ്പോൾ കുറേ കള്ളും ഇതൊക്കെ നമുക്കുണ്ടല്ലോ, അത് സാറുമാരെടുത്തോ ഉസ്താദ് എടുത്തു, നമ്മളെ ഇവിടെ അങ്ങ് ജീവിക്കാൻ അനുവദിക്കും. ക്രിസ്തീയ സ്വർഗം ഇങ്ങനൊന്നും അല്ല. അവിടെ വിവാഹത്തിന് കൊടുക്കുന്നുമില്ല, വാങ്ങുന്നുമില്ല. ബൈബിളിൽ പറഞ്ഞൊരു വാക്യമെടുത്ത് ഇവർ ദുർവ്യാഖ്യാനം ചെയ്യാറുണ്ട്. ഈ ഭൂമിയിലും വരാണ്ടിരിക്കുന്ന ലോകത്തിലും ഇവിടെ നഷ്ടപ്പെടുത്തുന്നതൊക്കെ അവിടെ കിട്ടുമെന്ന്, ഇല്ലേ? 10 മടങ്ങ്. അപ്പോൾ ഒരു ഭാര്യയുള്ളതിന് 2 കിട്ടുമെന്നൊക്കെ கொஞ்சம் വ്യാഖ്യാനിച്ച് കൊണ്ടുവരാൻ ശ്രമിക്കാറുണ്ട്. ആ അർത്ഥമാണോ? ഉറപ്പായിട്ട് പറയുക, അവർ ദൂതതുല്യരാകുമെന്ന്. ഇവിടെ ഒരു ചെറിയ വിഷയം കൂടെ ഒന്ന് പരിഹരിച്ചു പോകണം. സാധാരണഗതിയിൽ ഇങ്ങനെ അല്പം ബൈബിൾ കോളേജിലൊക്കെ ഈ സെമിനാറുകൾക്ക് ക്ലാസ് എടുക്കാൻ ക്രിസ്റ്റോളജിയൊക്കെ പറയേണ്ടി വന്നാൽ അവിടെ ഉരുത്തിരിയുന്ന ചില ചോദ്യമുണ്ട്. യേശുവിന് പാപം ചെയ്യാൻ സാധിക്കും? പാപമെന്നൊന്നും യേശുവിന് ചെയ്യാൻ പറ്റാത്തതിന് കാരണം, നിയമം ഹാൻഡിൽ ചെയ്യുന്നവന് നിയമത്തിന് കീഴിലല്ല, നിയമത്തിന് മീതെയാണ്, ശബത്തിന് കർത്താവാണ്. നിയമലംഘനത്തെയാണ് പാപമെന്ന് പറയുന്നത്. നിയമം തന്നവന് നിയമമില്ലെന്നും, നിയമത്തിന് കീഴിലായാൽ ദൈവം നിയമത്തിന് കീഴിലായാൽ നിയമം ദൈവത്തെക്കാൾ വലുതെന്ന് വരുന്നു. അപ്പം ദൈവം തന്നെയാണ് വലുത്, നിയമമല്ല. അതിൻ്റെ അർത്ഥം ഇതാർക്കാണ് നിയമം കൊടുത്തത്? ഞാനിപ്പോൾ ഇങ്ങോട്ട് പോരുക, വീട്ടിൽ കുറേ പുസ്തകമൊക്കെ ഇരിപ്പുണ്ട്, ഞാനിതൊക്കെ റെഡിയാക്കി വെച്ചിട്ട് പിള്ളേരോട് പറഞ്ഞ് ഇത് തൊട്ട് പോയേക്കല്ല്, ഇത് തുറക്കുകയും ചെയ്യരുത്. ഇത് മക്കളോട് ഇത് പറഞ്ഞെങ്കിലും ബാധകമല്ലാത്ത ഒരാൾ അവിടെ ഉണ്ട്, വൈഫാണ്. കാരണം അവൾക്ക് തുറക്കാൻ വയ്യാത്ത ഒന്നും വീട്ടിൽ പാടില്ല. ശരിയല്ലേ? അത് നിയമമൊന്നും ഞാൻ പറഞ്ഞില്ല, പക്ഷെ അവൾ തുറക്കും. കാരണം എന്താ? അവിടെ റൈറ്റാണ്. ക്രിസ്തുവിന് പാപം ചെയ്യാൻ സാധിക്കുമായിരുന്നു. അപ്പോൾ ഈ ടെംപ്ടേഷൻ എന്ന് പറഞ്ഞാൽ എന്താ? അത് നേരെ അങ്ങ് പറഞ്ഞേക്കാം. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന് ഒരു ലൈംഗിക പരിശോധന, ഒരു പരീക്ഷണം ഉണ്ടോ? ഒരു ടെൻഡൻസി ഉണ്ടോ? ഒരു ടെംപ്ടേഷൻ ഉണ്ടോ? അത് ഒറ്റ വാക്കല്ല ഉത്തരം, ഇല്ല. അങ്ങനെ ഉണ്ടെന്ന് ധരിച്ചാൽ എന്താ കുഴപ്പം? ഇല്ലല്ലോ, പിന്നെ എങ്ങനെ ഉണ്ടെന്ന് ധരിക്കുന്ന? പറയാം, അത് പറയാം. ഈ രാഹുൽ ഗാന്ധി നമ്മുടെ അവിടെ നാട്ടിൽ വന്ന തൃശ്ശൂരുള്ളൊരു കടയിൽ നിന്ന് ഉഴുന്നവട കഴിച്ചു. ആ കടയ്ക്ക് വലിയ ഡിമാൻഡായി. കാരണം രാഹുൽ ഗാന്ധിയാണ്. ഈ രാഹുൽ ഗാന്ധി ഉഴുന്നുവട കഴിച്ചത് ആ ഉഴുന്നുവടയോടുള്ള അല്ലെങ്കിൽ ആ ഭക്ഷണത്തോടുള്ള ആർത്തി കൊണ്ടല്ല. കാരണം അദ്ദേഹം വലിയൊരു കോടീശ്വരൻ്റെ മോനാണ്. വലിയ കോടികൾ, സ്വന്തം വീടിൽ സ്വന്തം പറമ്പിൽ 27 റെയിൽവേ സ്റ്റേഷനാണ് അന്ന് നെഹ്റുവിന്. 27 റെയിൽവേ സ്റ്റേഷൻ സ്വന്തം ഭൂമിയിലുള്ള മനുഷ്യനായിരുന്നു നെഹ്റു. വലിയ കോടീശ്വരൻ. ഒറ്റ വാക്കിൽ ഇതൊക്കെ പറയട്ടെ, ഇവരൊക്കെ ഈ മോഷ്ടിച്ചു എന്ന് പറയുന്നതിനോടൊന്നും എനിക്ക് യോജിപ്പില്ല. ഞാൻ കോൺഗ്രസ്സുകാരനൊന്നുമല്ല, രാഹുൽ ഗാന്ധിയുടെ സപ്പോർട്ടറും അല്ല. പക്ഷേ അദ്ദേഹത്തിൻ്റെ പേരിൽ വലിയ കേസ് മോഷ്ടിച്ചു എന്നും പറഞ്ഞാൽ അങ്ങനെ വിശ്വസിക്കാൻ വയ്യ. അത് എനിക്ക് പറ്റുന്നില്ല, എൻ്റെ കാര്യം പറഞ്ഞു. അപ്പോൾ ഇങ്ങനെയുള്ളൊരു മോനെ വിളിച്ചിട്ട് ഞാൻ പറയാം, രാഹുൽ ഗാന്ധിയെ വിളിച്ചിട്ട് പറയാം, ഞാനേ ഓടനാവട്ടത്ത് വഴി സൈഡിൽ 2 സെൻറ്റ് സ്ഥലം തരാമെന്ന് പറഞ്ഞാൽ വരുമോ? 1/2 ഏക്കർ തരാമെന്ന് പറഞ്ഞാൽ വരുമോ? 1 ഏക്കർ തരാമെന്ന് പറഞ്ഞാൽ വരുമോ? പുള്ളി ഒന്ന് ചിരിക്കും. പുള്ളിയുടെ പക്വത ഉണ്ട്. കാരണം ഇത് കണ്ട് ജീവിച്ചവന് 1 ഏക്കർ വിഷയമാണോ? മനസ്സിലായില്ലേ? ആ, അപ്പം നിങ്ങൾ എന്നോടൊന്ന് പറഞ്ഞു നോക്കിയോ, ഓടനാവട്ടത്ത് ഇങ്ങനെ ചെയ്യാമെന്ന് ധൈര്യം ഉണ്ടെന്ന് പറഞ്ഞു നോക്ക്. ഞാൻ കളി കാണിച്ചു തരാം. ഞാൻ ചലഞ്ച് ചെയ്യുക. ഇന്ന് വരെ ഇതുപോലെ ആരെയും ഞാൻ വെല്ലുവിളിച്ചിട്ടില്ല.
യഥാർത്ഥം നമ്മളിത് കാണാതെ കിടക്കുന്നവന് ഇതൊക്കെ വലിയ കാര്യമാണ്. അപ്പോഴേ സ്വർഗീയ മഹിമ വെടിഞ്ഞ് താണലോകത്തിലേക്ക് വന്നവനെ എന്ത് കാട്ടിയാ നിങ്ങൾ പരിശോധിക്കുന്നതെന്ന് പരീക്ഷിക്കുന്നത്? മനസ്സിലായില്ല? മനസ്സിലായി? ഏത് ലോകം കണ്ടിട്ട് വന്നവനെയാ നിങ്ങൾ എന്ത് കാട്ടി ടെംപ്ടേഷൻ കൊടുക്കും? കോടികളുടെ ആസ്തിയോ മുഴു ലോകവുമോ? തീർന്നില്ല. സുന്ദരിയായൊരു പെണ്ണിനെയോ? ഏത് ലോകത്തേത് സുന്ദരിയെ കണ്ടാലും തൻ്റെ മാറോടണച്ചിട്ട് യേശു പറയും അത് കുഞ്ഞാ യേശുവിൻ്റെ, അത് യേശുവിൻ്റെ മകളാ, യേശുവിൻ്റെ കാരുണ്യമാണ്, യേശുവിൻ്റെ സ്നേഹം. അവൾക്കും തിരിച്ച് ആ ഫീലിംഗാണ് കിട്ടുന്നത്. യേശു തൊട്ടാൽ ജീവിതത്തിൽ എവിടെ നിന്നും കിട്ടാത്തൊരു സാറ്റിസ്ഫാക്ഷനാണ് അപ്പോൾ യേശുവിനോട് ചേരുമ്പോൾ കിട്ടുന്നേ. മറ്റൊരു ചിന്തയല്ല കിട്ടുന്നേ. പക്ഷെ ഒരു കാര്യം, ഈ ടെസ്റ്റ് ഇട്ടവനെ അത് വലിയ പരീക്ഷയാണ്, ടെസ്റ്റ് എഴുതിയവന് ഇത് ഈസിയാണ്. മനസ്സിലാകുന്നോ? പിടികിട്ടിയില്ല. ടെസ്റ്റ് ഇട്ടവൻ പറയാ കൊടുത്തിട്ടുണ്ട് പണി കേട്ടോ. ടെസ്റ്റ് എഴുതിയവനത് വിഷയമാണോ? അല്ല. ടെസ്റ്റ് എഴുതിയവന് വിഷയമല്ല. ഹല്ലേലൂയ. ഞാനൊരു ഉദാഹരണം പറയാം. ഈ ന്യൂട്ടൺ, സർ ഐസക് ന്യൂട്ടൺ ഒരു സിമ്പിളായൊരു ഹമ്പിളായൊരു മനുഷ്യനാണ്. അല്പം ഷൈ ആയൊരു പ്രകൃതമാണ്, ഒരു നാണം. ബൈബിൾ വായന എപ്പോഴും. വലിയൊരു മാത്തമാറ്റീഷ്യനാണെന്നറിയാമല്ലോ. അപ്പം അദ്ദേഹത്തിന് ഈ പ്രോബ്ലംസ് ഒക്കെ സോൾവ് ചെയ്യാൻ ഭയങ്കര കഴിവാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഈ ഖ്യാതി നാടകം പരന്നപ്പോൾ മറ്റൊരു മാത്തമാറ്റീഷ്യൻ ഈ ന്യൂട്ടനെ ചെറുതാക്കാൻ വേണ്ടി ഒരു മാത്തമാറ്റിക്കൽ പ്രോബ്ലം പേജ് കണക്കിനാണ് ഇട്ട് കൊടുത്ത് ചോറത്. 1 മാസം തരും, ഇതിനുള്ളിൽ ഇതൊന്ന് ചെയ്തുകൊണ്ട് വരാൻ പോകും. 1 മാസം. അങ്ങനെയാണെങ്കിൽ നിങ്ങളെ ഒരു മാത്തമാറ്റീഷ്യനായിട്ട് അംഗീകരിക്കും, അല്ലെ നിങ്ങളെപ്പറ്റി പറയുന്ന എല്ലാം തട്ടിപ്പാണ്. ധൈര്യം ഉണ്ടെങ്കിൽ ഇതൊന്ന് ചെയ്യാൻ പോകും. ന്യൂട്ടൻ്റെ കയ്യിലേക്ക് ഇത് കിട്ടി. പുള്ളി 2 മിനിറ്റ് കൊണ്ട് ഇതെല്ലാം ചെയ്ത് റെഡിയാക്കിയിട്ട് അദ്ദേഹത്തിൻ്റെ ഡ്രൈവറെ വിളിച്ചേച്ച് പറഞ്ഞു, ഇത് ഞാൻ ചെയ്തതായിട്ട് പറയരുത്, നീ ചെയ്തതായിട്ട് പറഞ്ഞേക്കണം, നിൻ്റെ ഒപ്പ് വിട്ടേക്കാൻ പറഞ്ഞു. എൻ്റെ പേരേ മിണ്ടരുത്, പോകുന്ന വഴിക്ക് അങ്ങ് ചെയ്തു എന്ന് പറയാൻ പറഞ്ഞു. ഇദ്ദേഹം അന്ന് തന്നെ ഓടി ഇതും കൊണ്ട് അവിടെ ചെന്നിട്ട് പറഞ്ഞു, ഇതേ ഞാനിതൊന്ന് നോക്കിയായിരുന്നു സാറേ, ഞാൻ തന്നെ അതൊക്കെ ചെയ്തെന്ന് പറഞ്ഞു. ന്യൂട്ടൺ ഒന്ന് ട്രോൾ ചെയ്ത്, എൻ്റെ സെക്രട്ടറിയുടെ വിലപ്പോൾ നിനക്കില്ലെന്നായി കാണിച്ചു തന്നെ, എൻ്റെ ഡ്രൈവറുടെ എന്നാ ചെയ്താ. പക്ഷെ ഈ മനുഷ്യൻ ഇതിലേക്കൊന്ന് നോക്കി, ഇത്രയ്ക്ക് സങ്കീർണ കുരുക്ക് ഇട്ട് കൊടുത്തിട്ട് ഇത്ര സെക്കൻഡുകൾ കൊണ്ട് ചെയ്ത് ആ ബുദ്ധിക്ക് മുമ്പിൽ നമിച്ചു. അത് ന്യൂട്ടനാണെന്ന് മനസ്സിലായി. ന്യൂട്ടനാണെന്ന് മനസ്സിലാക്കിയിട്ട് ഈ മാത്തമാറ്റീഷ്യൻ പറഞ്ഞൊരു പ്രയോഗമുണ്ട് ഗ്രീക്കിൽ. അതിങ്ങനെ ആയിരുന്നു, താങ്കും അങ്ക്വി ലിയോണം. എൻ്റെ അർത്ഥം ഇതാണ്, ഇതിൽ ആ സിംഹത്തിൻ്റെ കരസ്പർശമുണ്ട്. സിംഹം ഏതാ? ന്യൂട്ടൺ. പരീക്ഷയിട്ട മാഷിന് ഇത് ഭയങ്കര ക്വസ്റ്റ്യൻ. ഉത്തരവെഴുതിയ കുട്ടിക്ക് ഇത് നിസാര കാര്യം. ഇതാണ് യേശുവിൻ്റെ പരീക്ഷ. അങ്ങനെ പറഞ്ഞത്, നിങ്ങളെ ഉള്ളിൽ ക്ഷീണിച്ച് മടുക്കാതിരിക്കാൻ കർത്താവിനെ ഓർത്താൽ മതി. ആ സമയത്ത് സന്ധികളുടെ ഒക്കെ നടുവിൽ ജയാളിയായവനെ ഓർക്കണമെന്ന്, ജയിച്ചവനെ ഓർക്കണം. ആ ഓർമ്മ മതി നമ്മൾ ജയിക്കാൻ. ഹല്ലേലൂയ, സ്തോത്രം. എൻ്റെ മോന് BCAക്ക് പഠിക്കുക. അപ്പോൾ എൻ്റെ പെങ്ങളുടെ മൂത്ത മോടെ കല്യാണമായിരുന്നു എൻ്റെ. അപ്പോൾ ആ തിരക്കിലെല്ലാം പെട്ടുപോയി. പരീക്ഷ എഴുതാനൊക്കെ വലിയ പാട്. അപ്പോൾ എന്നോട് പറഞ്ഞു, പപ്പ ഇങ്ങനെയൊക്കെയാണ്. ഞാൻ പറഞ്ഞു, പഠിച്ചില്ലേ പോട്ടെ. നീ അവിടെ ചെന്ന് എഴുതിയിട്ട് ആദ്യം പ്രാർത്ഥിക്കുമ്പോൾ പറയേണ്ട, കർത്താവേ ഞാനൊരു പൊട്ടനാണ്, എനിക്കൊരു കഴിവുമില്ല, എൻ്റെ പപ്പായും പൊട്ടനാണ്, ഞാനും പൊട്ടനാണ്, ഒരു കഴിവും ഞങ്ങൾക്ക് ആർക്കും ഇല്ല. പക്ഷേ ഞങ്ങൾ സേവിക്കുന്ന ദൈവം ബുദ്ധിമാനാണ്, അവൻ സർവശക്തനാണ്, അവിടത്തേക്ക് കഴിയാത്ത ഒന്നുമില്ലെന്ന് പ്രാർത്ഥിച്ചിട്ട് അങ്ങ് തട്ടിക്കൊള്ളാം. ഇതെല്ലാം ഇനി വരുമെന്നു പരീക്ഷ എഴുതി കഴിഞ്ഞപ്പോൾ അവന് നല്ല ധൈര്യം. അതാ പറഞ്ഞത്, തൻ്റെ മക്കളെ നമ്മുടെ തിരക്കൊക്കെ ദൈവത്തിന് അറിയാവുന്നു, നമ്മുടെ അവസ്ഥയൊക്കെ കർത്താവിന് അറിയാവുന്നു. ടെംപ്ടേഷൻസ് മാത്രമല്ല, ടെസ്റ്റും പാസ്സാകാൻ അവൻ ബലം തരുന്ന ദൈവമാണ്. സ്തോത്രം. കുഞ്ഞാണ് നീറ്റ് എഴുതാൻ പോകുന്നത്.
ഞാൻ ഈ ഡോക്ടർമാരൊക്കെ ആകാൻ വരുന്ന പിള്ളേരെ പ്രോത്സാഹിപ്പിക്കുന്ന ഒരാളാണ്. അതിൻ്റെ കാരണം ശ്രദ്ധിച്ചോണം. നിങ്ങൾ ഈ ആയുർവേദവും ഹോമിയോ ഒക്കെ ഇല്ല കുഞ്ഞ്, അതിനൊന്നും പോലും കേട്ടോ. പോകരുതെന്ന് പറയാൻ കാരണം കുറച്ച് പൊടിയും കുറച്ച് സാധനം എല്ലാം ഇടിച്ച് കുത്തി തരിക. ഈ പൊടി തിന്നാൻ തരുമ്പോഴും ഓർക്കണം, ദൈവം ശപിച്ചതാ പാമ്പിനെ പൊടി തിന്നാൻ. ഈ സാധനം നമ്മൾ ചാരായം കൂട്ടി അടിച്ച് വെച്ച് ഹോമിയാണെന്നും പറഞ്ഞ് നിൽക്കുന്നത്. എല്ലാം ചാരായമാണ്. കുഞ്ഞാ ചാരായം എഴുതാനൊന്നും പോകണ്ട, MBBS എടുത്തോണം പറഞ്ഞ കേട്ടോ. അല്ല ചുമ്മാ രണ്ട് കാര്യമൊന്നുമില്ല. ശ്രദ്ധിച്ച് നമ്മളെ ഇത് പറഞ്ഞപ്പോഴേ ഞാൻ കഴിഞ്ഞിടയ്ക്ക് ആഗസ്റ്റ് 15 ഞങ്ങളുടെ സൗരന്മാരൊക്കെ ഉണ്ട്. ആഗസ്റ്റ് 15 പ്രോഗ്രാം. ആ പ്രോഗ്രാമിന് പോകുന്ന വഴിക്കുണ്ട് നമ്മുടെ വേറെ കുറേ സൗരങ്ങൾ പരസ്യവും നടത്തുന്നു. ഈ ആഗസ്റ്റ് 15 സന്തോഷം അറിയോ? നമ്മുടെ ഹിന്ദു സഹോദരങ്ങൾ ഈ പൊങ്കാലയ്ക്ക് റോഡ് പിടിച്ചെടുക്കുന്ന പോലെ ആഗസ്റ്റ് 15 കേരളം മൊത്തം നമ്മുടെ കയ്യിലായിരുന്നു. ഒരു പരസ്യവും നടത്താൻ ചെന്നാൽ അവിടെ ഷാരോൺ, അപ്പുറത്ത് ചർച്ച കൂടി, ഇപ്പുറത്ത് IPC. തിരിയാൻ വയ്യാത്ത വിധത്തിൽ നമ്മുടെ പിള്ളേരാ ഓരോരുത്തർ ചെല്ലുമ്പോൾ. ഒരു കൊച്ചുമോൾ ഇതുപോലെ ഓടി വന്നു, കൈകൂപ്പി. പാസങ്ങളെ യൂട്യൂബൊക്കെ കേൾക്കും. ശരി ശരി കുഞ്ഞെ പറഞ്ഞാട്ടെ. ഞാൻ കുഞ്ഞ് എന്തോ ചെയ്യുക? ഉടനെ പറയാ IAS സെലക്ഷൻ കിട്ടിയിട്ടേ പഠിക്കുക. എൻട്രൻസ് അല്ല, പഠിക്കുകയാണ്. കൊച്ചാ പരസ്യത്തിന് വന്നേ. പ്രസംഗിക്കാൻ ഞാൻ നിന്നപ്പോൾ ഞങ്ങളുടെ കളക്ടർ അറിയോ, ഞങ്ങളുടെ ചീഫ് സെക്രട്ടറിയാ വരും കാലത്തിൻ്റെ. പറഞ്ഞ മനസ്സിലായോ മോടെ അടുത്ത്? കുഞ്ഞിവിടെ ഇരുന്ന് നന്നായി. അതിനൊരു കാരണം കൂടെ ഉണ്ട്. ഈ ആയുർവേദത്തിനൊക്കെ നല്ലതായിരുന്നു. പക്ഷേ കുഴപ്പം ഇതിൻ്റെ ഈ ഡയഗ്നോസിസിൻ്റെ രീതി. വിഷയം വിട്ടു പോവല്ല, ഒരു ദൂത് പറയാം കേട്ടോ മോനെ. ഈ ആയുർവേദത്തിൻ്റെയൊക്കെ പ്രശ്നം, ഇത് മിക്കവാറും ഒരു ബ്രാഹ്മണായിരിക്കും ചികിത്സിക്കുന്നത്. അവിടേക്ക് ഈഴവരും പിന്നോക്കരും ദലിതരും ആദിവാസിക്കൊന്നും വരാൻ പറ്റില്ല. ഡോക്ടറും രോഗിയും തമ്മിൽ 32, 64, 90 അടി അകലെ നിൽക്കണം. അത്രയും അടി അകലെ. ഒരു കയ്യാളടക്കിയാണ്. അയാൾ ഓടി വന്നിട്ട് ചോദിക്കും എന്തോ അസുഖം? അതിവിടെ പെരുപ്പ്. ശരി, നാളെന്തോ അശ്വതി. ആ പേരാലിൻ്റെ ചോട്ടിൽ പോയി നിന്നു. കിഴുകാനെല്ലി ഇത്ര, കൂഷ്മാണ്ഡം ഇത്ര, ഏതാണ്ടെല്ലാം കൂടെ എഴുതി ഓലയിൽ തന്നെ ചൊറയും കൊണ്ടുപോകാം, കാശും മേടിക്കും. അതുകൊണ്ടാണ് ഇന്ന് നിങ്ങളൊരു ആയുർവേദ ചികിത്സയ്ക്കോ ഒരു ഹോമിയോ ചികിത്സയ്ക്കോ അക്യൂപഞ്ചറിനോ ചെന്നാൽ ഇവനൊരു 3/4 മണിക്കൂർ പാരാസെറ്റമോളിൻ്റെ കുറ്റമായി പറയുന്നത്. ശരിയല്ലേ? പാരാസെറ്റമോൾ അങ്ങനെ, ഇതിനിങ്ങനെ. നിൻ്റെ മരുന്ന് ഇതാ, ഇതിൻ്റെ ഗുണമെന്ന് പറ. ഇതെന്തിനാ ഇതും പറഞ്ഞുകൊണ്ട് നിൽക്കുന്നേ? മനസ്സിലായില്ലേ? ഇതിൻ്റെ ഗുണം പറയല്ലേ. സാറിനെ കാണാൻ വന്നു, അതിനൊക്കെ കുഴപ്പമുണ്ട്. അതുകൊണ്ട് സാറിൻ്റെ മരുന്ന് കാണി ഇതൊട്ട് തരികയില്ല. ഇങ്ങനെ നിൽക്കുന്ന കാലത്താണ് സായിപ്പ് കുതിരവണ്ടിയിൽ ഇങ്ങനെ വന്നിറങ്ങി. ഒരു 2 സഹായികൾ വേറെ, ഒരു പെങ്കൊച്ച് വേറെ, കൂടെ നേഴ്സ്, സ്റ്റെതസ്കോപ്പ് ഒക്കെ ആയിട്ടിറങ്ങി. പെങ്കൊച്ചിൻ്റെ കയ്യിൽ ഒരു പെട്ടി, അമറയിൽ വേറെ 2 പെട്ടി. പുള്ളി ഇങ്ങോട്ട് വന്നു, ഈ സ്റ്റെതസ്കോപ്പ് എടുത്ത് കഴുത്തേലിട്ടിട്ടു. അത് ഈ സാധനം കൊണ്ട് നമ്പൂതിരിയെ, നായാടിയെ, നമ്മുടെ വെള്ളാപ്പള്ളി സാറ് പറയുന്ന പോലെ നമ്പൂതിരി മുതൽ നായാടി വരെ നേരത്തെ നിർത്തി അങ്ങ് തൊട്ടു. ഒരു കാര്യം കൂടെ സംഭവിച്ചു, ഇത് ക്ലീൻ ചെയ്തുമില്ല. തൊട്ട് പോയി. പുറകെ വന്ന കുട്ടി ഡെറ്റോൾ വെള്ളത്തിൽ നോക്കി, നമ്മുടെ പനിയും നോക്കി, ടെമ്പറേച്ചറെല്ലാം എഴുതി. അടുത്ത ആൾ ഇഞ്ചക്ഷൻ കൊടുത്തു, അടുത്ത ആൾ മരുന്ന് കൊടുത്തു. അപ്പോഴേ ഈ മാനസികകാരൻ അരിവാൾ കൊണ്ട് ചെയ്ത വിപ്ലവത്തെക്കാൾ വലുതാണ് ഡോക്ടർ സ്റ്റെതസ്കോപ്പ് കൊണ്ട് ചെയ്തതെന്ന്. മനുഷ്യത്വം ഉണ്ടാക്കിയ ഉപകരണമാണെന്ന് ഈ സാധനം. എൻ്റെ സേവന സന്നദ്ധത വേണം. കൈക്കൂലിയൊന്നും മേടിച്ചേക്കില്ല. ഇപ്പോഴേ പ്രാർത്ഥിച്ചു, എനിക്കൊരവസരം തരുമെങ്കിൽ അത് സേവനമായിരിക്കും എന്ന് പ്രാർത്ഥിച്ച്. അതൊക്കെ മതിയെന്നല്ലേ. നമ്മൾ ക്യാഷിനല്ല, നമ്മുടെ കുഞ്ഞുങ്ങളൊക്കെ സേവിക്കട്ടെ. ആ കൂടെ കർത്താവിനെ സാക്ഷിക്കണം. ഓരോരവസരം കിട്ടിയാൽ കർത്താവിനെ സാക്ഷിക്കണം. അങ്ങോട്ട് പ്രാർത്ഥിച്ച്. അപ്പോൾ ടെംപ്ടേഷനും മാറും, ടെസ്റ്റ് നമ്മൾ പാസ്സാകുന്നു. ഹല്ലേലൂയ. അപ്പോൾ ഞാൻ പറഞ്ഞ് അവസാനിപ്പിക്കണം. അപ്പോഴേ ആ നിത്യതയിൽ കർത്താവുണ്ട്, നമ്മളുണ്ട്. കിരീടത്തിൻ്റെ കഥയാണ് പറയുന്നത്. ഈ കിരീടത്തോട് താല്പര്യമില്ലെന്നൊന്നും അല്ല പറഞ്ഞ്, കിട്ടുകയാണെങ്കിൽ കിട്ടട്ടെ. പക്ഷേ ഞാൻ ഈ കിരീടം അങ്ങനെ അങ്ങോട്ട് ആസ്വദിക്കുന്നില്ല. അതാ പറഞ്ഞു. ആസ്വദിക്കാത്തതിൻ്റെ കാര്യം പറയാം. നമ്മളിപ്പോൾ വീട്ടിലോട്ട് ചെല്ലുകയാണ്. വീട്ടിലൊരു കൊച്ചു കുട്ടിയുണ്ടെന്ന് വെച്ചു. അവൻ നമ്മളെ കാണുകയും വിളിച്ച് പറയുക, പപ്പാ ഇന്ന് ബിരിയാണി ഉണ്ടാക്കിയെന്ന് പറഞ്ഞു. 2 ചാട്ടം. നമ്മളിത് കേട്ട് ചാടുവോ? അവിടെ കിടന്നു. ശരിയാണോ? നമ്മൾ ചാടുവോ? എൻ്റെ കാരണം എന്താ? നമ്മൾ അതിലും മറ്റൊരു ലോകത്തെത്തി. പക്വത. കൊച്ചൻ ചാടിയത് അവൻ്റെ കുഴപ്പമാണോ? അവൻ്റെ ജീവിതത്തിലെ വലിയ കാര്യമാണ്.
പണ്ടൊരു അപ്പച്ചൻ സുഖമില്ല കിടക്കുക, ബോധം പോലും ഇല്ല. അപ്പോൾ ദൂരത്തേക്കെല്ലാം പോയ മക്കളെല്ലാം വന്ന് ഓരോന്ന് വേണോന്ന് ചോദിക്കുന്നുണ്ട്, ആഹാര സാധനമൊക്കെ. ഏറ്റവും ഇളയ ആളിൻ്റെ ഏറ്റവും ഇളയ മകൻ വന്നിട്ട് ഈ വല്യപ്പൻ്റെ അടുത്ത് ചോദിക്കുക, വല്യപ്പച്ചൻ സൈക്കിളെ കയറുന്നോ? ഏകം വലിച്ച് കിടക്കുക. കാരണം അവൻ്റെ കുറ്റമല്ല, അവൻ്റെ ലോകത്തിൽ വലിയ കാര്യമാണ്. ദുഃഖം വരുമ്പോൾ സൈക്കിളെ കയറ്റി ഇച്ചിരി നേരം ചവിട്ടിക്കുക, പ്രയാസം മാറും കൂട്ടുകാരനെ. ഇവൻ്റെ അറിവിനനുസരിച്ച് ചോദിക്കാൻ പറ്റൂ, അതായി പ്രശ്നം. അപ്പോൾ നമ്മുടെ അറിവനുസരിച്ച് കിരീടം, നിത്യത, മറ്റെന്തുവാ തങ്കത്തെരുവീതി, ഇതൊക്കെ അവിടെ നിൽക്കട്ടെ. സ്വർഗത്തെ സ്വർഗമാക്കുന്നത് തങ്കത്തെരുവീതികളോ ഈ പറയപ്പെട്ട 12 വിധ വൃക്ഷങ്ങളോ ഇവിടെ കണ്ട കിരീടങ്ങളോ ഒന്നുമല്ല, നമ്മുടെ കർത്താവിൻ്റെ സാന്നിധ്യമാണ്. യേശു അവിടെ ഉണ്ട്. ഹല്ലേലൂയ. അതിനൊരു ഉദാഹരണം പറയാം. ഇപ്പോഴേ നമുക്ക് ഈ വിദേശയാത്രയൊക്കെ പെട്ടെന്നായതും പോകാനും വരാനും ഒക്കെ പറ്റുന്നത്. പക്ഷേ നാളത്ര പപ്പായും അപ്പച്ചനും ഒക്കെ അവിടെ പോയിട്ട് 3, 4, 5 കൊല്ലം കഴിഞ്ഞ് കപ്പലിൽ വന്ന കാലം, പിന്നെ എയർപോർട്ടിലൊക്കെ വന്ന അടുത്ത കാലത്ത് ആകെ നമ്മുടെ കൺമുമ്പിലായ മാറ്റമൊക്കെ. ഒരു 25 കൊല്ലത്തിനപ്പുറത്തൊന്നും ആയില്ല. നമ്മൾ പ്രൊഫഷണൽ എഡ്യൂക്കേഷനൊക്കെ കിട്ടി, ഇങ്ങനെ നല്ല ജോലിയൊക്കെ ആയിട്ട് അത്ര ആയില്ല. 25-30 കൊല്ലം. അതിന് വലിയ കട്ടിപ്പണിയാണ്. എന്താ അത് അപ്പന്മാരിങ്ങനെ പണിയെടുത്തു എന്ന് പറയാൻ എന്താ മടിക്കുന്നത്? അങ്ങനെയൊക്കെയാണ് നമ്മളെല്ലാം അങ്ങനെ വന്നവരാ. അങ്ങനെ വരുമ്പോഴേ വിദേശത്തുള്ള അപ്പനിങ്ങോട്ട് വരാൻ തുടങ്ങുന്നത് കത്ത് മുഖാന്തരം അറിയിച്ചപ്പോൾ, വരുന്നു എന്നുള്ള വാർത്ത ഇവിടെ പരന്നപ്പോൾ, നാട്ടിലെ അയൽക്കാരൻ വന്നിട്ട് പറഞ്ഞു, പുള്ളി വരികയാണെങ്കിൽ അവിടെ ഈ സാധനം കിട്ടും, എനിക്ക് ഒരെണ്ണം മേടിച്ചുകൊണ്ട് വന്നാൽ കൊള്ളാം, ഒന്ന് വിളിക്കുമ്പോൾ പറഞ്ഞേക്കാം. അപ്പൻ പറഞ്ഞു ഇന്ന വേണം, അമ്മ പറഞ്ഞു ഇന്ന വേണം, മക്കൾ പറഞ്ഞു ഇന്നത് വേണം. ഈ പാവം കഷ്ടപ്പെട്ട് ഇതെല്ലാം ഉണ്ടായിക്കൊണ്ട് വരിക. കൂട്ടുകാരനുള്ളത്, അപ്പനുള്ളത്, അമ്മയ്ക്കുള്ളത്, മക്കൾക്കുള്ളത്. ഈ കൂടെ ഒന്നും ആവശ്യപ്പെടാത്തൊരാൾ ആ വീട്ടിലുണ്ട്. ആരാ? ഭാര്യ. എന്താ ഒന്നും ആവശ്യപ്പെടാത്തെന്നല്ല, ഇന്ന് വരേ അദ്ദേഹം അവിടുത്തെ ദുരിതം പറഞ്ഞില്ല. പക്ഷെ അവൾക്കുള്ളിൻ്റെ ഉള്ളിൽ അറിയാം പ്രിയപ്പെട്ടവൻ്റെ കഠിനാധ്വാനത്തിൻ്റെ സവിശേഷത. വിളിച്ചപ്പോൾ എന്താ നിനക്ക് വേണ്ടേ? എനിക്കൊന്നും വേണ്ട, എല്ലാം ഉണ്ട് എന്നോർത്ത് കാന്തൻ ശൂന്യമായിട്ടാണോ വരുന്നേ? അല്ല. ഏറ്റവും നല്ലത് അവൾ പറയാതെ അവൾക്ക് വേണ്ടി മേടിച്ചിട്ടുണ്ട്. ഇതും കൊണ്ട് കാന്തൻ വന്നാൽ, ഇത് പരസ്യമായിട്ടല്ല തരുന്നതും, ഓരോരുത്തർക്കും കൊടുക്കാനുള്ള കൊടുത്തിട്ട് ഒരു ബാഗ് പൊട്ടിക്കണ്ടവിടെ വെച്ചേക്ക്. അത് പൊട്ടിച്ചാദ്യം ഇവൾക്കുള്ള അങ്ങ് കൊടുക്കും. അവളിങ്ങോട്ട് വാങ്ങി സന്തോഷം. എന്തിനാ ഇതൊക്കെ വാങ്ങി? ഇതൊന്നുമല്ല പ്രധാനം. അവൾ ആസ്വദിക്കാതെ അതങ്ങ് മാറ്റി വെക്കും. എന്താണെന്നറിയാം? അവൾ പറയും, ഞാൻ കാത്തിരുന്ന ഇതിനല്ല, അങ്ങയെ കാണാൻ, അങ്ങയുടെ സാന്നിധ്യം അറിയാൻ. സ്വർഗത്തിലേക്ക് നമ്മൾ പോകുന്നതും പ്രതിഫലം വാങ്ങുക എന്നതിനപ്പുറത്ത് അക്ഷരാർത്ഥത്തിൽ അവനെ കാണാൻ. ഹല്ലേലൂയ. അതിന് ശേഷമായിരിക്കണം ബാക്കി പ്രതിഫലങ്ങളെക്കുറിച്ചുള്ള പ്രതീക്ഷ. സ്തോത്രം. വ്യക്തത വന്നോ? അപ്പോൾ അവസാനിപ്പിക്കാം. ഞാൻ ഈ ക്ലാസ് നമ്മുടെ അടുത്ത് മാവേലിക്കരയിൽ അയ്യം, ഇങ്ങോട്ട് കാണിക്കണം തോന്നുന്നു, മാവേലിക്കര അല്ലേ? അപ്പോൾ അയ്യം എന്നൊരു ബൈബിൾ കോളേജുണ്ട്. അവിടെ 15 കൊല്ലമായിട്ടൊരു പ്രോഗ്രാം നടക്കുന്നുണ്ട്. ഈ വർഷമുണ്ട്. അവിടെ വെളിപ്പാട് ദാനിയേൽ എൻ്റെ ഒരു സ്ഥിരം സബ്ജക്റ്റാണ്. അവിടെ ഈ ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുന്നൊരു വർഷം ഒരു സഹോദരൻ ചോദ്യം ചോദിച്ചു. സ്വർഗത്തിൽ ചെന്ന് കഴിഞ്ഞാൽ നമുക്ക് ഈ പ്രതിഫലമൊക്കെ കിട്ടിക്കഴിയുമ്പോൾ പഴയതുപോലെ ലൂസിഫറിന് പറ്റിയ പോലെ ഒരു അഹങ്കാരം വരുമോ? അതാ മറ്റേ മോൾ ഇന്നലെ ചോദിച്ചോലായിപ്പോയി. അഹങ്കാരം വരുമോ എന്ന് ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞ ആദ്യത്തെ ഉത്തരം പറഞ്ഞ് നമ്മൾ ദൂതതുല്യരാകുമല്ലോ. അന്നേരം ഇവൻ പറഞ്ഞ് ദൂതനല്ലേ ഈ പണി കാണിച്ചത്, പിന്നെ ദൂതതുല്യൻ്റെ കാര്യം പറയാനുണ്ടോ? അപ്പം അതിനകത്തൊരു ലോജിക്കുണ്ട്. ശരിയാണല്ലോ. ഞാനന്ന് വീട്ടിൽ വന്ന് കിടന്ന് ഒരാളെ പറയാതെ പറഞ്ഞു. 3-4 ദിവസം ക്ലാസ്സുണ്ട്. എനിക്ക് ഉത്തരവൊക്കെ കിട്ടി, എല്ലാം റെഡിയാക്കി പിറ്റേന്ന് നിന്നിട്ട് പറഞ്ഞു,
അങ്ങനെ ഒരു ടെംപ്ടേഷനൊന്നും വരികയില്ല. അതെന്താ വരികയില്ലെന്ന് പറയാൻ കാരണം പറയാം. സ്വർഗത്തിലെത്തിയ നമുക്കെല്ലാം വലിയ ട്രാൻസ്ഫോർമേഷനൊക്കെ ഉണ്ട്. പക്ഷെ ഒരു കാര്യം, മാറ്റമില്ലാത്ത ഒരുവൻ അവിടെ ഉണ്ട്. നമ്മുടെ കർത്താവ്. സ്തോത്രം. മാറ്റമുണ്ടോ? സർവോപരി ആണിപ്പഴുത് ഇപ്പോഴും അവിടെയുണ്ട്, അന്നും അവിടെ ഉണ്ട്. അയ്യോ, അതെന്തൊരു പഠിപ്പീര. ഉയർത്തെഴുന്നേറ്റ ശേഷമല്ലേ കർത്താവ് പറഞ്ഞ ഞാനാണോ എന്നറിയാൻ തോമസ് ഇങ്ങ് വാ, നോക്ക്, വിലാപ്പുറം പരിശോധിക്കൂ, ഞാൻ തന്നെയാണ്. അവിടെ ഇല്ലേ? ഉണ്ട്. ഇത് പോകില്ല. എന്തെന്നാൽ ഇതൊരു പരാജയത്തിൻ്റെ തെളിവല്ല. സിംഹമടയിലേക്ക് പോയ ചെന്നായ്ക്കളുടെ പച്ചത്തിലേക്ക് ചെന്ന ഒരു കുഞ്ഞാടും രക്ഷപ്പെട്ട ചരിത്രമില്ലെങ്കിൽ ഇത് പോരാടി ജയിച്ചതിൻ്റെ തെളിവാ ഈ മുറിവ്. ഞാൻ മാത്രമാ ജയാളിയായി അവനെ തോൽപ്പിച്ച് തിരിച്ചു വന്നതിൻ്റെ സ്ഥിരീകരിക്കപ്പെട്ട തെളിവാ ഈ മുറിവ്. എനിക്കോ നിങ്ങൾക്കോ ഇത്തരമൊരു പ്രേരണ വന്നാലുടൻ ഈ മുറിവ് അവനൊന്ന് ഉയർത്തിക്കാട്ടിയാൽ മതി. അതൊരു കാര്യം പറയും, നിന്റെ കഴിവല്ല നിന്നെ ഇവിടെ വരെ കൊണ്ടുവന്നത് ഈ മുറിവാണ്. ഈ മുറിവ്. അതുകൊണ്ടാണ് സ്വർഗത്തിലെ ഗായക സംഘം പാടുമ്പോഴും പറയാ, നീ അറുക്കപ്പെട്ടു. ഏറ്റവും ചേതോഹരമായ സംഗീതമത, നീ അറുക്കപ്പെട്ടു. നിന്റെ മുറിവിൽ നിന്നൊഴുകുന്ന പുണ്യാക രക്തം കൊണ്ട് നീ ഞങ്ങളെ ദൈവത്തിനായി വിലയ്ക്ക് വാങ്ങി. അറുക്കപ്പെട്ട കുഞ്ഞാടേ, നിനക്ക് മഹത്വം. സ്വർഗത്തെയും ആവേശഭരിതമാക്കുന്ന ഗാനമാണ് ആ ക്രൂശിക്കപ്പെട്ട അനുഭവമെങ്കിൽ ഈ 3 ദിനങ്ങളിൽ പഠിച്ച വചനത്താൽ നമുക്ക് യേശുവിനോട് ചേർന്ന് നിൽക്കണം, ആ ക്രൂശോട് ചേർന്ന് നിൽക്കണം. അഭിമാനകരമായ ആ ക്രൂശിനെ കുറിച്ചുള്ള ഓർമ്മയിൽ, പോരാട്ടത്തിൽ മുമ്പോട്ട് പോകാൻ ആ ദൈവകൃപയെ ആസ്വദിക്കണം. ഈ പകൽ കർത്താവ് ഈ വചനങ്ങൾ കൊണ്ട് നമ്മളെ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. എന്നെയും ഈ ശുശ്രൂഷയ്ക്ക് ക്ഷണിച്ച കർത്തദാസനും സഭയ്ക്കും പ്രിയപ്പെട്ടവർക്കും എല്ലാം വന്ദനം പറഞ്ഞു ഉപസംഹരിക്കുന്നു. ദൈവം നമ്മളെ സഹായിക്കുമാറാകട്ടെ.